ഹായ് ഗായ്സ്, അപ്പോൾ നമുക്കിന്ന് പാർട്ട്ണർഷിപ്പിന് വേണ്ടുന്ന ബേസ് കൺസെപ്റ്റിനെ കുറിച്ച് പറയാൻ നമ്മൾ പറഞ്ഞത്. അപ്പോൾ പാർട്ട്ണർഷിപ്പിൻ്റെ മൊത്തം 4 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അല്ലേ. അതിൽ പാർട്ട്ണർഷിപ്പിന് തന്നെ ബേസിക്സ് ഉണ്ട്. അപ്പം അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാമെന്നാണ് നമ്മളിന്ന് പറഞ്ഞിട്ടുണ്ടായത് അല്ലേ. അപ്പോൾ പാർട്ട്ണർഷിപ്പിന് വേണ്ടുന്ന, അതായത് പാർട്ട്ണർഷിപ്പിന് കുറച്ച് ബേസ് കൺസെപ്റ്റ്സ് ഉണ്ട്. പ്ലസ് എന്നാൽ അക്കൗണ്ടൻസ്, അതായത് നമുക്ക് പാർട്ട്ണർഷിപ്പ് ആയിക്കോട്ടെ, ഏതൊരു ചാപ്റ്റേഴ്സ് ആയിക്കോട്ടെ, നമുക്ക് അക്കൗണ്ട്സിന് വേണ്ട കുറച്ച് ബേസിക് സാധനങ്ങളുണ്ട്. അതറിയാമെന്നാണെങ്കിൽ പാർട്ട്ണർഷിപ്പും ഏത് സാധനവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ പാർട്ട്ണർഷിപ്പിൻ്റെ ഫസ്റ്റത്തെ ബേസ് ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ സ്റ്റാർട്ടിങ്ങിൽ എന്താണ് പാർട്ട്ണർഷിപ്പ് എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഉള്ളത് അല്ലേ. എന്താണ് പാർട്ട്ണർഷിപ്പ്, പിന്നെ അതുപോലെ പാർട്ട്ണർഷിപ്പിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി കുറേ കേട്ട കാര്യങ്ങളായിരിക്കും. പിന്നെ പാർട്ട്ണർഷിപ്പ് ക്യാപിറ്റൽ അക്കൗണ്ട്, അങ്ങനെ. അപ്പോൾ അതിലൊക്കെ നിങ്ങളെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ചില കാര്യങ്ങൾ എന്താ പറയുക, എന്ത് ചെയ്യണം, അതായത് അക്കൗണ്ട്സിൻ്റെ ഏറ്റവും ബേസിക് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്നുള്ളതാണ്. ഓക്കെ, ഈ രണ്ട് സാധനത്തിലാണ് അക്കൗണ്ട്സ് മൊത്തം ഡീലാവും. ഓക്കെ, അപ്പം നമുക്ക് ചില സാധനങ്ങൾ ഡെബിറ്റ് ചെയ്യാനും ചിലത് ക്രെഡിറ്റ് ചെയ്യാനും കൃത്യമായിട്ട് അറിയാമെന്നാണെങ്കിൽ അക്കൗണ്ട്സ് ഈസിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചില കേസിൽ വരുന്ന നിങ്ങൾ ഏറ്റവും വലിയ ഡൗട്ട് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അതായത് ചില അക്കൗണ്ട് വരയ്ക്കുന്ന സമയത്ത് ഇപ്പോൾ റിവാലുവേഷൻ, റിയലൈസേഷൻ, അങ്ങനത്തെ അക്കൗണ്ടൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഇത് ഡെബിറ്റ് സെയിൽ ചെയ്യണോ ക്രെഡിറ്റ് സെയിൽ ചെയ്യണോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, കുറച്ച് ഐറ്റംസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി എന്താ പറയുക, അക്കൗണ്ട്സിങ്ങൾ പഠിച്ച കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഏതൊക്കെ? അസറ്റ്, പിന്നെന്താണ് ലയബിലിറ്റീസ്. ഓക്കെ, അതുപോലെ പിന്നെന്താ ഇൻകം ഉണ്ട്. അതേപോലെ തന്നെ എക്സ്പെൻസ് ഉണ്ട്. ഓക്കെ, ഇതിനൊക്കെ പുറമെ പിന്നെ കാണാൻ പറ്റുന്ന മറ്റൊരു റേറ്റാണ് എന്ത്, ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ഇത്ര ഐറ്റംസാണ് ഇവിടെ ഉള്ള അക്കൗണ്ട്സിലുള്ള. ഈ ഐറ്റംസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റും ക്രെഡിറ്റും ചെയ്തിട്ടാണ് അക്കൗണ്ട്സ് മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതൊരു ട്രാൻസാക്ഷൻ, ഏതൊരു ഇവൻറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിലെ ആ ട്രാൻസാക്ഷനിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ ഡെബിറ്റും ഉണ്ടാകും. ഏതൊരു സാധനത്തിന് മിനിമം 2 അക്കൗണ്ട് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഓക്കെ, അതിപ്പോൾ നോർമലി പറയുകയാണെങ്കിൽ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓണർ ബിസിനസ്സിലേക്ക് ഫണ്ട് കൊണ്ടുവന്നു. ഓക്കെ, ഓണർ ബിസിനസ്സിലേക്ക് ഫണ്ട് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ അവിടെ പൊതുവേ കാണിക്കാറെന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാഷ്, അല്ലെങ്കിൽ ക്യാഷ് വന്നതായിട്ടും കാണിക്കണം. അതുപോലെ ഈ ക്യാഷ് വന്ന എന്തിന് പകരമാണ്, ക്യാപിറ്റലിന് പകരമെന്ന രീതിയിൽ കാണിക്കും. ഓക്കെ, അപ്പോൾ അതിലൊന്നിനെ നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റും ചെയ്യും, ഒന്നിനെ ക്രെഡിറ്റും ചെയ്യാനില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ബേസ് ആയിട്ടുള്ള കാര്യമാണ്, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് നിങ്ങൾ പണ്ട് മുതലേ പഠിച്ച കാര്യമാണ്. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഏതൊരു ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്തും അതിൽ എന്തൊക്കെ 2 ഐറ്റംസ് അല്ല 2 കൂടുതലും വരാം. ഓക്കെ, അപ്പം എന്തൊക്കെ മിനിമം 2 ഐറ്റംസ് ഉണ്ട്, അതിൽ ഏത് ഐറ്റമാണ് അത്, അതിന് ഡെബിറ്റാണോ ക്രെഡിറ്റാണോ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മനസ്സിലാക്കാൻ പറ്റണം. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ്, അവിടെ സക്സസ് ആയി. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് ആദ്യം മനസ്സിലാക്കാൻ പറ്റണം. അതായത് ഇപ്പോൾ പാർട്ട്ണർഷിപ്പിലാണ്, ഇപ്പോൾ നമ്മൾ അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല, പാർട്ട്ണർഷിപ്പിൻ്റെ പോയിന്റ് ഓഫ് വെച്ചിട്ട് മാത്രം നോക്കി പോകാൻ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് പാർട്ട്ണർഷിപ്പിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ തന്നെ വേണം, ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, പറയാമെന്നുള്ളതാണ്. ഓക്കെ, ചെറിയ പാർട്ട്ണർഷിപ്പിലാണ് ഏതിനും വേണ്ടുന്നൊരു ചെറിയൊരു ബേസ് പറയാമെന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം എന്താ പറയുക, നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് എല്ലാം അറിയാം, നിങ്ങൾ പ്ലസ് വണ്ണിൽ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് നിങ്ങളെ ട്രേഡിംഗ് അക്കൗണ്ട്, P&L അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അതേപോലെ തന്നെ ഈ പറഞ്ഞ മേലെ പറഞ്ഞ 5 ഐറ്റംസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ഓക്കെ, അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അസറ്റിനെ നോർമലി അസറ്റ് കൂടുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യുന്നു. അസറ്റ് കുറയുന്ന സമയത്ത് ക്രെഡിറ്റ് ചെയ്യും. അതുപോലെ ലയബിലിറ്റീസ് കൂടുന്ന സമയത്ത് ഡെബിറ്റ് ചെയ്യും. അതുപോലെ ലയബിലിറ്റീസ് കുറയുന്ന സമയത്ത് എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും എന്നാണ്. ഓക്കെ, അതുപോലെ പിന്നെ നോക്കുകയാണെങ്കിൽ എന്താ, ഇൻകം കൂടുന്ന സമയത്ത് ക്രെഡിറ്റ് ചെയ്യും. അതേപോലെ തന്നെ കുറയുന്ന സമയത്ത് ഡെബിറ്റ് ചെയ്യും. എക്സ്പെൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ കൂടുമ്പം ഡെബിറ്റും കുറയുമ്പം ക്രെഡിറ്റും. അതേപോലെ തന്നെ ക്യാപിറ്റലിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ കൂടുമ്പം ക്രെഡിറ്റും കുറയുമ്പം ഡെബിറ്റുമാണ്. ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്നല്ല ഞങ്ങൾക്ക് പലർക്കും ചിലപ്പോൾ അറിയാനുള്ള ചാൻസ് ഇല്ല. ഓക്കെ, അതായത് അക്കൗണ്ട്സ്, നിങ്ങൾക്ക് ബാലൻസ് ഷീറ്റ് എവറിത്തിങ് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ ബേസിൽ പോയിന്റ് ഓഫ് വ്യൂ വെച്ചിട്ടാണ് ഇതൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് നോക്കുകയാണെങ്കിൽ ലയബിലിറ്റീസും പൈസയിൽ നിന്നുണ്ടാവും, അസറ്റും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുക, ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ശരിക്കും സിമ്പിളി പറയുകയാണെങ്കിൽ ഒരു ബിസിനസ്, അതായത് ഇതാണ് ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ്, ലയബിലിറ്റീസ് അസറ്റ് എന്ന രീതി. അപ്പം സിമ്പിളി അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ബിസിനസ്സിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ സിമ്പിളി നോക്കുകയാണെങ്കിൽ ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, അതായത് നമ്മൾ കുറച്ച് ഫണ്ട് വരും. ഓക്കെ, ബിസിനസ്സിലേക്ക് ഫണ്ട് കൊണ്ടുവരും. ആ ഫണ്ട് നമ്മൾ എന്ത് ചെയ്യും, പല സോഴ്സും നമുക്ക് എന്ത് കിട്ടും, ബിസിനസ്സിലേക്ക് ഫണ്ട് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യും, പല ആവശ്യത്തിന് വേണ്ടിയിട്ട് ആ ഫണ്ടിനെ നമ്മൾ എന്ത് ചെയ്യും, യൂസ് ചെയ്യും. അതാണ് ബിസിനസ്സിൽ നടക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഈ ഫണ്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് അതായത് ഫണ്ട് ഒന്നിക്ക് എന്ത് ചെയ്യാം, നമ്മൾ ബിസിനസ് ഓണർക്ക് തന്നെ എന്ത് ചെയ്യാം, ഫണ്ട് കൊണ്ടുവരാം. അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാർ, അതായത് ഔട്ട്സൈഡേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും,
നമുക്ക് ആ ഫണ്ട് ഔട്ട് സൈഡിൽ കടം പോലെ എന്ത് ചെയ്യാൻ പറ്റും, ഫണ്ട് വാങ്ങാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ഈ ഫണ്ട് നമ്മൾ എന്ത് ചെയ്യും, യൂസ് ചെയ്യും. ഈ ഫണ്ട് യൂസ് ചെയ്യുമ്പോൾ മീൻസ് നമ്മൾ ആ ബിസിനസ്സിന് വാങ്ങുന്ന കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി, അതായത് കുറച്ച് അസറ്റ് പോലത്തെ സാധനങ്ങൾ, അതായത് ഫർണിച്ചർ, മെഷീൻസ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ആ ഫണ്ടിന് യൂസ് ചെയ്യും. ഓക്കെ, പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ കുറച്ച് ഫണ്ട് എന്തായിട്ട് ചിലപ്പം ബാക്കിയുണ്ടാവും, ക്യാഷ് ആയിട്ടോ ബാങ്ക് ആയിട്ടൊക്കെ ബാക്കിയുണ്ടാവും. ഓക്കെ, പിന്നെ നമ്മൾ ബിസിനസ് ഇപ്പം നാല് ട്രേഡിങ്, അതായത് നമ്മൾ സാധനം വാങ്ങാൻ വിൽക്കുക എന്നുള്ളൊരു ബിസിനസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, ആ വാങ്ങുന്ന സാധനം നമ്മൾ ഗുഡ്സ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ എന്താ സ്റ്റോക്ക് എന്നൊക്കെ വിളിക്കും അല്ലേ. ഈ സാധനം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഫണ്ട് എന്തിനു യൂസ് ചെയ്യുന്നു, ഈ സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇപ്പോൾ ഫണ്ട് വരുന്ന ഇപ്പോൾ നമ്മൾ ഓണർ കൊണ്ടുവരാം, അതേപോലെ തന്നെ ഔട്ട്സൈഡേഴ്സിൽ നിന്ന് കടം പോലെയൊക്കെ വാങ്ങാം, പുറത്തുള്ള ആരുടെ അടുത്ത് നിന്ന് എന്ത് ചെയ്യാം, കടമായിട്ട് വാങ്ങാമെന്നൊക്കെ നമ്മൾ പറയണം. ഓക്കെ, അതേപോലെ തന്നെ എന്ത് ചെയ്യാം, നമ്മൾ ഈ വാങ്ങിയ ഗുഡ്സിനെ എന്ത് ചെയ്യും, സെയിൽ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, ഇങ്ങോട്ടേക്ക് ഫണ്ട് വരാം, സെയിൽ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, നമുക്കൊരു ഫണ്ട് കിട്ടും. ഓക്കെ, അങ്ങനെ ഫണ്ട് കിട്ടും. അതെന്താണ് ശരിക്കും പറഞ്ഞാൽ സംഭവിക്കുന്ന, ബിസിനസ്സിൽ പല രീതിയിൽ നമുക്ക് ഫണ്ട് വരുന്നു, ആ ഫണ്ട് പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിലിടയ്ക്ക് ഉണ്ടാകുന്നൊരു സാധനമാണ് എന്ത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ കൊണ്ടുവന്ന ഫണ്ടിനേക്കാളും, അതായത് ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് കിട്ടി, ഫണ്ട് കിട്ടി. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഓണർ എന്ന ഒരു 50,000 രൂപ കൊണ്ടുവന്നു, പുറത്തുനിന്ന് ആളടുത്ത് എന്ത് ചെയ്തു, ഒരു 50,000 രൂപ വാങ്ങി. ഓക്കെ, എന്നിട്ട് അത് പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിച്ചു, ഗുഡ്സൊക്കെ വാങ്ങാൻ വേണ്ടി ഉപയോഗിച്ചു. ഓക്കെ, എന്നിട്ട് അത് വിറ്റിട്ട്, അങ്ങനെ ഗുഡ്സ് വാങ്ങാൻ വേണ്ടി വിറ്റിട്ട് നമുക്ക് വീണ്ടും എന്ത് ചെയ്യുന്നു, ഒരു 50,000 രൂപ വീണ്ടും കിട്ടുന്നു. ഓക്കെ, അങ്ങനെ മൊത്തം 1,50,000 രൂപ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് മൊത്തം ക്യാഷായിട്ട് നമ്മളടുത്ത് വന്നിട്ടുണ്ട്. അത് പല രീതിയിൽ ഉപയോഗിച്ചു. ഓക്കെ, പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. പല രീതിയിൽ ഉപയോഗിച്ചിട്ട്, അതായത് നമ്മൾ കൊണ്ടുവന്നതിനേയും കാട്ടി കൂടുതൽ നമുക്ക് എന്ത് കിട്ടും, അതായത് നമ്മൾ 1,00,000 ആദ്യം 1,00,000 കൊണ്ടുവന്നു, ആ 1,00,000 നമ്മൾ എന്ത് ചെയ്തു, എന്താ പറയുക, 1,00,000 നമ്മൾ പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, ഉപയോഗിച്ചു. എന്നിട്ട് നമുക്കിപ്പോൾ എക്സ്ട്രാ എന്ത് കിട്ടി, ഒരു 50,000 സെയിൽ ചെയ്തിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബിസിനസ്സിൽ കൊണ്ടുവന്ന ഫണ്ടിനേക്കാളും കൂടുതൽ നമ്മൾ എക്സ്ട്രാ ഇങ്ങോട്ടേക്ക് തിരിച്ച് കിട്ടുന്ന സമയത്താണ് നമ്മൾ ശരിക്കും എന്ത് വിളിക്കുക, പ്രോഫിറ്റ് നമ്മൾ വിളിക്കുന്നത് അല്ലേ. നമ്മൾ കൊണ്ടുവന്ന പൈസേനേക്കാളും കൂടുതൽ നമ്മൾ എന്ത് കിട്ടുന്നു, നമുക്ക് തിരിച്ച് ഇങ്ങോട്ടേക്ക് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എന്ത് വിളിക്കുക, അത് പ്രോഫിറ്റാണ്. ആ സിറ്റുവേഷനിൽ നമ്മൾ പൊതുവെ പറയാം. ഓക്കെ, അപ്പം അതൊരു സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റിൽ പറഞ്ഞ കാര്യമാണ് എന്ത്, ഈ ഒരു ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന സാധനമാണ് ശരിക്കും പറഞ്ഞാൽ എന്ത്, ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഫണ്ട് വന്ന സാധനങ്ങൾ. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ നിങ്ങൾ +1 പഠിച്ചൊരു കാര്യമാണ്, ബിസിനസ് എന്ന് പറഞ്ഞാൽ വേറെ തന്നെയാണ്. ഓണർ ആയാലും ബാക്കി എന്തും ആയിക്കോട്ടെ, അതൊക്കെ സെപ്പറേറ്റ് ആണ്. ബിസിനസ് വേറെ, ഓണർ വേറെ. ഓക്കെ, അപ്പം ഓണർ അടക്കം നമുക്ക് എന്താണ്, നമ്മളെ പുറമേ ഉള്ളതാണ്. അപ്പോൾ ശരിക്കും ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊരു ബാധ്യത എന്നുള്ളതാണ് ലയബിലിറ്റീസിൻ്റെ അർത്ഥം. ഓക്കെ, അത് രണ്ട് രീതിയിലുണ്ട്. ഒന്നെന്താ, നമുക്ക് ഓണറോടുള്ള ലയബിലിറ്റി വരാം. അതായത് നമ്മൾ എന്താ, ഓണറും പൈസ കൊണ്ടുവരും. നോർമലി ഏത് ബിസിനസ്സിനും ഫസ്റ്റ് പൈസ കൊണ്ടുവരും ഓണറായിരിക്കും. ഓക്കെ, ഓണർ ബിസിനസ്സിലേക്ക് പൈസ എന്ത് ചെയ്യുന്നു, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അതിൽ പിന്നെ പൈസ കിട്ടുന്ന ആൾക്കാരാണ്, നമ്മൾ പുറത്തുള്ള ആൾക്കാർ നമ്മൾ എന്ത് വാങ്ങും, പൈസ വാങ്ങും. ഓക്കെ, അപ്പോൾ ഓണർ ആയാൽ പോലും അത് ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ശരിക്കും എന്ത് തന്നെയാണ്, ഒരു ലയബിലിറ്റി തന്നെയാണ്. കാരണം അക്കൗണ്ടൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഓണർ വേറെ, ബിസിനസ് വേറെ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതും നമുക്ക് എന്താണ്, ലയബിലിറ്റിയാണ്. പക്ഷേ ഓണർ ഫണ്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു ആ ലയബിലിറ്റിക്ക് സെപ്പറേറ്റ് പേരിട്ടതാണ് എന്ത്, ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ള രീതിയിൽ. ഓക്കെ, ബാക്കി ഔട്ട്സൈഡേഴ്സൊക്കെ കൊടുക്കണേ എന്ത് ചെയ്യും, സെപ്പറേറ്റ്. അത് പല രീതിയിൽ, ഇപ്പോൾ ലോണായിട്ട് വാങ്ങിയതുണ്ടാവാം, അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിന്, അതായത് കടത്തിന് സാധനം വാങ്ങിയിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കുറേ ലയബിലിറ്റീസും കാര്യങ്ങളും നമുക്കുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ബിസിനസ് കൊണ്ടുവന്നിട്ട് ആ ബിസിനസ് അങ്ങനെ പല ലയബിലിറ്റീസ് നമുക്ക് എന്താവും, വന്നിട്ടുണ്ടാവും. ഓക്കെ, ആ ലയബിലിറ്റീസ് ഉപയോഗിച്ചിട്ട് പല അസറ്റുകളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, വാങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ കുറേ പൈസ ഇങ്ങോട്ടേക്ക് പല രീതിയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടാവും. അത് പല രീതിയിൽ നമ്മൾ ഉപയോഗിച്ചിട്ട് പല അസറ്റുകളും വാങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, പല അസറ്റുകളും വാങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, അതിനിടയിൽ നടക്കുന്ന കാര്യമാണ് ഈ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്ന കാര്യമാണ് കുറച്ചെന്ത്, ഈ ഇൻകമും എക്സ്പെൻസും എന്നും പറയുന്നത്. ഓക്കെ, നമ്മൾ ലയബിലിറ്റീസ് അസറ്റിന് പുറമെ അതിൻ്റെ ഇടയിൽ ബിസിനസ് റൺ ചെയ്യുന്ന ആ ഒരു ടൈമിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് എന്ത്, കുറച്ച് ഇൻകംസ് ഉണ്ടാവുക, കുറച്ച് എക്സ്പെൻസ് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പം ഇൻകം എക്സ്പെൻസും, ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ. ഓക്കെ, ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പം അസറ്റ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് ആലോചിക്കുന്ന സമയത്ത് നമുക്കൊരു പോസിറ്റീവ് ഫീലാണ്. അസറ്റ് കൂടുന്ന സമയത്ത് നമുക്ക് എന്തോ നല്ല സംഭവിക്കുന്ന ഒരു രീതിയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യും, ശരിക്കും അതൊരു പോസിറ്റീവ് ഫീലാണ്. ഓക്കെ, ലയബിലിറ്റീസ് കൂടുന്ന സമയത്ത് ശരിക്കും എന്താണ്, നമുക്കൊരു നെഗറ്റീവ് ഫീലാണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും മാത്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ കണക്ട് ചെയ്തിട്ട് ഞാൻ പൊതുവെ പറയാറുണ്ട്, ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ മാത്സിലെ പ്ലസും ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ മാത്സിലെ മൈനസ് ആണെന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്ന അതേ സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാൻ കാര്യമാണ്, ഇൻകം കൂടുക എന്ന് പറയുന്ന സമയത്ത് ശരിക്കും അതൊരു പോസിറ്റീവ് ഫീലാണ്.
ഓക്കെ. എക്സ്പെൻസ് കൂടുക എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, നെഗറ്റീവ് ഫീലാണ്. അപ്പം ഇൻകം കൂടുന്ന സമയത്ത് ശരിക്കും ഡെബിറ്റ് അല്ലേ ചെയ്യേണ്ടി എന്നുള്ളൊരു തോന്നൽ വരാം. ഓക്കെ. പക്ഷേ ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ ഇൻകം എക്സ്പെൻസ്, അതായത് ഒരു ബിസിനസ്, നമ്മൾ ശരിക്കും ബിസിനസ്, നമ്മൾ അക്കൗണ്ടൻസി ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും എന്താവണം, നമ്മൾ ബിസിനസ്സായി മാറണം. അല്ലാണ്ട് നമ്മൾ ഓണറല്ല, നമ്മൾ ബിസിനസ്സാണ് ആവേണ്ടത്. ഓക്കെ. അപ്പോൾ ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഈ ഇൻകംസും ഈ എക്സ്പെൻസൊക്കെ ജനറേറ്റ് ചെയ്യുന്നത് ശരിക്കും ബിസിനസ്സിന് വേണ്ടിയിട്ടല്ല, അത് ഫുള്ളി ജനറേറ്റ് ചെയ്യുന്നത് ഓണർക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ. ആ ബിസിനസ്സിൻ്റെ ഇൻകമും എക്സ്പെൻസിൻ്റെ ഒക്കെ റിസൾട്ടായിട്ട് വരുന്ന ഒരു കാര്യമാണ് എന്ത്, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത്. ഓക്കെ. ഈ രണ്ട് കാര്യം ബിസിനസ്സിന് എടുക്കാനുള്ളതല്ല. പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ആർക്ക് കൊടുക്കണം, ഓണർക്ക് കൊടുക്കണം. അതുപോലെ ലോസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ആർക്ക് കൊടുക്കണം, ഓണർക്ക് കൊടുക്കേണ്ട കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ ജസ്റ്റ് ഞാൻ ക്ലാസ്സുകളൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്, ഇപ്പം നിങ്ങൾ അപ്പുറം ഇരിക്കുന്ന ഒരാൾ ഇൻകം കൂടുന്ന സമയത്ത് നിങ്ങൾക്ക് സന്തോഷമായിരിക്കും സങ്കടമായിരിക്കും എന്നുള്ളത്. ഓക്കെ. അതായത് നിങ്ങളെ തൊട്ടപ്പുറം ഇരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ ക്ലാസ്സിലെ തൊട്ട് ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് അയാൾ ഇൻകം കൂടാണ്, നിങ്ങളെ ഇൻകം അല്ല കൂടുന്നത്, തൊട്ടപ്പുറം ഇരിക്കുന്ന ഒരാൾ ഇൻകമാണ് കൂടുന്നവരും എന്തിനും നിങ്ങൾക്ക് സന്തോഷമില്ല, എന്തിനും നിങ്ങൾക്ക് സങ്കടമാണ്, ഒരു നെഗറ്റീവ് എഫക്റ്റ് വരുന്നത്. അതായത് സ്വന്തം ഇൻകം കൂടുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ഫീൽ ഉള്ളൂ, പോസിറ്റീവ് ഫീൽ ഉള്ളൂ. അതായത് അപ്പുറത്തെ ആൾക്ക് കൊടുക്കേണ്ട ഇൻകം, അപ്പുറത്തെ ആൾ ഇൻകമാണ് കൂടുന്നത്, നിങ്ങൾക്ക് എന്താ, നെഗറ്റീവാണ്. അപ്പോൾ ശരിക്കും സംഭവിക്കുന്നത് ഇൻകം, അതായത് എൻ്റെ തൊട്ടപ്പുറം ഇരിക്കുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് വരുന്ന ഇൻകം, അയാൾക്ക് കൊടുക്കേണ്ട പൈസയാണ് എൻ്റെ കൈമിൽ വരുന്നത്. അതായത് നിങ്ങൾ ബിസിനസ് അക്കൗണ്ടൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ കണക്ട് ചെയ്യാണ്, ഓണർക്ക് കൊടുക്കേണ്ട പൈസയാണ് ശരിക്കും ഇൻകമായിട്ട് നിങ്ങളെ കൈമിൽ വരുന്നത്. അപ്പോൾ ശരിക്കും അതെന്താണ്, ഒരു ലയബിലിറ്റി അവിടെ ഉണ്ടാവുക ചെയ്യുന്നത്. ഓക്കെ. അത് ഇൻകം കൂടിക്കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത്, ആ ഇൻകം കൂടുന്ന സമയത്ത് ആ കിട്ടിയ ഇൻകം ആർക്ക് കൊടുക്കേണ്ടി വരും, ഓണർക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഓണർക്ക് കൊടുക്കുന്ന സമയത്ത് ശരിക്കും ഇൻകം കൂടുന്നത് എന്ത് കൂടുന്ന പോലെയാണ്, ലയബിലിറ്റി കൂടുന്ന പോലെയാണ്. അതുകൊണ്ട് എക്സ്പെൻസ് കൂടുക എന്ന് പറയുന്നത് എന്താ, നിങ്ങൾക്ക് എന്നാലും അവിടെ വരെ സന്തോഷമാണ്. കാരണം എന്താ, നിങ്ങൾ അപ്പുറത്തിരിക്കുന്ന ആൾ എക്സ്പെൻസ് കൂടുന്ന സമയത്ത് നിങ്ങൾക്ക് പോസിറ്റീവ് ഫീൽ, സന്തോഷമായിരിക്കുമല്ലോ വരിക. അപ്പോൾ അതാണ് ശരിക്കും എക്സ്പെൻസ് കൂടുന്ന സമയത്ത് ഓണർക്ക് കൊടുക്കേണ്ട പൈസ കുറയും. അതായത് നിങ്ങൾക്ക് ഈ ബിസിനസ് നടത്തിയിട്ട് എന്താ പറയുക, 10,000 രൂപ എന്ത് വന്നു, ഇൻകം വന്നു. അതിന് നിങ്ങൾക്ക് ചിലവായത് 5,000 രൂപയാണെന്ന് വിചാരിച്ചു, 5,000 രൂപ എക്സ്പെൻസും വന്നെന്ന് വിചാരിച്ചോ. അപ്പോൾ നെറ്റായിട്ട് പ്രോഫിറ്റ് എത്രയേ ഉള്ളൂ, 5,000 ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഓണർക്ക് എത്ര കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, 5,000 കൊടുത്താൽ. അപ്പോൾ ഓണറോടുള്ള ലയബിലിറ്റി എത്രയേ ഉള്ളൂ, 5,000 മാത്രമേ ഉള്ളൂ. അതെന്തുകൊണ്ട് 5,000ലേക്ക് കുറഞ്ഞേ, ഈ 5,000 എന്തായി, എക്സ്പെൻസ് വന്നു. അപ്പോൾ എക്സ്പെൻസ് കൂടുന്ന സമയത്ത് ഓണർക്ക് കൊടുക്കുന്ന പൈസ എന്താവും, കുറയും. അപ്പോൾ എന്താണ്, എക്സ്പെൻസ് കൂടാന്ന് പറയുന്നത് ശരിക്കും എന്ത് കുറയുന്നത് പോലെ, ലയബിലിറ്റി കുറയുന്ന പോലെ. അതുകൊണ്ടാണ് അതിന് എന്ത് ഫീൽ വന്നത്, ഡെബിറ്റ് വന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മനസ്സിലാക്കാൻ പറ്റണം. ഇങ്ങനെയാണ് ഈ ഡെബിറ്റും ക്രെഡിറ്റും ഫോമായിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ എങ്ങനെ പാർട്ണർഷിപ്പിലേക്ക് കണക്ഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർട്ണർഷിപ്പിൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ശരിക്കും തന്നെ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നില്ല. പാർട്ണർഷിപ്പിൽ ശരിക്കും സംഭവിക്കുന്നത്, പാർട്ണർഷിപ്പിൽ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഫസ്റ്റ് ബേസിക് ചാപ്റ്ററിൽ നിങ്ങൾക്ക് വേണ്ടൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റാണ്. അപ്പോൾ ബാലൻസ് ഷീറ്റ് നോക്കുന്ന സമയത്ത് ഇവിടെ എന്തുണ്ടാവും, കുറേ അസറ്റുകൾ ഉണ്ടാവും, പിന്നെ എന്താണ്, കുറേ ലയബിലിറ്റീസും കാര്യങ്ങളും ഇവിടെ ഉണ്ടാവും. ഓക്കെ. അതിൽ ഫസ്റ്റ് നിങ്ങൾ കാണിക്കുന്ന ലയബിലിറ്റിയാണ് എന്ത്, ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ. നിങ്ങൾ ആ ക്യാപിറ്റൽ അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ അവിടെ നിങ്ങൾ നോർമലി +1 നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്നറിയില്ല, +1 നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതായത് ക്യാപിറ്റലിൻ്റെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, നെറ്റ് പ്രോഫിറ്റ് എന്നിട്ട് പ്ലസ് ചെയ്തിട്ടുണ്ടാവും. അതിനിപ്പോൾ ലോസ് ആണെങ്കിൽ നെറ്റ് ലോസ് എന്നിട്ട് നിങ്ങൾ +1 പഠിക്കുന്ന സമയത്ത് ചെയ്തിട്ടുണ്ടാവും. കാരണം ചെയ്യാനുള്ള കാര്യം എന്താ, നിങ്ങൾ P&L, അതായത് ട്രേഡിങ് P&L അക്കൗണ്ടൊക്കെ ഓർമ്മ ഉണ്ടാവില്ലേ. ഓക്കെ. ട്രേഡിങ്ങും P&L അക്കൗണ്ടൊക്കെ ഓർമ്മ ഉണ്ടാകുന്ന ഞാൻ വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ മറന്നു പോയിട്ടുണ്ടെന്നാണ് നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജസ്റ്റ് ചോദിച്ചാൽ മതി. അതായത് ട്രേഡിങ്ങും P&L ചിലപ്പോൾ +1 പഠിച്ച കാര്യമാണ്, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മറന്നു പോയിട്ടൊക്കെ എന്തെങ്കിലും ജസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഈ എടുക്കുന്ന കാര്യത്തിലൊക്കെ. ഇതിൽ ഞാൻ ഒന്നാമത് റെക്കോർഡാണ്, പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ റെസ്പോൺസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പക്ക എന്താ പറയുക, ഞാൻ എൻ്റേതായ ഫ്ലോയിൽ എടുത്ത് പോകുന്നതാണ്. അപ്പം എനിക്ക് റെസ്പോൺസ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എന്ന് എനിക്ക് ശരിക്കും പക്ക തിരിയില്ല. അപ്പം ഈ പറയുന്നതിലൊക്കെ ചിലപ്പോൾ ചില ഇതിൽ ക്ലാരിറ്റി പ്രശ്നമുണ്ട്, ചിലത് മനസ്സിലായിട്ടാണെന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നമ്മളെ ഗ്രൂപ്പിലൊക്കെ അങ്ങനെ എവിടെയൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ചോദിക്കുക, ഇന്ന പോർഷനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് അതൊന്ന് ക്ലിയർ ആക്കി തരുമോ എന്നൊക്കെ ചോദിച്ചാൽ മതി, നമുക്ക് സെറ്റാക്കി തരാം. ഓക്കെ. അപ്പോൾ ട്രേഡിങ് P&L പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ശരിക്കും സംഭവിക്കുന്നത്, നമ്മൾ ഈ 5 ഐറ്റം, അതിൽ ക്യാപിറ്റൽ, ലയബിലിറ്റി, എക്സ്പെൻസ്, ഈ പറയുന്ന 3 ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബാലൻസ് ഷീറ്റിലുള്ള ഐറ്റംസാണ്. ഓക്കെ. പിന്നെ അല്ലാതെ 2 ഐറ്റംസ് മാത്രമേ ഉള്ളൂ, അതൊക്കെ ഇൻകമും എക്സ്പെൻസും എന്ന് പറഞ്ഞ ഈ 2 ഐറ്റംസ്. ഈ 2 ഐറ്റംസ് ശരിക്കും പറഞ്ഞാൽ ഏത് അക്കൗണ്ടിൽ വരും, ട്രേഡിങ്ങും P&L അക്കൗണ്ടിൽ വരും. അതായത് ഈ ഇൻകമൊക്കെ കൂട്ടി അതിന് എന്ത് കുറക്കും, എക്സ്പെൻസൊക്കെ കുറച്ച് നമുക്ക് അവസാനം എന്ത് കിട്ടും, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കിട്ടും. ഓക്കെ. ആ അവസാനം കിട്ടുന്ന പ്രോഫിറ്റിനെ ലോസ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് എന്ന് വിളിക്കുന്നത്. അത് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക, P&L അക്കൗണ്ടിൽ കിട്ടുക അല്ലേ. P&L ട്രേഡിങ് നമുക്ക് എന്താ കിട്ടുക, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുക. അവസാനം P&L നമുക്ക് എന്ത് കിട്ടും,
അതായത് ട്രേഡിങ്ങിൽ ഇതേപോലെ ഡയറക്റ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഓക്കെ അതൊക്കെ വിട്ട്, അതായത് ട്രേഡിങ് നിങ്ങൾക്ക് അവസാനം ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. എന്നിട്ട് ആ ഗ്രോസ് പ്രോഫിറ്റ് എവിടെ എടുത്ത് ചെയ്തും, അതായത് പി എൻ, അതായത് നിങ്ങൾ ആദ്യമൊക്കെ ഇൻകമൊക്കെ എവിടെയാണ് ചെയ്യുക, ഇൻകം കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക, എക്സ്പെൻസ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ അത് തന്നെ ആലോചിച്ചാൽ മതി. പി എൻ എല്ലിൻ്റെ ക്രെഡിറ്റ് സെയിൽ ആരൊക്കെ ചെയ്തും, ഇൻകത്തിനൊക്കെ ചെയ്തും ഓക്കെ, ഡെബിറ്റ് സൈഡിൽ ആരൊക്കെ ചെയ്തും, എക്സ്പെൻസിനൊക്കെ ചെയ്തും. എന്നിട്ട് അവസാനം ഈ ക്രെഡിറ്റ് സൈഡൊക്കെ കൂട്ടും, മറ്റേ അതിൽ എന്ത് ചെയ്യും, ഈ ക്രെഡിറ്റ് സൈഡൊക്കെ കൂട്ടും, ഈ ക്രെഡിറ്റ് സൈഡൊക്കെ എന്ത് ചെയ്യും, കൂട്ടും. എന്നിട്ട് എന്ത് ചെയ്യും, എക്സ്പെൻസ് സൈഡൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കുറക്കും. അവസാനം നമുക്ക് എന്ത് കിട്ടും, ഈ ക്രെഡിറ്റ് സൈഡ് കൂടുതലും, അതായത് ക്രെഡിറ്റ് സൈഡ് കൂടുതലും എക്സ്പെൻസിൻ്റെ സൈഡ്, ഡെബിറ്റ് സൈഡ് കുറവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ പക്ഷേ നമുക്ക് എന്ത് കിട്ടും, പക്ഷേ ഈ സൈഡ് കൂടുതലായിരിക്കും വരിക. ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ സൈഡിൽ മൊത്തം കൂട്ടുന്ന സമയത്ത് 1 lakh ഉണ്ട്, ഈ സൈഡ് മൊത്തം കൂട്ടുന്ന സമയത്ത് 80,000 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തുണ്ടെന്ന് മനസ്സിലായി, 20,000 പ്രോഫിറ്റ് ഉണ്ടെന്ന് മനസ്സിലായി. അത് നമ്മൾ എവിടെയാണ് കാണിക്കുക, ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. എന്തെന്ന് പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് 20,000 കാണിക്കും. എന്നിട്ട് ഈ 20,000 എന്നിട്ട് നമ്മൾ എന്ത് വരയ്ക്കും, ബാലൻസ് ഷീറ്റ് വരയ്ക്കായിരുന്നു. ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ കുറേ ലയബിലിറ്റീസ് ഉണ്ടാവും, ഇവിടെ കുറേ അസറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ലയബിലിറ്റീസ് ഒന്ന് ക്യാപിറ്റലായിരിക്കും, നമ്മൾ ഓണർ കൊണ്ടുവന്ന പൈസ ആയിരിക്കും ക്യാപിറ്റൽ. ഓക്കെ, പിന്നെ മറ്റുള്ള ഔട്ട്സൈഡേഴ്സിൻ്റെ അടുത്ത് വാങ്ങി കുറേ ലയബിലിറ്റീസ് ആവും. അതൊക്കെ യൂസ് ചെയ്തിട്ട് കുറേ എന്തുണ്ടാക്കിയിട്ടുണ്ടാവും, കുറേ അസറ്റ് വാങ്ങിയിട്ടുണ്ടാവും. ഈ വാങ്ങിയതും പിടിച്ചതിനൊക്കെ പുറമെ വന്നൊരു ഡിഫറൻസാണ് എന്ത് എന്ന് പറയുന്നത്, ഈ 20,000 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ 20 നമ്മൾ കൊണ്ടുവന്ന പൈസേനേക്കാൾ കൂടുതൽ കിട്ടി. എത്ര കിട്ടിയിട്ടുണ്ട്, 20,000 ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, കൂടുതൽ കിട്ടിയിട്ടുണ്ട് അല്ലേ. ആ 20,000 എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന നമുക്ക് പൈസ കൊണ്ടുവരുന്ന കിട്ടുന്ന ഏരിയാസ് എന്തൊക്കെയാണ്, ലയബിലിറ്റീസ് ഏരിയ ആണ്. പൈസ നമ്മൾ എത്തിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ലയബിലിറ്റി ഏരിയ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പൈസ എന്തിനൊക്കെ ഉപയോഗിച്ചു എന്ന് വരുന്ന ഏരിയ ആണ് ശരിക്കും പറഞ്ഞാൽ ഏത് ഏരിയ, അസറ്റ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഉപയോഗിച്ച ഏരിയാസ് നിന്ന് കൊണ്ടുവന്ന ഏരിയാസിന് എന്തുണ്ടാവും, ഒരു ഷോർട്ട് ഉണ്ടാവും. അതായത് നമുക്ക് കൂടുതൽ 20,000 റുപ്പീസ് നമ്മൾ കൊണ്ടുവന്നതിനേയും കാട്ടി കൂടുതൽ എന്ത് വന്നിട്ടുണ്ടാവും, നമുക്കിപ്പോൾ 20,000 രൂപ എക്സ്ട്രാ ഉണ്ടാവും. ഓക്കെ, ആ 20,000 ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എന്തെങ്കിലും ഒരു അസറ്റിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ 20,000 ഇപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പോൾ എ സൈഡ് കുറവായിരിക്കും, ലയബിലിറ്റി സൈഡ് കുറവായിരിക്കും. അപ്പോൾ രണ്ട് സൈഡും എന്തുണ്ടാവും, ഡിഫറൻസ് ഉണ്ടാവും. ബാലൻസ് ഷീറ്റ് നിങ്ങൾ അന്നേരം പഠിച്ചിട്ടുണ്ടാകും, ബാലൻസ് ഷീറ്റിന് രണ്ട് സൈഡും ഈക്വൽ ആവണം. അതിന് വേണ്ടിയിട്ടാണ് അത് ആ ഡിഫറൻസ് എങ്ങനെ വന്നതാ, പ്രോഫിറ്റ് കാരണം വന്ന 20,000 പ്രോഫിറ്റ് കാരണം. ആ 20,000 നമ്മൾ ആർക്ക് കൊടുക്കേണ്ട പൈസ, ഓണർക്ക് കൊടുക്കേണ്ട പൈസയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ക്യാപിറ്റലിൻ്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ഓക്കെ, അതാണ് നോർമലി നിങ്ങൾ +1 ചെയ്തൊരു കാര്യം. അതാണ് ക്യാപിറ്റലിൻ്റെ ഒപ്പം എന്ത് ചെയ്തു, ആ 20,000 ആഡ് ചെയ്തു. കാരണം +1 നിങ്ങൾ പഠിക്കുന്നത് അവിടെ പാർട്ട്ണർഷിപ്പ് അല്ല, നോർമലായിട്ടുള്ള അക്കൗണ്ട്സ് ആണ്. നോർമൽ എന്ന് പറഞ്ഞാൽ ഒരാൾ നടത്തുന്ന ബിസിനസ്സിനെ കുറിച്ചാണ് നിങ്ങൾ എവിടെ പഠിച്ചിട്ടുള്ളത്, +1 പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഡയറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യും, ബാലൻസ് ഷീറ്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ക്യാപിറ്റലിനൊപ്പം പ്ലസ് ചെയ്യും. പക്ഷേ ഇങ്ങനെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ 20,000 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, പാർട്ട്ണർഷിപ്പാണ്. ഓക്കെ, അപ്പോൾ പാർട്ട്ണർഷിപ്പിൽ എന്തുണ്ടാവും, ഒന്നിൽ കൂടുതൽ ചിലപ്പോൾ 3 പാർട്ട്ണർ ഉണ്ടാവും, 2 പാർട്ട്ണർ ഉണ്ടാവും, മിനിമം എത്ര ആൾ വേണമെന്നാ, 2 ആൾ വേണം. അപ്പോൾ ഒന്നിൽ കൂടുതൽ എന്തുണ്ട്, പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ പാർട്ട്നേഴ്സ് ഉണ്ടാവുന്ന സമയത്ത് ഓക്കെ, അതെന്ത് ചെയ്യണം, ഒറ്റയടി ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് കൂട്ടാൻ പറ്റില്ല. ഓരോരുത്തർക്കും എന്ത് ചെയ്യണം, വീതിച്ചു കൊടുക്കണം അല്ലേ. എങ്ങനെയാണ് വീതിച്ചു കൊടുക്കണം, എന്നാ വീതിച്ചു, അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കൃത്യമായിട്ട് അറിയായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ വീതിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. പാർട്ട്ണർഷിപ്പിൽ നമ്മൾ ഇതൊക്കെ വിധിച്ച് കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ പിന്നെയുള്ള നമ്മളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, അപ്പം അതാണ് പാർട്ട്ണർഷിപ്പ്. അപ്പോൾ നമ്മൾ പോയിന്റ് ഓഫ് നമുക്ക് അക്കൗണ്ടൻസി നമുക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റും, അതായത് അപ്പം ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യാൻ വേണ്ടി നമുക്ക് അറിയണം. അപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യാൻ അറിയണമെങ്കിൽ നമുക്ക് ആദ്യം അറിയേണ്ട ഒരു കാര്യം എന്താ, അതായത് ഒരു സാധനം നടക്കുമ്പം ഈ 5 നമ്മൾ ഈ പറഞ്ഞ 5 ഏതൊക്കെ ഐറ്റംസ് ആണ് അവിടെ വരുന്നത് എന്നുള്ളത് എന്ത് ചെയ്യണം, നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇപ്പം ലയബിലിറ്റി കൂടുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അസറ്റ് കൂടുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻകം കൂടുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻകം കുറയാണ് ചെയ്യുന്നത്. ആ കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മനസ്സിലാക്കാൻ പറ്റണം. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നല്ല സിമ്പിളാണ്. അത് മനസ്സിലായോ, ഓക്കെ, നമുക്ക് സെറ്റായൊരു കാര്യം ചെയ്യാൻ പറ്റും, ഒരു കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞാൽ അക്കൗണ്ടൻസി അങ്ങനെ പോയിന്റ്, അതായത് നമ്മൾ വെറുതെ എന്താ പറയുക, നമ്മൾ പൊതുവെ പഠിക്കുന്ന ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണ്, ഒരു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇപ്പോൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടൊക്കെ നിങ്ങൾ കേട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെയാണ് വരിക എന്നുള്ളത് അങ്ങനെ തന്നെ അങ്ങ് പഠിച്ചു വെക്കും. ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെയാണ് വരിക, എന്തുകൊണ്ട് ഇത് വരുന്നു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, ആലോചിക്കില്ല. അതാണ് നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ഒറ്റൊരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അക്കൗണ്ടൻസി എന്ന് പറഞ്ഞ സാധനം പിന്നെ ഇടയ്ക്കിടയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ആവശ്യവും വരില്ല. അത് നമ്മൾ അങ്ങനെ ശരിക്കും മനസ്സിലാക്കി നമ്മൾ പഠിക്കുകയാണെങ്കിൽ
ഓക്കെ, അത് പഠിക്കാത്തതിന് പക്ഷെ നമ്മൾ ഈ എക്സാമിൻ്റെ സമയത്തുന്ന സമയത്ത് എന്താ പറയുക, ഇപ്പം ചിലപ്പോൾ ഈ ക്ലാസ് കാണുന്ന സമയത്ത് ഇപ്പോൾ ഫസ്റ്റ് വേർഡ് പറഞ്ഞ പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ചിലപ്പം എന്താ പറയുക അങ്ങനെ ചിലപ്പോൾ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചിലപ്പോൾ ചില ആൾക്കാർക്ക് തോന്നില്ല. കാരണം ഇത്ര ചിലപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ശരിക്കും നിങ്ങൾക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ശരിക്കും ഉദ്ദേശിക്കുന്ന കാര്യം ഇതായിരിക്കും. അതായത് നാളത്തെ എക്സാമിന്, അതായത് വരാൻ പോകുന്ന അക്കൗണ്ടൻസി എക്സാമിന് ഏതൊക്കെ ക്വസ്റ്റ്യൻ വരും, ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതും. ഓക്കെ, അതിപ്പിന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും നല്ലതെന്നുള്ള ഉദ്ദേശമായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത്. ഓക്കെ, പക്ഷേ എങ്കിൽ അത് ഓക്കെ പ്ലസ് ടുവിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇപ്പം നോക്കുകയാണെങ്കിൽ സ്കോർ ചെയ്യാൻ അത് നല്ലതാണ്. പക്ഷേ എങ്കിൽ അങ്ങോട്ടേക്ക് ഇനിയും പോകണ്ടേ, അതായത് ഇവിടെ അവസാനിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യാം, അങ്ങനെ ക്വസ്റ്റ്യൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 22-ന് നടക്കാൻ പോകുന്ന ക്ലാസ്സിൽ അതിലൊക്കെ മെയിൻലി ക്വസ്റ്റ്യൻ ഓറിയൻറ്റഡും കുറച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പോവാം. ഓക്കെ, പക്ഷേ ഈ ഇതിൽ റെക്കോർഡ് ചെയ്തിട്ട് ഇപ്പം ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഈ വീഡിയോസിലൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് കൺസെപ്റ്റിൽ കാര്യങ്ങൾ പറയാം, എന്നിട്ട് അത് റിലേറ്റ് ചെയ്ത് 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ജസ്റ്റ് പറയാം. കൺസെപ്റ്റ്സ് റെഡിയാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആ കൺസെപ്റ്റ് ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനും പിന്നെ ഒരു കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെ പോട്ട് പാർട്ട്ണർഷിപ്പ്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ ഇപ്പം ഞാൻ ഇതിൽ പറയാൻ നിൽക്കുന്നില്ല. അപ്പോൾ ഈ ഫസ്റ്റത്തെ അതായത് ബേസ് ക്യാപിറ്റൽ നിങ്ങൾ നോക്കാൻ പാർട്ട്ണർഷിപ്പ് ഡീഡാണ്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് നോക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുന്ന കുറച്ച് കാര്യമാണ്. ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ കുറേ കാര്യങ്ങളുണ്ട്. അതായത് അവർ തമ്മിൽ എഗ്രിമെൻ്റ് ആണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. അതായത് രണ്ട് പാർട്ട്നേഴ്സ്, രണ്ടിൽ കൂടുതൽ പാർട്ട്നേഴ്സ്, രണ്ടിൽ കൂടുതൽ ആൾക്കാർ വന്നിട്ട് അവർ തമ്മിൽ എന്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീരുമാനിക്കുന്നത്. ആ തീരുമാനങ്ങൾ പറയുന്ന സ്ഥലമാണ് ശരിക്കും പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതിൽ കുറേ കാര്യങ്ങൾ പറയാം, പക്ഷെ നമ്മൾ മെയിൻലി നോക്കുക ഈ കുറച്ച് കാര്യങ്ങളാണ്. ഏതൊക്കെ? ഒന്നാമത്തെ കാര്യം എന്താ? ഓക്കെ, അതായത് റേറ്റ് ഓൺ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഓക്കെ, അതായത് ക്യാപിറ്റലിൻ്റെ മേലെ എത്ര ഇൻട്രസ്റ്റ് കൊടുക്കും എന്നുള്ളത്. ഓക്കെ, പിന്നെ നോക്കുന്നതാണ് ഡ്രോയിങ്സിൻ്റെ മേലെ എത്ര ഇൻട്രസ്റ്റ് കൊടുക്കും. പിന്നെ പാർട്ട്നേഴ്സിന് എന്തെങ്കിലും സാലറിയോ കമ്മീഷനായിട്ടോ ഉണ്ടോ, അല്ലെങ്കിൽ പാർട്ട്ണർ എന്തെങ്കിലും ലോണായിട്ട് തന്നിട്ടുണ്ടോ, എങ്ങനെയാണ് നേരത്തെ ഇപ്പോൾ 20,000 കിട്ടി, ആ 20,000 എങ്ങനെ വീതിച്ചെടുക്കും. ഓക്കെ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് മെയിൻലി നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്നുള്ളൂ. നമ്മൾ ഈ ചാപ്റ്റർ നോക്കുക, അതായത് ബാക്കിയും കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽ പറയണം, പക്ഷെ നമ്മൾ ചാപ്റ്റർ നോക്കി ഈ കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അപ്പോൾ അങ്ങനത്തെ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ആദ്യം ക്യാപിറ്റൽ എന്താണെന്ന് അറിയണ്ടേ. ക്യാപിറ്റൽ എന്താണെന്ന് നമ്മളിപ്പോൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ. ക്യാപിറ്റൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് ഓണർ ബിസിനസ്സിലേക്ക് എന്തെങ്കിലും ഫണ്ട് കൊണ്ടുവന്നതിനാൽ, അല്ലേ, ഓണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഫണ്ടിനെ നമ്മൾ എന്ത് വിളിക്കാം? ക്യാപിറ്റൽ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ സാധാരണ ഇപ്പോൾ ഇന്ന് പ്ലസ് 1 പഠിച്ച ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എന്തില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് ഒരാൾ മാത്രം നടത്തുന്ന ബിസിനസ്സാണ്. അവിടെ അയാൾ സ്പെഷ്യലായിട്ട് ആരെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എന്നാൽ നിങ്ങൾ ആലോചിച്ചു, നിങ്ങളെ ഗ്യാങ്ങിലുള്ള ഒരു 2-3 ആൾക്കാർ, ഓക്കെ, നിങ്ങളെ ഗ്യാങ്ങിൽ 2-3 ആൾക്കാർ കൂടിയിട്ട് എന്ത് ചെയ്യാണ്? ബിസിനസ് തുടങ്ങാൻ. അങ്ങനെ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഞാനും നിങ്ങൾ 2 ആളെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും 2 ആളെന്ന് വിചാരിക്കുന്ന സമയത്ത് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു 1,00,000 രൂപ കൊണ്ടുവരുന്നു. ഓക്കെ, ഇപ്പം നീ കൊണ്ടുവന്നത് ഒരു 2,00,000 രൂപയാണെന്ന് വിചാരിച്ചു. അപ്പം ആലോചിക്കുക, ഞാൻ ഒരു 1,00,000 കൊണ്ടുവന്നിട്ടുള്ളൂ, നീ 2 ലക്ഷം കൊണ്ടുവന്നിട്ട് നിങ്ങളിപ്പോൾ 2 ലക്ഷം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അവിടെ ആലോചിക്കുന്ന സമയത്ത് കൂടുതൽ പൈസ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷേ കൂടുതൽ പൈസ കൊണ്ടുവന്നിട്ടും നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും ബെനിഫിറ്റോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഓക്കെ, അതായത് നിങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേണം. ഓക്കെ, അതായത് നിങ്ങൾ എക്സ്ട്രാ, അതായത് എന്നേക്കാളും കൂടുതലായിട്ട് നിങ്ങൾ 1,00,000 രൂപ കൊണ്ടുവന്നിട്ടുണ്ട്. ആ 1,00,000 രൂപ കൊണ്ടുവന്ന് നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും കിട്ടണ്ടേ. അപ്പോൾ ആ എക്സ്ട്രാ എന്തെങ്കിലും കിട്ടുന്നതിന് നമ്മൾ എന്ത് തീരുമാനിക്കാം? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുക എന്നുള്ളത് തീരുമാനിക്കാം. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ആദ്യം അക്കൗണ്ടൻസി പഠിക്കുന്ന സമയത്ത് ഏതൊരു ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്തും അവിടെ എന്തൊക്കെ ഒന്നിൽ കൂടുതൽ കാര്യം നടക്കുന്നുണ്ട്, അതായത് മിനിമം 2 കാര്യം നടക്കുന്നുണ്ടാവും. ആ 2 കാര്യം ഏതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, പിന്നെ ആ 2 കാര്യത്തിൻ്റെ നാച്ചർ എന്താണെന്ന് മനസ്സിലാക്കണം. നാച്ചർ മീൻസ് ഈ 5 ഐറ്റംസ് പറഞ്ഞില്ലേ, ക്യാപിറ്റൽ, അസറ്റ്, ഇൻകം, ലയബിലിറ്റി, എക്സ്പെൻസ്. ഈ 5 എണ്ണത്തിന് ഏതാണ് ഈ 2 എണ്ണം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം അത് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ് അടുത്ത. ഓക്കെ, അപ്പം ഞാനിപ്പം ഇവിടെ ട്യൂഷൻ എടുക്കുന്ന സമയത്ത്, ഓഫ്ലൈൻ ട്യൂഷൻ എടുക്കുന്ന സമയത്ത് ക്യാപിറ്റലും അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും. ഓക്കെ, ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും. ഓക്കെ, അപ്പോൾ ചില സമയത്ത് ഈ പിയാദൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ഓക്കെ, ഇതൊക്കെ ഞാനിപ്പോൾ എന്താണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ട് പരിചയമുള്ള സാധനങ്ങളാണ്. ഞാൻ ഫസ്റ്റ് ടൈം ഫ്രഷ് ആയിട്ട് എടുക്കുന്ന ഒരാളല്ല. അതാണ് ഞാൻ മുമ്പ് പറയാത്ത ടൈംസൊക്കെ ഇവിടെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇതൊക്കെ ഓൾറെഡി നിങ്ങളെ ക്ലാസ്സിൽ കേട്ട കാര്യങ്ങളാണ്. അപ്പോൾ പിയാദൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കുന്ന സമയത്ത് പലരെയും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിയാദൽ അപ്രോപ്രിയേഷൻ, അതായത്
ക്യാപിറ്റൽ എടുക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എടുക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം മനസ്സിലാക്കുക ക്യാപിറ്റൽ എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ നാച്ചുറൽ എന്താണ്. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നാച്ചുറൽ എന്താണ്. ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് നോക്കുന്നത് കേട്ടോ. ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് എന്ത് ചെയ്യണം, മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ലയബിലിറ്റിയാണ്. അതായത് ക്യാപിറ്റൽ അക്കൗണ്ട് നോക്കുന്ന സമയത്ത് ശരിക്കും ആ അക്കൗണ്ട് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അക്കൗണ്ട് കാണുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി പ്ലസ് വണ്ണിൽ പഠിച്ചതാണ് ഈ ജേർണല്, ലെഡ്ജർ എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ ഓൾറെഡി പഠിച്ചാണ്. ഓക്കെ, ലെഡ്ജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നിനും എന്തുണ്ടാവും, സെപ്പറേറ്റ് ലെഡ്ജേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ സാധനത്തിന് ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാവും, സെപ്പറേറ്റ് ലെഡ്ജർ ഉണ്ടാവും. ഓക്കെ, അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ സാധനത്തിന് എന്തുണ്ടാവും, സെപ്പറേറ്റ് ഒരു ലെഡ്ജർ ഉണ്ടാവും, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പം ഈ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ സാധനം നോക്കുകയാണെങ്കിൽ, ഓക്കെ, ഈ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ സാധനം നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ലെഡ്ജർ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് അവിടെ കാണാൻ പറ്റുക, അതായത് എന്താ കാണാൻ പറ്റുക, അതായത് ഓണർക്ക് കൊടുക്കാനുള്ള പൈസ, അതായത് ഓണർക്ക് നമ്മൾ എന്ത് ചെയ്യാണ്ട് എത്ര പൈസ കൊടുക്കാനുണ്ട് എന്ന് കാണിക്കുന്ന അക്കൗണ്ടാണ് എന്ത്, ക്യാപിറ്റൽ അക്കൗണ്ട്. അത് ശരിക്കും എന്ന് പറഞ്ഞാൽ എന്ത് അക്കൗണ്ടാണ്, ഒരു ലയബിലിറ്റി അക്കൗണ്ടാണ്. ഓക്കെ, ശരിക്കും അതൊരു ലയബിലിറ്റിയാണ്. ആരോടുള്ള ലയബിലിറ്റി, ഓണറോടുള്ള ലയബിലിറ്റി. ഓക്കെ, അത് ഓണർക്ക് നമ്മൾ എത്ര പൈസ കൊടുക്കാനുണ്ട് എന്ന് കാണിക്കുന്ന ഒരു അക്കൗണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഏത് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും എന്ത് അക്കൗണ്ടാണ്. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ വെച്ചിട്ടാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്തൊന്ന് ആലോചിച്ച് നോക്കി എന്താണ്, അതായത് വേണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി ശരിക്കും ഇത് എന്ത് അക്കൗണ്ടാണ്, എന്ത് അക്കൗണ്ടാണെന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങളെ രീതിയിൽ തന്നെ. ശരിക്കും അത് ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ഓണർക്ക് അങ്ങോട്ടേക്ക് കൊടുക്കേണ്ടി വരുന്നൊരു, അതായത് ബിസിനസ്സിന് പൈസ ഉപയോഗിക്കാൻ വേണ്ടി ഓണർ ഇങ്ങോട്ടേക്ക് തരുന്നു, അതാണ് ക്യാപിറ്റൽ. അങ്ങനെ ബിസിനസ് ഇങ്ങോട്ടേക്ക്, അതായത് ഉദാഹരണം പറയാം, നിങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തെന്ന് വിചാരിച്ചു. അപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന സമയത്ത് ബാങ്കിന് ഇങ്ങോട്ടേക്ക് എന്ത് കിട്ടുന്നു, പൈസ കിട്ടുന്നു. അപ്പോൾ ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ്, ബാങ്കിന് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട പൈസ ലയബിലിറ്റിയാണ്. ഓക്കെ, അപ്പം ലോൺ എന്ന് പറഞ്ഞ സാധനം, ഓക്കെ, ലോൺ എടുത്തതിനാൽ ലോൺ എന്ന് പറഞ്ഞ സാധനം ശരിക്കും എന്താണ്, ലയബിലിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ലോൺ എന്ന് പറഞ്ഞൊരു അക്കൗണ്ട്, ഇപ്പോൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ലോൺ എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ടാവും. ഓക്കെ, അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതായത് ബാങ്കിന് തിരിച്ചു കൊടുക്കേണ്ട പൈസ ആണ് ശരിക്കും ഏത് അക്കൗണ്ടിൽ കാണാൻ പറ്റുക, ലോൺ അക്കൗണ്ട്. അതായത് ബാങ്ക് ആർക്ക് എത്ര പൈസ കൊടുക്കാനുണ്ട് അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഏത് അക്കൗണ്ട് നോക്കിയാൽ മതി, ലോൺ അക്കൗണ്ട് നോക്കിയാൽ മതി. അത് ശരിക്കും എന്ത് അക്കൗണ്ടാണ്, ലയബിലിറ്റി അക്കൗണ്ട്. അതായത് എത്ര പൈസ തിരിച്ചു കൊടുക്കാനുണ്ട്, അതായത് എത്ര ബാധ്യത നമുക്കുണ്ട്. ഓക്കെ, പക്ഷേ ഇങ്ങനെ ഈ ലോണിൻ്റെ മേലെ നമുക്ക് ചിലപ്പോൾ എന്ത് കൊടുക്കേണ്ടി വരും, ഇൻട്രസ്റ്റ് ഓൺ ലോൺ കൊടുക്കേണ്ടി വരും. ഈ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറഞ്ഞ സാധനം ശരിക്കും എന്താ പറയുക, ഒരു ബാധ്യതയാണോ, അത് ശരിക്കും പറഞ്ഞാൽ ഒരു ബാധ്യതയാണോ എന്നുള്ളൊരു ചോദ്യം വരും. അതായത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുന്നത് ശരിക്കും എന്തല്ല, ഒരു ബാധ്യതയല്ല. അതായത് നമ്മളൊരു പൈസ യൂസ് ചെയ്യുന്നതിന് നമുക്ക് എക്സ്ട്രാ വരുന്ന ഒരു കോസ്റ്റാണ് എന്ത്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുന്നത്. ഓക്കെ, ആ കോസ്റ്റ്, അപ്പോൾ ആ കോസ്റ്റ് എന്ന് പറഞ്ഞ സാധനം, അതായത് അത് ശരിക്കും നമുക്ക് എന്താണ്, ഒരു എക്സ്പെൻസാണ്. ഓക്കെ, നമുക്ക് എക്സ്ട്രാ വരുന്ന, അതായത് നമുക്കൊരു ഫണ്ട് ഇങ്ങോട്ടേക്ക് കിട്ടുന്നു, ആ പൈസ ഇങ്ങോട്ടേക്ക് കിട്ടുന്നു, ആ പൈസ നമ്മൾ പിന്നീട് തിരിച്ചു കൊടുക്കേണ്ടി വരുന്ന സമയത്താണ് അതെന്തായി മാറുക, ലയബിലിറ്റി ആയിട്ട് മാറുക. ഓക്കെ, അല്ലാണ്ട് നമുക്ക് ഇങ്ങോട്ടേക്കൊന്നും കിട്ടുന്നില്ല, നമുക്ക് അല്ലാണ്ട് എന്ത് ചെയ്യുന്നു, ഒരു അങ്ങോട്ടേക്ക് പൈസ കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. ഓക്കെ, അങ്ങോട്ടേക്ക് പൈസ കൊടുക്കുന്നതിൻ്റെ ഒരു അവസ്ഥ, ഓക്കെ, അങ്ങനെ ഒരു അവസ്ഥ വരുന്ന സമയത്ത് അത് എന്തായി മാറും, എക്സ്പെൻസ് ആയിട്ട് മാറും. അതായത് രണ്ട് രീതിയിൽ നമ്മൾ ആലോചിക്കണമെന്നുണ്ട്. ഓക്കെ, അതായത് നമുക്കൊരു ചിലവ് വരുന്നു, അതായത് നമുക്ക് പൈസ എന്ത് ചെയ്യുന്നു, പൈസ നമ്മളെ നിന്ന് നമുക്കൊരു കോസ്റ്റ് വരുന്നു, അതായത് നമ്മളെ നിന്ന് പൈസ പോകുന്നു, ഒരു കോസ്റ്റ് നമുക്ക് ഇൻകർ ആകുന്നു. ഓക്കെ, ആ പൈസ ഇൻകർ ആകുന്നതുകൊണ്ട് നമുക്ക് രണ്ട് കാര്യം, അതായത് ബെനിഫിറ്റ് കിട്ടും. നമ്മളെപ്പോഴും ചിലവാക്കാം, നമുക്കൊരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് കുറച്ച് ഡീപ്പായിട്ട് ബേസിലേക്ക് പോകുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അതായത് നോക്കാം, അതായത് നമുക്കൊരു നമുക്ക് ഒരു പൈസ നമുക്ക് ചിലവാകുന്നു. അപ്പോൾ പൈസ ചിലവാകുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് പൈസ ചിലവാക്കുക, ഒന്ന് ബെനിഫിറ്റിന്, നമുക്ക് ബെനിഫിറ്റ് വേണ്ടി നമ്മൾ നോർമലി പൈസ ചിലവാക്കുക. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ബെനിഫിറ്റ് നമുക്ക്, അതായത് നമ്മൾ ഈ ചിലവാക്കുന്നതിന് നമുക്കൊരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ശരിക്കും എന്താണ്, എക്സ്പെൻസ് ആണ്. ഇനിയിപ്പോൾ നമ്മളൊരു പൈസ ചിലവാക്കുന്നു, ആ ചിലവാക്കുന്നതിനെ കൊണ്ട് നമുക്ക് ഇപ്പം മാത്രമല്ല ബെനിഫിറ്റ്, ഇനി വരാൻ പോകുന്ന ഭാവിയിലും ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് എന്നാണെങ്കിൽ അതെന്താണ്, അസറ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു ലാപ്ടോപ്പ്, ഇപ്പോൾ ഞാനിത് റെക്കോർഡ് ചെയ്യുന്നൊക്കെ ലാപ്ടോപ്പിലാണ്.
അതൊക്കെ പറയാൻ നമ്മൾ ഈ ഒരു ഫോൺ വാങ്ങി വിചാരിച്ചോ. അപ്പോൾ ഈ ഫോൺ വാങ്ങുന്ന സമയത്ത് അപ്പോൾ ഈ ഫോൺ വാങ്ങിയതിനെ കൊണ്ട് നമുക്ക് എന്തുണ്ട് ബെനിഫിറ്റ് ഉണ്ട്. പക്ഷേ ഇപ്പം മാത്രമല്ല ബെനിഫിറ്റ്, ഇനി വരാൻ പോകുന്ന കുറേ കാലത്തേക്ക് എനിക്ക് എന്തുണ്ട് ഈ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പം അതെന്താണ് അസറ്റാണ്. ഓക്കെ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ചായ കുടിച്ചു, ചായ കുടിച്ച് അവിടെ തീർന്നു. ഓക്കെ, ആ ചായനെ കൊണ്ട് എനിക്ക് ഇനി നാളെയും എന്താ പറയുക ആ ചിലവാക്കിയതിനെ കൊണ്ട് എനിക്ക് നാളെ വീണ്ടും ചായ കിട്ടും. നാളെ വീണ്ടും ചായ കിട്ടണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം, വേറെ പൈസ കൊടുക്കണം. അപ്പോൾ ഒരു സാധനം നമ്മൾ ചിലവാക്കി അതിൻ്റെ ബെനിഫിറ്റ് അപ്പാടനെ അവസാനിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ് എക്സ്പെൻസാണ്. അപ്പോൾ ബെനിഫിറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് ശരിക്കും എക്സ്പെൻസും അസറ്റും തമ്മിൽ തീരുമാനമാവുന്നത്. ശരിക്കും രണ്ടിൻ്റെ നാച്ചുറൽ ഒന്നാണ് ഏകദേശം. അതായത് അസറ്റ് കൂടുമ്പോൾ എക്സ്പെൻസ് കൂടുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യും, രണ്ടും കുറയും നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. അത് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്, നമുക്ക് ബെനിഫിറ്റ് എപ്പം കിട്ടുന്നത്. ഇപ്പം ബെനിഫിറ്റ് തീരുമെന്നാണെങ്കിൽ അതെന്താ എക്സ്പെൻസാണ്. ഇനി ഭാവിയിൽ ബെനിഫിറ്റ് കിട്ടുമെന്നാണെങ്കിൽ അതെന്താണ് അസറ്റാണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ വരുന്ന രണ്ടൊരു ടൈപ്പ് വരുന്ന കാര്യമാണ് എന്താ ലയബിലിറ്റി ഇൻകം എന്ന് പറയുന്നത്. ലയബിലിറ്റി ഇൻകം കൂടുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും, ലയബിലിറ്റി ഇൻകം കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. കാരണം എന്താ, ഇൻകം ശരിക്കും എന്താണ് ലയബിലിറ്റിയാണ്. ഇൻകം കൂടുമ്പോൾ അത് ആർക്ക് കൊടുക്കേണ്ട ലയബിലിറ്റിയാണ്, ഓണർക്ക് കൊടുക്കേണ്ട ലയബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ്, അപ്പം നമുക്കൊരു പൈസ, അതായത് നമുക്ക് എന്ത് വരുന്നു ഒരു ഇൻകം, അതായത് നമുക്കൊരു പൈസ, അതായത് റെസീപ്റ്റ് വരുന്നു. ഓക്കെ, അപ്പോൾ റെസീപ്റ്റ് വരുന്ന സമയത്ത് എല്ലാ റെസീപ്റ്റും നമുക്ക് ഇൻകം അല്ല. ഇപ്പം നമ്മൾ ലോൺ എടുത്ത് അവിടെ നമുക്ക് പൈസ ഇടുന്നുണ്ട്, അത് ഇൻകാണോ അല്ല. അപ്പം റെസീപ്റ്റ് വരുന്ന സമയത്ത് നമ്മളെ ചോദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് എന്താണ് ഫ്യൂച്ചറിലൊരു ഒബ്ലിഗേഷൻ, അതായത് ഒരു പ്രശ്നം ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു പൈസ വന്നു, ഫ്യൂച്ചറിൽ നമുക്കൊരു പ്രശ്നമില്ല. അതായത് ഇപ്പം ഞാനൊരു പണിയെടുത്തു, നമുക്ക് ഞാനിപ്പോൾ ഈ ക്ലാസ് എടുക്കുന്നത്, അപ്പോൾ ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് എനിക്ക് ഫീസ് തരും. അപ്പോൾ ഞാൻ ഈ ക്ലാസ് എടുത്തത് കൊണ്ട് എനിക്ക് ഫീസായിട്ട് പൈസ കിട്ടും. ആ പൈസ ഞാനൊരു പണി എടുത്ത് കൊടുത്തതിന് കിട്ടുന്ന പൈസയാണ്. ഓക്കെ, ആ പൈസ നാളെ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഒരിക്കലും ആ പൈസ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ അതിനുള്ള പണി എടുത്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എനിക്ക് ഫ്യൂച്ചറിൽ എന്തില്ല, ഈ ഫീസ് കിട്ടുന്നതിനെ കൊണ്ട് എനിക്ക് ഫ്യൂച്ചറിൽ ഒരു പ്രശ്നമില്ല. അപ്പം അത് എൻ്റെ എന്താണ് ഇൻകം. ഓക്കെ, അപ്പോൾ ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ, ബിസിനസ്സിനൊരു സാധനം കിട്ടുന്നു, ആ സാധനം കിട്ടുന്നതിനെ കൊണ്ട് ബിസിനസ്സിന് എന്താണ് ഫ്യൂച്ചറിൽ ഒരു പ്രശ്നമില്ല. ഓക്കെ, ബിസിനസ് എന്തെങ്കിലും കാര്യം ചെയ്തതിനെ കൊണ്ട് കിട്ടുന്ന സാധനമാണ് ഇൻകം. ഓക്കെ, അതേ പോയിന്റ് ഓഫ് വ്യൂ ആലോചിച്ചു, ഇതേ ഫീസ്, അതായത് ഈ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് എനിക്കൊരു ഫീസ് ആവും. ഓക്കെ, അഡ്വാൻസ് ആയിട്ടാണ് നേരിച്ചോ. ഓക്കെ, അവിടെ ഈ സെയിം പോയിന്റ് ഓഫ് വ്യൂ തന്നെ ഫീസ് തന്നെയാണ് സംഭവം. പക്ഷേ ഒറ്റ വ്യത്യാസമുള്ളൂ, നേരത്തെ ഞാൻ ക്ലാസ്സൊക്കെ എടുത്ത് കഴിഞ്ഞു, ഞാൻ ചെയ്യേണ്ട വർക്കൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് എന്ത് കിട്ടിയത്, ഫീസ് കിട്ടിയെന്ന് വിചാരിച്ചോ. ഓക്കെ, പക്ഷേങ്കിൽ ഈ ഞാൻ രണ്ടാമെന്ന് പറഞ്ഞ കേസിൽ ഞാൻ ക്ലാസ്സൊക്കെ എടുക്കുന്നതിന് മുമ്പ് അഡ്വാൻസ് ആയിട്ടാണ് എനിക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്, ഫീസ് കിട്ടി. രണ്ടാണ്. കാരണം അഡ്വാൻസ് ആയിട്ട് കിട്ടുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, എനിക്ക് പൈസ വന്നു. ഓക്കെ, പക്ഷെ അവിടെ എന്ത് ചോദ്യമുണ്ട്, എനിക്ക് ഫ്യൂച്ചറിൽ പ്രശ്നം ഉണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. അതിൻ്റെ ഉത്തരം എന്താ, യെസ് ആണ്. കാരണം എന്താ, ആ ഫീസ് കിട്ടിയാലും ഞാൻ ഇനിയും എന്തെടുത്തിട്ടില്ല, ക്ലാസ് എടുത്തില്ല. കാരണം അത് അഡ്വാൻസ് ആണ്. നാളെ ഞാൻ എന്ത് ചെയ്ത് കൊടുക്കണം, ക്ലാസ് എടുത്തു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതെന്തായി മാറും, ലയബിലിറ്റി ആയി മാറും. അതാണ് ആ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. ആ ഡിഫറൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ, അപ്പോൾ നമ്മൾ ഇതൊക്കെ പറയാൻ കാരണം എന്താ, നമ്മൾ ആദ്യത്തെ ബേസ് ആയിട്ടുള്ള ഇൻട്രസ്റ്റും ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇൻട്രസ്റ്റും ക്യാപിറ്റൽ എന്ന് പറഞ്ഞ സാധനം നമുക്ക് എന്താ, നമുക്ക് അങ്ങോട്ടേക്ക് ഒരു പൈസ കൊടുക്കേണ്ടി വന്നു ഇൻട്രസ്റ്റ് ആയിട്ട്. അതായത് നമ്മൾ കൊടുക്കുന്നത് ആയിരിക്കും, ഓണർക്കാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഓണർക്കാണ് സംഭവം കൊടുക്കേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കാരണം അതാ പറഞ്ഞത് രണ്ടാണ്, ഓണർ വേറെ ബിസിനസ് വേറെ. അപ്പോൾ നമ്മൾ ബിസിനസ്സാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓണർക്ക് ഒരു പൈസ കൊടുക്കേണ്ടി വരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊരു ചിലവ് വരുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ ആ പൈസ കൊടുക്കുന്നതിനെ കൊണ്ട് ഇനി എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ, ഇല്ല. കാരണം എന്താ, നിങ്ങൾ ഇത്രയും കാലം, അതായത് ഒരു കൊല്ലം കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഓണർ തന്ന പൈസ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ബിസിനസ്സിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഉപയോഗിച്ചതിനാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്, നിങ്ങൾ എന്ത് കൊടുക്കേണ്ടി വരുന്നത്, ഈ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ലോണിൻ്റെ കേസ് നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷം, അതായത് കഴിഞ്ഞൊരു മാസമല്ല കഴിഞ്ഞൊരു വർഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആ ബാങ്കിൽ നിന്ന് എടുത്ത ലോൺ എമൗണ്ട് നിങ്ങൾ ഉപയോഗിച്ചു. അതിനാണ് നിങ്ങൾ എന്ത് കൊടുക്കുന്നത്, ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ, നിങ്ങൾ ആ ഫണ്ട് ഉപയോഗിച്ചു. അതായത് ഈ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് കൊണ്ട് നാളെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആ പൈസ ഉപയോഗിക്കാൻ പറ്റില്ല. നാളെ ഉപയോഗിക്കുന്നതിൻ്റെ നാളെ വേറെ എന്ത് കൊടുക്കണം, വേറെ ഇൻട്രസ്റ്റ് കൊടുക്കണം. അതായത് നാളാന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ ഈ കൊല്ലം ഉപയോഗിച്ചതിനാണ് ഈ കൊല്ലം അവസാനം നമ്മൾ എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റ് കൊടുക്കുക. അതിന് അടുത്ത കൊല്ലം ഉപയോഗിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത കൊല്ലം അവസാനം വീണ്ടും എന്ത് കൊടുക്കണം, ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് അപ്പോൾ നിങ്ങൾ, അതായത് കാരണം ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ചിലപ്പോൾ ആലോചിക്കുക, ഇൻട്രസ്റ്റ് ഇന്ന് കൊടുത്തതിന് നാളെ നമുക്ക് ആ പൈസ ഉപയോഗിച്ചെടുക്കാം. നാളെ ഉപയോഗിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം, നാളെ നമ്മൾ വേറെ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പം ഈ ഇൻട്രസ്റ്റ് എന്ന സാധനം നമുക്ക് എന്താ, നമ്മൾ അങ്ങോട്ടേക്ക് പൈസ. അപ്പോൾ രണ്ട് സാധനം, പൈസ ചിലവാക്കുന്നുണ്ടെങ്കിൽ ഒന്നിക്ക് അസറ്റ് ആവണം, അല്ല എന്താവണം, നമ്മളെ എക്സ്പെൻസായി മാറണം. അപ്പോൾ ഈ സാധനം നമുക്ക് എന്താ,
ഈ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് കൊണ്ട് നാളെ നമുക്ക് എക്സ്ട്രാ ബെനിഫിറ്റ് ഈ കഴിഞ്ഞ മുമ്പ് നമ്മൾ ഈ പൈസയ്ക്ക് ഉപയോഗിച്ചതിനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഈ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇതെന്താണ്, ഇതൊരു എക്സ്പെൻസാണ്. അപ്പോൾ ഇതേ എക്സ്പെൻസ് നിങ്ങൾക്ക് എന്താവാം, ലയബിലിറ്റി ആയി മാറാം. എങ്ങനെ? ഒരു എക്സ്പെൻസ് ലയബിലിറ്റി ആയി മാറും. അതായത് ഇൻവെസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ സാധനം എക്സ്പെൻസ് തന്നെയാണ്, പക്ഷെ ആ എക്സ്പെൻസ് ലയബിലിറ്റി ആയി മാറും എപ്പോഴാണ്, ഇപ്പോൾ കൊടുക്കേണ്ട എക്സ്പെൻസ് നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല. അപ്പോൾ അതെന്തായി മാറും, ലയബിലിറ്റി ആയി മാറും. അതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സാലറി കൊടുക്കണമെന്ന് വിചാരിച്ചോ. ഓക്കെ, സാലറി എന്ന് പറഞ്ഞ സാധനം എന്താ, ഒരു എക്സ്പെൻസാണ്. നിങ്ങൾ നോർമലി പണ്ടേ പഠിച്ചിരുന്ന എക്സ്പെൻസാണ്. കാരണം എന്താ, ഒരാൾ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, പണി എടുത്തായിരുന്നു. ആ പണി എടുത്തതിനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നതൊക്കെ, സാലറി കൊടുക്കുന്നത്. അപ്പോൾ ആ സാലറി എന്ന് പറഞ്ഞ സാധനം എന്താ, എക്സ്പെൻസാണ്. ഇനിയിപ്പോൾ ഈ മാസം അയാൾ പണി എടുത്തു, ഈ മാസം അവസാനം അയാൾക്ക് സാലറി കൊടുക്കണം, പക്ഷെ നമ്മൾ എന്ത് ചെയ്തില്ല, സാലറി കൊടുക്കാൻ പറ്റിയില്ല. ഓക്കെ, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, പൈസ കൊടുക്കാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ പൈസ കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ എക്സ്പെൻസ് എന്തായിട്ട് മാറും, ലയബിലിറ്റി ആയിട്ട് മാറും. ഓക്കെ, ലയബിലിറ്റി ആയിട്ട് മാറും. എന്നേരം അത് നമ്മൾ എന്ത് വിളിക്കും, എന്നാലും സാലറി എന്നല്ല വിളിക്കുക. ആ ലയബിലിറ്റിക്ക് എന്തുണ്ട്, സെപ്പറേറ്റ് പേരുണ്ട്. അത് നിങ്ങൾ കഴിഞ്ഞ പ്ലസ് വണ്ണിൽ കാണിച്ചിട്ടുണ്ടാവും. നമ്മൾ പൊതുവേ കാണിക്കുക ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്നാണ്. രണ്ടും രണ്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാലറി എന്ന് പറഞ്ഞ അക്കൗണ്ട് നോക്കുന്ന സമയത്ത് ഈ വർഷം എക്സ്പെൻസ് ആയിട്ട് എത്ര പൈസ വന്നിട്ടുണ്ട് നമുക്ക് എവിടെ കാണാൻ പറ്റും, ഈ അക്കൗണ്ട് നോക്കുന്ന സമയത്ത് നമുക്കത് കാണാൻ പറ്റും. ഓക്കെ, ഈ അക്കൗണ്ടിൽ നിന്ന് കാണാൻ പറ്റും. പക്ഷെങ്കിൽ നമുക്ക് ഈ അക്കൗണ്ട് നോക്കിയാൽ ആ മൊത്തം, അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ അക്കൗണ്ട് നോക്കുന്ന സമയത്ത് സാലറി എന്ന് പറഞ്ഞിട്ട് എന്ത് കാണാൻ പറ്റും, ഒരു 1 lakh കാണാൻ പറ്റും എന്ന് വിചാരിച്ചോ. ഓക്കെ, എന്നിട്ട് ഔട്ട്സ്റ്റാൻഡിങ് സാലറി 20,000 കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിച്ചോ. ഓക്കെ, 20,000 ബാക്കിയുണ്ടെന്ന രീതിയിൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, അല്ല ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറഞ്ഞാൽ എന്താ, ലയബിലിറ്റി ആണ്. സാലറി എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്. ഓക്കെ, അപ്പം സാലറി എന്ന് പറഞ്ഞാൽ ലെഡ്ജർ അക്കൗണ്ട് പോയി നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും, മൊത്തം ഈ വർഷം നമുക്ക് എത്ര എക്സ്പെൻസ് ഉണ്ട്, 1 ലക്ഷം എന്ന് പറഞ്ഞ എക്സ്പെൻസ് ഉണ്ട്. അതായത് നമുക്ക് ചിലവായിട്ട് 1 ലക്ഷം വരുന്നുണ്ട്. ഓക്കെ, പക്ഷേങ്കിൽ അതേ സമയത്ത് നിങ്ങൾ ഔട്ട്സ്റ്റാൻഡിങ് സാലറി അക്കൗണ്ട് മറ്റേ സൈഡിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവും, ആ 1 ലക്ഷത്തിൽ നിന്ന് ഇനി എത്ര കൊടുക്കാൻ ബാക്കിയുണ്ട്, 20,000 കൊടുക്കാൻ ബാക്കിയുണ്ട്. അപ്പം അതിനർത്ഥം നമ്മുടെ അടുത്ത് പൈസ എത്രയേ പോയിട്ടുള്ളൂ, 80,000 പോയിട്ടുള്ളൂ. ഇനി 20,000 എന്ത് പോകാനുണ്ട്, പൈസ പോകാനുണ്ട് എന്നാണ് അതിനർത്ഥം. ഓക്കെ, അപ്പോൾ എന്താണ്, എക്സ്പെൻസ് അക്കൗണ്ട് വേറെ തന്നെയാണ്, എന്താ പറയുക ലയബിലിറ്റിയും എല്ലാം വേറെ തന്നെയാണ്. ഒരു എക്സ്പെൻസ് ലയബിലിറ്റി ആയി മാറും എപ്പോൾ എക്സ്പെൻസ് കൊടുത്തിട്ടില്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതെന്തിനും ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഒരു എക്സ്പെൻസാണ്. ആ എക്സ്പെൻസ് ലയബിലിറ്റി ആയിട്ട് മാറും എപ്പോൾ, ഈ എക്സ്പെൻസ് അതായത് ആർക്ക് കൊടുക്കേണ്ട പൈസ, ഓണർക്ക് കൊടുക്കേണ്ട പൈസ. അപ്പോൾ ഈ ഓണർക്ക് കൊടുക്കേണ്ട പൈസ എന്ന് പറയുന്ന സാധനം നമ്മൾ പൊതുവെ എന്ത് ചെയ്യും, ഇപ്പോൾ അതായത് സംഭവം എക്കോണമിക്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഇതൊക്കെ വേറെ ആണെങ്കിലും ഈ പൈസ കൊടുക്കേണ്ടൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആൾക്കാർ ആര് തന്നെയാണ്, ഈ ഓണേഴ്സായ നമ്മൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളെന്ത് വിചാരിക്കും, ഓക്കെ നമുക്ക് കിട്ടേണ്ട പൈസ നമ്മളിപ്പോൾ എന്ത് ചെയ്യണം, അത് ഓക്കെ നമുക്ക് ആവശ്യം വരുമ്പോൾ എടുക്കാം. ഇപ്പം നമുക്ക് ബാക്കി കുറേ പൈസ ആവശ്യം, വേറെ പല കാര്യങ്ങൾക്ക് പൈസ ആവശ്യമുണ്ടാവും. ഓക്കെ, അപ്പോൾ വെറുതെ നമ്മൾ തന്നെ എടുത്ത് പോയിട്ട് പൈസ യൂസ് ചെയ്ത് തീർക്കണ്ടല്ലോ, നമുക്ക് ബിസിനസ്സിന് ഇനിയും വലുതാക്കണം എന്നുള്ള രീതിയിൽ ഓണർ എന്ത് ചെയ്യില്ല, ഓണർക്ക് ഇപ്പോൾ 1 ലക്ഷം എന്ന് പറഞ്ഞ ക്യാപിറ്റൽ, അതായത് 1 ലക്ഷത്തിൻ്റെ മേലെ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടാനുണ്ടെന്ന് വിചാരിച്ചു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇപ്പോൾ 10,000 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടാനുണ്ടെന്ന് വിചാരിച്ചോ. നമുക്കൊരു എക്സാമ്പിളായിട്ട് എടുത്തോ. അപ്പോൾ 10,000 ആർക്ക്, ശരിക്കും പറഞ്ഞാൽ 10,000 ആർക്ക് എടുക്കാം, ആ ഓണർക്ക് എടുത്തിട്ട് പോവാം. ഓക്കെ, പക്ഷെ ഓണർ എന്ത് ചെയ്യില്ല, അത് എടുക്കില്ല. പക്ഷേ ഓണർ എടുക്കുകയെന്ന് വെച്ചാൽ ഓണർ അത് ഒഴിവായി കളയില്ല. അപ്പോൾ എന്താണ് ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപ്, ഇപ്പോൾ ഈ സാലറി ലയബിലിറ്റി ആയി മാറിയിട്ട് അത് എന്തിലേക്ക് പോയി, ഔട്ട്സ്റ്റാൻഡിങ് സാലറിയിലേക്ക് പോയതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഈ ഒരു എക്സ്പെൻസ്, ഓക്കെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സ്പെൻസ് ഇപ്പോൾ കൊടുക്കുന്നില്ല മീൻസ് ഓണർ ഇപ്പോൾ അത് എടുത്തിട്ട് പോകുന്നില്ല. അതന്നെയാണ് ശരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ അത് ബിസിനസ്, പക്ഷെ അങ്ങനെയാണ് നമ്മളെ അക്കൗണ്ടൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ രണ്ടായതുകൊണ്ട് ഇതിപ്പോൾ ഉപയോഗിക്കാത്തതുകൊണ്ട് എന്തായി മാറും, ലയബിലിറ്റി ആയി മാറും. ഓക്കെ, ഇത് ആർക്ക് കൊടുക്കേണ്ട ലയബിലിറ്റിയാണ്. നേരത്തെ സാലറി ലയബിലിറ്റി ആവുന്നതുകൊണ്ട് ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറഞ്ഞ ലയബിലിറ്റി അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കി. ഓക്കെ, പക്ഷേ ഇത് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ആർക്ക് കൊടുക്കേണ്ട ലയബിലിറ്റിയാണ്, ഓണർ കൊടുക്കേണ്ട ലയബിലിറ്റി. അപ്പം പുതിയൊരു അക്കൗണ്ട് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓണർ കൊടുക്കേണ്ട ലയബിലിറ്റി ഒക്കെ നമ്മൾ ഏതിലാണ് കാണിക്കാം, ക്യാപിറ്റലിൽ കാണിക്കും. അപ്പം മുമ്പ് ഓൾറെഡി ക്യാപിറ്റലിൽ എത്ര ഉണ്ടായിരുന്നു, 1 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉണ്ടായിരുന്നു. ഓക്കെ, അത് 1 ലക്ഷം ഓൾറെഡി ഇങ്ങോട്ട് തന്നിട്ട് 1 ലക്ഷം നമ്മൾ ഓണർ കൊടുക്കാനുണ്ട് എന്നിട്ട് ഉണ്ടായിരുന്നു ഓൾറെഡി. അതിൻ്റെ മേലെയാണ് ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് കൊടുക്കുകയെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇനി ഓണർക്ക് ഇൻട്രസ്റ്റ് എത്ര കിട്ടുന്നുണ്ട്, 10,000 രൂപ കിട്ടുന്നുണ്ട്. അങ്ങനെ മൊത്തം ഓണർക്ക് ഇനി എത്ര കൊടുക്കണം നമ്മൾ, 1,50,000
10,000 രൂപ എന്ത് ചെയ്യണം, ഓണർക്ക് കൊടുക്കണം. അതാണ് സംഭവിക്കുന്നത്. അപ്പം ഇനി നമ്മൾ ഓണർക്ക് ഇനി എത്ര കൊടുക്കാനുണ്ട്, 1,10,000 രൂപ കൊടുക്കാനുണ്ട്. അപ്പം അതാദ്യം നമുക്ക് മനസ്സിലാക്കാം. ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുന്ന സമയത്ത് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ അക്കൗണ്ട് എന്താ, ഒരു ലയബിലിറ്റി അക്കൗണ്ട്. അതായത് ഓണർക്ക് ഇനി എത്ര പൈസ കൊടുക്കാനുണ്ട് അത് കാണിക്കുന്ന അക്കൗണ്ടാണ് എന്ത്, ക്യാപിറ്റൽ. ഇപ്പം നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഓണർക്ക് എത്ര പൈസ കൊടുക്കാനുണ്ട്, 1,10,000 രൂപ നമ്മൾ എന്ത് ചെയ്യാനുണ്ട്, 1,10,000 രൂപ നമ്മൾ എന്ത് ചെയ്യാനുണ്ട്, ഓണർക്ക് കൊടുക്കാനുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ അതേപോലെ നോക്കുകയാണെങ്കിൽ ഓണർ ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ വരുന്ന മറ്റൊരു എക്സ്പെൻസ് ആണ് എന്ത്, ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അത് എത്രയുണ്ട്, 10,000 രൂപ ഉണ്ട്. ഓക്കെ, അപ്പം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ 10,000 രൂപ എന്ത് വരുന്നുണ്ട്, ഒരു എക്സ്പെൻസ് വരുന്നുണ്ട്. അത് കൊടുക്കേണ്ട ആളാരാ, ഓണറാണ്. അത് എന്ത് ചെയ്യണം, ഓണർക്ക് കൊടുക്കേണ്ട രീതിയിൽ ലയബിലിറ്റി ആയി പിന്നീട് കൊടുക്കുന്ന രീതിയിൽ എന്താക്കും, ലയബിലിറ്റി ആക്കാം. ഓക്കെ, അതാണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, ഇനി ഇതേപോലെ വരുന്ന മറ്റൊരു കാര്യമാണ് എന്ത്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് അല്ലേ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഓണർ ബിസിനസ്സിലേക്ക് പൈസ കൊണ്ടുവരുന്നതൊക്കെ നമ്മൾ എവിടെ കാണിക്കും, ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കും അല്ലേ. ഓണർ ബിസിനസ്സിലേക്ക് പൈസ കൊണ്ടുവരുന്നത് അതെന്താണ്, ക്യാപിറ്റലാണ്. ഓക്കെ, ഇനി എന്താ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഓണർ ബിസിനസ്സിൽ നിന്ന് എന്ത് ചെയ്യുക, പൈസ കൊണ്ടുപോവുക. ഓക്കെ, അതായത് ഇപ്പം ഒന്നിൽ കൂടുതൽ പാർട്ട്നേഴ്സ് ഉണ്ട്, ഒന്നിൽ കൂടുതൽ ആൾക്കാർ എവിടെ ഉണ്ട്, ബിസിനസ്സിലേക്ക് ഉണ്ട്, ഒന്നിൽ കൂടുതൽ ആൾക്കാർ എവിടെ ഉണ്ട്, ബിസിനസ്സിലുണ്ട്. ഓക്കെ, അപ്പോൾ ബിസിനസ്സിൽ എന്ത് കിട്ടി, ലാഭം കിട്ടി, ലാഭമോ നഷ്ടമോ വാർത്തകൾ എന്ത്, ബിസിനസ് കുറേ പൈസയൊക്കെ വന്നിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങളിപ്പോൾ 1-2 ആൾക്കാർ കൂടി ബിസിനസ്സൊക്കെ നടത്തി, ഓക്കെ, പൈസയൊക്കെ സെറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു പാർട്ട്ണർ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പൈസ എടുത്തുകൊണ്ട് പോകണം. ഓക്കെ, ചിലപ്പോൾ അയാളെ പേഴ്സണൽ ആവശ്യത്തിന് അങ്ങനെയൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കഷ്ടപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യും, ബിസിനസ് ഇപ്പോൾ ഞാനും നീയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്, നിങ്ങളിപ്പോൾ കഷ്ടപ്പെട്ട് ഈ ബിസിനസ് സെറ്റാക്കി ഒന്ന് വലുതാക്കണം എന്ന് വിചാരിച്ചിട്ട് നിങ്ങളിപ്പോൾ ചിലവൊക്കെ ചുരുക്കി പൈസ ഒന്നും കൊണ്ടുപോകാതെ ഫുൾ സെറ്റാക്കി ഇങ്ങനെ മറ്റേ പിശുക്കി പോക്കാന്ന് വിചാരിച്ചോ. അങ്ങനെയൊക്കെ ഒരു സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പൈസ എടുത്തുകൊണ്ടപ്പോൾ. ഓക്കെ, ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൈസ എടുത്ത് കൊണ്ടുപോകുന്ന പരിപാടിക്കാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡ്രോയിങ്സ് എന്ന് വിളിക്കുക. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ എന്ത് ചെയ്യുന്നു, ഇടയ്ക്കിടയ്ക്ക് പൈസ കൊണ്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ തീരുമാനിക്കുന്നത്, ഓക്കെ, അതായത് ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഇത് കൺട്രോൾ ചെയ്യണം. ഓക്കെ, അതായത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൈസ കൊണ്ടുപോകാൻ പാടില്ല. ഓക്കെ, പൈസ അതായത് ഒന്നുമില്ല എന്നാണെങ്കിൽ, ഓക്കെ, തോന്നിയ പോലെ പൈസ കൊണ്ടുപോകാന്നാണെങ്കിൽ എന്ത് ചെയ്യും, ചിലപ്പോൾ ഞാൻ എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ബിസിനസ്സിന് ഇങ്ങനെ പൈസ എടുത്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പം പൈസ ഇങ്ങനെ, അതായത് സംഭവിക്കുന്നത് എന്താ, അപ്പോൾ ബിസിനസ്സിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൽ ഇപ്പോൾ 1 ലക്ഷം എന്നാൽ 2 ലക്ഷം അങ്ങനെയൊക്കെ പൈസ ക്യാഷ് ഉണ്ട് എന്ന് വിചാരിച്ചോ. ആ ക്യാഷ് എന്ത് ചെയ്യുന്നു, ആ ക്യാഷ് നിങ്ങളിങ്ങനെ എന്ത് ചെയ്യുന്നു, ആ ക്യാഷ് ഉപയോഗിക്കാതെ ഇങ്ങനെ പിശുക്കി ഇങ്ങനെ വെച്ച് ആ ക്യാഷിനെ ഇങ്ങനെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബിസിനസ്സിനെ വലുതാക്കണമെന്ന് വിചാരിക്കാം. ആണ് എന്ത് ചെയ്യുന്നത്, നൈസായിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ആഴ്ചക്ക് വന്നിട്ട് അതിലൊരു 10,000 5,000 ഇങ്ങനെ എടുത്ത് കൊണ്ടുപോകാം. അപ്പോൾ നിങ്ങൾക്ക് എന്താ സംഭവിക്കും, ബിസിനസ്സിന് പൈസ ആവശ്യം വരുന്ന സമയത്ത് പൈസ ഉണ്ടാവില്ല. കാരണം ഞാനിങ്ങനെ കുറേ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് എന്താവില്ല, നിങ്ങൾക്ക് സെറ്റ് ആവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേലെ, അതായത് ഈ ഡ്രോയിങ്സിൻ്റെ മേലെ എന്ത് ചെയ്യാൻ തീരുമാനിക്കുക, ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാൻ തീരുമാനിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ലയബിലിറ്റിയാണ്. അതായത് ഓണർക്ക് നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കേണ്ട പൈസയാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ സാധനം എന്താ, ഒരു എക്സ്പെൻസ് ആണ്. അതായത് ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ അതൊരു എക്സ്പെൻസ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അത് ഓണർക്ക് കൊടുക്കേണ്ട പൈസയാണ്. അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന എക്സ്പെൻസ്, പക്ഷേ ആ എക്സ്പെൻസിൻ്റെ പൈസ ആർക്കാണ് കൊടുക്കേണ്ടത്, ഓണർക്കാണ് കൊടുക്കുന്നത്. അതിപ്പോൾ നമ്മൾ കൊടുക്കൂല, പിന്നീട് ഓണർക്ക് ആവശ്യം വരുന്നത്, അതായത് നമ്മൾ തന്നെയാണല്ലോ എല്ലാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ നമ്മൾ എടുക്കാത്തതുകൊണ്ട് അത് എന്ത് ചെയ്യും, ആ എക്സ്പെൻസ് ക്യാപിറ്റലിലേക്ക് എന്തായി മാറും, ലയബിലിറ്റി ആയിട്ട് മാറും. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അതേപോലെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ സാധനത്തിനെയും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ സാധനത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ക്ലാസിഫൈ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ സാധനം എന്താ, ഓണർ ബിസിനസ്സിന് കൊണ്ടുപോകുന്ന പൈസയാണ്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നേരത്തെ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നേരത്തെ 1 ലക്ഷം ഉണ്ടായിരുന്നു, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എല്ലാം കൂടി 1,10,000 ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, അത് എൻ്റെ പൈസയാണെന്ന് വിചാരിച്ചു. ഓക്കെ, നമ്മളാണല്ലോ പാർട്ട്നേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 1,10,000 എനിക്കിപ്പം ബിസിനസ് തരാനുണ്ട്. 1,10,000 ബിസിനസ് ആർക്ക് തരാനുണ്ട്, എനിക്ക് 1,10,000 രൂപ തരാനുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കൊല്ലം നൈസായിട്ട് ഇടയ്ക്ക് ഒരു 5,000, പിന്നെ ഇടയ്ക്ക് ഒരു 10,000, അങ്ങനെ മൊത്തം 15,000 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്, ബിസിനസ്സിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ, ഒരു 15,000 രൂപ ബിസിനസ്സിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം ഇനി ബിസിനസ് എനിക്ക് 1,10,000 രൂപ
10 രൂപ ഇല്ലല്ലോ, എനിക്ക് ബിസിനസ് എത്തില്ല. ആ 1,10,000 നിന്ന് 15,000 രൂപ എന്ത് ചെയ്യും, കുറക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനി എത്രയേ ഉള്ളൂ, ബാക്കി 95,000 മാത്രമേ എന്ത് ചെയ്യുള്ളൂ. ആ 95,000 മാത്രമേ എന്ത് ചെയ്യുള്ളൂ ബിസിനസ്സിന് എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും, തരേണ്ടി വരുള്ളൂ. അപ്പോൾ 15,000 എന്ത് ചെയ്യും, എൻ്റെ അടുത്ത് നിന്ന് കുറക്കും. അപ്പോൾ ശരിക്കും സംഭവിക്കുന്നത് എന്താ, എൻ്റെ ലാബിലിറ്റി, അതായത് എനിക്ക് തരേണ്ട ലാബിലിറ്റി എന്താവുന്നത്, ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ബിസിനസ് എനിക്ക് തരേണ്ട പൈസ എന്താവുന്നുണ്ട്, അവിടെ കുറയുന്നുണ്ട്. അപ്പോൾ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ സാധനം ശരിക്കും എന്താ, അതായത് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഓണർക്ക് കൊടുക്കുന്ന ലാബിലിറ്റി. ആ ഓണർക്ക് കൊടുക്കുന്ന ലാബിലിറ്റിന്ന് എന്ത് ചെയ്യും, ഡ്രോയിങ്സ് ശരിക്കും കുറക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ലാബിലിറ്റി, ഓണറോടുള്ള ലാബിലിറ്റി കുറയുന്ന ഒരു സംഭവമാണ് എന്ത്, ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലാബിലിറ്റി കുറക്കുന്ന സാധനം, അതുകൊണ്ടാണ് ഡ്രോയിങ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെബിറ്റ് ചെയ്യുന്നത്. അതായത് ഡ്രോയിങ്സ് വരുന്ന സമയത്ത് ലാബിലിറ്റി എന്താവുന്നുണ്ട്, കുറയുന്നുണ്ട്. അതുകൊണ്ട് ഡ്രോയിങ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യുന്നു. അതേപോലെ നിങ്ങൾക്ക് ഇനി മനസ്സിലാക്കേണ്ട കാര്യം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന് എന്ത് മനസ്സിലാക്കാൻ പറ്റണം, അതിൻ്റെ നാച്ചർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മനസ്സിലാക്കാൻ പറ്റണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, അതായത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പറഞ്ഞാൽ ശരിക്കും സംഭവം എന്താ, ഓണർ നമ്മൾ ബിസിനസ്സിൽ നിന്ന് പൈസ കൊണ്ടുപോകുന്നു. ആ പൈസ കൊണ്ടുപോകുന്നതിന് മേലെ നമ്മൾ എന്ത് ചെയ്യും, അതായത് നേരത്തെ നമ്മൾ ബാങ്കുകാർ എന്ത് ചെയ്യുന്നു, ബാങ്കുകാർ നമുക്ക് പൈസ തരുന്നതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ബാങ്കുകാർക്ക് പലിശ ഇൻട്രസ്റ്റ് അങ്ങോട്ടേക്ക് കൊടുക്കുന്നു. അത് ബാങ്കിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആലോചിച്ച് നോക്കുക. ബാങ്ക് അങ്ങോട്ടേക്ക് പൈസ കൊടുത്തതിന് ബാങ്ക് എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ടേക്ക് എക്സ്ട്രാ ഒരു ചാർജ് വാങ്ങുന്നു. അത് തന്നെയല്ലേ ഇവിടെ സംഭവിക്കുന്നത്. അതായത് നമ്മൾ ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആലോചിക്കുകയാണെങ്കിൽ ബിസിനസ് എന്ത് ചെയ്യുന്നു, ഓണർക്ക് പൈസ കൊടുക്കുന്നു, ഒരു കടം പോലെ പൈസ കൊടുക്കുന്നു. ഓക്കെ, ആ കൊടുത്ത പൈസേൻ്റെ മേലെ ബിസിനസ് ഇങ്ങോട്ടേക്ക് എന്ത് വാങ്ങുന്നുണ്ട്, ഒരു ഇൻട്രസ്റ്റ് വാങ്ങുന്നുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് വാങ്ങുക, അപ്പോൾ ഇങ്ങോട്ടേക്ക് എന്ത് വരുന്നു, ഒരു റെസീപ്റ്റ് വരുന്നു. ഓക്കെ, ഇങ്ങോട്ടേക്ക് എന്ത് കിട്ടുന്നു, ഒരു റെസീപ്റ്റ് കിട്ടുന്നു. അതാണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത്, ഇങ്ങോട്ടേക്ക് ഒരു റെസീപ്റ്റ് കിട്ടുന്നു. ഓക്കെ, ആ റെസീപ്റ്റ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ റെസീപ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് 2 ചോദ്യം മുന്നിലുള്ളത്. ഒന്നെന്താണ്, ആ റെസീപ്റ്റ് കാരണം നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഭാവിയിലൊരു ഫ്യൂച്ചർ ബെനിഫിറ്റ്, അതായത് ഒബ്ലിഗേഷൻ ഉണ്ട്, ബാധ്യത ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇല്ല, കാരണം നമുക്ക് ഇതിനെക്കൊണ്ട് എന്തെങ്കിലും ബാധ്യത ഉണ്ടാകുന്നുണ്ടോ, കാരണം എന്താ, ഇത് നമ്മൾ ഓണർ അങ്ങോട്ടേക്ക് പൈസ കൊണ്ടുപോയതിന് ഓണർ നമ്മൾ ഇങ്ങോട്ടേക്ക് എന്ത് വാങ്ങുന്നു, എക്സ്ട്രാ ഒരു പൈസ ഇങ്ങോട്ടേക്ക് ചാർജ് വാങ്ങുന്നു, ചാർജ് കളക്ട് ചെയ്യുന്ന പോലെയാണ്. അത് ബിസിനസ്സിന് സ്വന്തമായിട്ട് എടുക്കുന്നത്. ആ ചാർജ് വാങ്ങിയതിന് ബിസിനസ്സിന് എന്താ പറയുക, പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഇതിന് എന്തില്ല, ഫ്യൂച്ചറിൽ ഒരു ഒബ്ലിഗേഷനോ കാര്യങ്ങളോ ഇല്ല. ഓക്കെ, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്, നോ ആണ്. ഫ്യൂച്ചറിൽ ഒബ്ലിഗേഷൻ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം എന്താ, നോ ആണ്. അതുകൊണ്ട് ഇതെന്താണ് ശരിക്കും, ഒരു ഇങ്കാണ്. ഓക്കെ, അപ്പം ഡ്രോയിങ്സ് എന്ന് പറയുന്നത് എന്താണ്, ലയബിലിറ്റി കുറയുന്ന ഒരു കാര്യമാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ്, ഒരു ഇങ്കാണ്. ഓക്കെ, അപ്പം അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ക്ലാസിഫിക്കേഷൻ പറ്റണം. ഓക്കെ, ഇതേ ഇൻകം, ഓക്കെ, അതായത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഓക്കെ, ഇതേ ഇൻകം നേരത്തെ നമ്മൾ പറഞ്ഞു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്തായി മാറും, ലയബിലിറ്റി ആയി മാറും. ഓക്കെ, ഇതേ സാധനം നേരത്തെ ലയബിലിറ്റി കൂട്ടാണ് ചെയ്തത് അല്ലേ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ സാധനം എന്താ, ലയബിലിറ്റി കൂട്ടാണ് ചെയ്തത്. ഇതേ സാധനം ലയബിലിറ്റി എന്ത് ചെയ്യും, കുറക്കും. കാരണം ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ, നേരത്തെ ഇപ്പോൾ എൻ്റെ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ തമ്മിൽ തുടങ്ങിയ ബിസിനസ് പാർട്ണർഷിപ്പിൽ 1,10,000 രൂപ എന്തുണ്ട്, എനിക്ക് ക്യാപിറ്റൽ ഉണ്ടായിരുന്നു. അതായത് ഞാൻ ഡ്രോയിങ്സ് ആയിട്ട് എത്ര കൊണ്ടുപോയി, അതായത് 15,000 രൂപ ഡ്രോയിങ്സ് ആയിട്ട് മൊത്തം കൊണ്ടുപോയി. ഇനി ബിസിനസ് എനിക്ക് എത്രയേ തരാനുള്ളൂ, 95,000 അല്ലേ ബിസിനസ് എനിക്ക് തരാനുള്ളൂ. വീണ്ടും ആലോചിച്ച് നോക്കുക, അതായത് ഈ 15,000 കൊണ്ടുപോയതിന് അതായത് നിങ്ങൾ എൻ്റെ അടുത്ത് എന്ത് ചാർജ് ചെയ്യാൻ തീരുമാനിക്കുന്നു, അതായത് 1,000 രൂപ ബിസിനസ് ഇനി എക്സ്ട്രാ തരണം. അതായത് 15,000 രൂപ നീ എന്ത് ചെയ്തിട്ടുണ്ട്, ബിസിനസ്സിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അതിനൊരു ഇൻട്രസ്റ്റ് ആയിട്ട് നീ എന്ത് തരണം, 1,000 രൂപ തരണം. അപ്പോൾ ഈ ആലോചിച്ച് നോക്കുക, ഓൾറെഡി 95,000 ബിസിനസ് എനിക്ക് ഇങ്ങോട്ടേക്ക് തരാനുണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് തരാനുള്ള എനിക്ക് പിന്നെ വീണ്ടും 1,000 രൂപ അങ്ങോട്ടേക്ക് തരേണ്ട ആവശ്യമില്ലല്ലോ. അത് ഈ 1,000 രൂപ എന്ത് ചെയ്താൽ മതി, എനിക്ക് തരാനുള്ള പൈസയിൽ നിന്ന് കുറച്ചിട്ട് ഇനി ബിസിനസ് എനിക്ക് ഇനി എത്ര തന്നാൽ മതി, 94,000 94,000 ഇനി ഇങ്ങോട്ടേക്ക് തന്നാൽ പോരെ. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന സാധനം ഇൻകം ആണെങ്കിലും അത് എവിടെ നിന്ന് കുറയുന്നുണ്ട്, നമ്മളെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് എന്താവുന്നുണ്ട്, കുറയുന്നുണ്ട്. ഡ്രോയിങ്സ് കുറയുന്ന പോലെ തന്നെ അത് എവിടെ നിന്ന് കുറയും, ക്യാപിറ്റൽ എന്ന്. കാരണം അത് എന്തുകൊണ്ടാണ്, അതായത് നമ്മളിപ്പോൾ ആലോചിക്കുക, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ തരാറുണ്ട്. അതായത് ഞാൻ അങ്ങോട്ടേക്ക് ഒരു 20,000 രൂപ തരാറുണ്ട്, നിങ്ങൾ ഇങ്ങോട്ടേക്ക് 10,000 രൂപ തരാറുണ്ട്. അത് 2 സെറ്റ് ഓഫ് ചെയ്തിട്ട് 10,000 രൂപ ഞാൻ അങ്ങോട്ടേക്ക് തരുന്ന രീതിയിലാക്കിയാൽ പോരെ. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1,000 എന്ത് ചെയ്യുന്നു, വീണ്ടും എൻ്റെ ക്യാപിറ്റൽ നിന്ന് കുറക്കുന്നു. അപ്പം ഇതേ ഈ ഇൻകം ആര് തരേണ്ടതാ, ഞാൻ ഓണർ ബിസിനസ്സിന് കൊടുക്കേണ്ട സാധനമാണ്. എന്ത്,
ഈ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇൻകം ഓണർ ബിസിനസ്സിൽ തരണം. പക്ഷേ ബിസിനസ് ഓൾറെഡി അങ്ങോട്ടേക്ക് ഓണർക്ക് വീണ്ടും കൊടുക്കാൻ കുറേ എന്തുണ്ട്, ലയബിലിറ്റി ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ആ ലയബിലിറ്റി ആയിട്ട് എന്ത് ചെയ്താൽ മതി, സെറ്റ് ഓഫ് ചെയ്താൽ മതി. അതാണ് സംഭവിക്കുന്നത്. അല്ലാണ്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലയബിലിറ്റി നാച്ചറോ അല്ലെങ്കിൽ അസറ്റ് നാച്ചറോ വരുന്ന സാധനമല്ല. അതിൻ്റെ നാച്ചർ ശരിക്കും എന്താണ്, ഇൻകമാണ്. പക്ഷേ ആ ഇൻകം ആര് തരേണ്ടതാണ്, ഓണർ തരേണ്ടതാണ്. അപ്പോൾ ഓണർ എന്ത് ചെയ്യില്ല, തരൂല. അതുകൊണ്ട് ഓണർ കൊടുക്കേണ്ട ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യും, അത് കുറക്കും. അതാണ് അതിൻ്റെ റിസൾട്ടായിട്ട് സംഭവിക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ കേസ് ഇപ്പോൾ മനസ്സിലായില്ല ആ ഒരു ക്ലാസിഫിക്കേഷൻ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് രണ്ട് സൈഡാണ്. ഒന്ന് എന്നാ ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന ബിസിനസ് എക്സ്പെൻസ് ആണ്, അങ്ങോട്ടേക്ക് കൊടുക്കണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് തരേണ്ട സാധനമാണ്. ഓക്കെ, ഒന്ന് ഇൻകമും ഒന്ന് എക്സ്പെൻസ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എക്സ്പെൻസ് ആണ്. ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻകമാണ്. പക്ഷേ ക്യാപിറ്റലും ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഇൻകമും എക്സ്പെൻസ് അല്ല. ക്യാപിറ്റലും ഡ്രോയിങ്സ് എന്ന് പറയുന്നത്, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ അങ്ങോട്ടേക്ക് എത്ര ഓണർക്ക് നമ്മൾ അങ്ങോട്ടേക്ക് എത്ര പൈസ കൊടുക്കാനുണ്ട്, അതാണ് ക്യാപിറ്റൽ. ഓക്കെ, ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണർ ഇങ്ങോട്ടേക്ക് എത്ര പൈസ തരാനുണ്ട്. ഓക്കെ, അപ്പോൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ലയബിലിറ്റി ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലയബിലിറ്റി അക്കൗണ്ട്, ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അസറ്റ് അക്കൗണ്ട് നമുക്ക് വിളിക്കാൻ പറ്റും. പക്ഷേ രണ്ട് ഒരാൾ തരേണ്ടതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് രണ്ടിനും പ്ലസും മൈനസും ചെയ്തിട്ട് അതിൻ്റെ നെറ്റ് ഫിഗർ മാത്രം എന്ത് ചെയ്യുന്നു, കാണിക്കുന്നു. പിന്നെ എങ്ങനെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എത്തുന്നു, അതുപോലെ എങ്ങനെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ സാധനം എങ്ങനെ അത് ക്യാപിറ്റലിലേക്ക് അതിൻ്റെ എഫക്റ്റ് പോകുന്നു, അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ലേ. ഇനി അതേപോലെ തന്നെ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ പാർട്ട്നേഴ്സിൻ്റെ സാലറി. ഓക്കെ, പാർട്ട്നേഴ്സിൻ്റെ സാലറി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ പാർട്ട്നേഴ്സ് ലോൺ വന്നിട്ടുണ്ട്, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അതൊക്കെ ഇവിടെ. ഓക്കെ, ഈ രണ്ട് സാധനം ഏത്, പാർട്ട്നേഴ്സിൻ്റെ സാലറിയും അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് എന്തെങ്കിലും ലോൺ വന്നിട്ടുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റും. ഓക്കെ, ഇത് രണ്ടും ആലോചിച്ച് നോക്കുക. ഇപ്പോൾ നമ്മളെ പാർട്ട്ണർഷിപ്പിൽ നടത്തുന്ന പാർട്ട്ണർഷിപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഞാനിപ്പോൾ ഇതേപോലെ ക്ലാസ്സൊക്കെ എടുത്ത് ഇങ്ങനെ തോന്നിയ പോലെ ഇങ്ങനെ നടക്കുക, ഞാൻ ഈ ബിസിനസ്സിലെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. നിങ്ങളെ മൊത്തം ഏൽപ്പിച്ച് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് വരുന്ന റിസൾട്ട് എന്താ, നിങ്ങൾ കഷ്ടപ്പെട്ട് ഈ ബിസിനസ്സിന് വേണ്ടി പണിയെടുക്കുന്നത്, ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റേതായ വേറെ ബിസിനസ്സും അതായത് വേറെ ഇതേപോലത്തെ ക്ലാസ് കാര്യങ്ങളായിട്ട് ഞാൻ എൻ്റേതായ വഴിക്ക് നടക്കുന്നു. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുക, എനിക്ക് ഓൾറെഡി വേറെ രീതിയിലൊക്കെ എന്ത് വരുന്നുണ്ട്, ഫീസും കാര്യങ്ങളൊക്കെ കിട്ടും. നിങ്ങൾക്ക് ആകുള്ളത് എന്താ, ഈ ബിസിനസ് മാത്രം. നിങ്ങളാണ് ഈ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പ്രോഫിറ്റിൻ്റെ ഷെയർ ആർക്കും കിട്ടും, എനിക്കും കിട്ടും. അപ്പോൾ നിങ്ങൾക്കത് പിടിക്കില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്കത് പഠിക്കാത്തതുകൊണ്ട് നിങ്ങൾ എന്ത് പറയും, നിങ്ങൾ ഇവിടെ ഈ ബിസിനസ്സിൽ സ്ഥിരമായിട്ട് നിന്നിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് എന്തെങ്കിലും ചെയ്യുന്നത്, നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും കിട്ടണ്ടേ. ആ എക്സ്ട്രാ എന്തെങ്കിലും കിട്ടുന്നതിന് എന്ത് തീരുമാനിക്കും, ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനിക്കും, സാലറി ഇടാൻ തീരുമാനിക്കും. നമുക്ക് സാധാരണ സാലറി. പക്ഷേ എന്താ സാധാരണ സാലറി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ ബിസിനസ്സിൻ്റെ പണിയെടുക്കുന്ന എംപ്ലോയീസിനാണ് നമ്മൾ സാധാരണ സാലറി കൊടുക്കുക. ഇതെന്താ, ബിസിനസ്സിൻ്റെ ഓണർക്ക് തന്നെയാണ് എന്ത് ചെയ്യുക, ഈ സാലറി കൊടുക്കുക. ഓക്കെ, അപ്പം സാലറി എന്ന് പറഞ്ഞ സാധനം സാധാരണ പോലെ തന്നെ ഇത് ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുന്ന സമയത്ത് എന്ത് തന്നെയാണ്, എക്സ്പെൻസ് തന്നെയാണ്. ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുന്ന സമയത്ത് ഇത് എക്സ്പെൻസ് തന്നെയാണ്. അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പറഞ്ഞ പോലെ തന്നെയാണ് എന്ത്, ഈ സാലറി എന്ന സാധനം. പക്ഷേ എങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ എക്സ്പെൻസ് എങ്ങനെ ലയബിലിറ്റി ആയിട്ട് മാറുന്നു, ഞാൻ പറഞ്ഞു ഓണർക്കാണ് പൈസ കൊടുക്കേണ്ടത്. അപ്പോൾ ഓണർ പറയും എനിക്കിപ്പോൾ പൈസ തരേണ്ട, അത് അവിടെ വെച്ചതിൻ്റെ രീതിയിലാണ് നമ്മൾ തീരുമാനിക്കുക. ഓക്കെ, ഇപ്പം നിങ്ങൾക്കാണല്ലോ ഈ സാലറി തരുന്നത്. അപ്പോൾ നിങ്ങളെന്ത് തീരുമാനിക്കുക, നിങ്ങൾ ഓൾറെഡി ബിസിനസ്സിലെ പൈസയ്ക്ക് ഇങ്ങനെ സെറ്റാക്കി ബിസിനസ് സെറ്റാക്കാന്നുള്ള പ്ലാനിലാണ് നിങ്ങൾ തന്നെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ തന്നെ അതിൻ്റെ ഇടയിൽ സാലറി എടുത്തിട്ട് പോകാൻ വേണ്ടി നിൽക്കില്ലല്ലോ. നിങ്ങൾ ഈ സാലറി അവിടെ തന്നെ വെച്ചാൽ, ആ പൈസ അവിടെ തന്നെ വെച്ചിട്ട് അതിനെ വീണ്ടും എന്താക്കാൻ നോക്കും, വീണ്ടും ആ പൈസ ഉപയോഗിച്ചിട്ട് ബിസിനസ് നടത്തിയിട്ട് ബിസിനസ് വീണ്ടും വലുതാക്കാൻ നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾ എന്താക്കൂല, ആ സാലറീൻ്റെ പൈസ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 50,000 രൂപ സാലറി ഉണ്ടെന്ന് വിചാരിച്ചു. 50,000 രൂപ സാലറി തരാൻ നമ്മൾ രണ്ടാളും കൂടി തീരുമാനിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് 50,000 രൂപ സാലറി ഇപ്പം കിട്ടണം. പക്ഷേ നിങ്ങൾ 50,000 ഇപ്പോൾ എവിടെ നിർത്തുകൊണ്ട് പോകില്ല, ബിസിനസ് കൊണ്ടുപോകില്ല. അപ്പോൾ ബിസിനസ്സിന് അവിടെ എന്ത് ക്രിയേറ്റ് ആയി, ലയബിലിറ്റി ക്രിയേറ്റ് ആയി. നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ബിസിനസ് ആ പൈസ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, പിന്നീട് തരേണ്ടി വരും. അപ്പോൾ അതെന്തായി മാറി, പിന്നീട് ഒരു ഒബ്ലിഗേഷൻ, അതായത് പിന്നീട് കൊടുക്കണം എന്നുള്ള എന്ത് ക്രിയേറ്റ് ആയി, ഒരു ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ആയി. അപ്പം ഇത് പിന്നീട് ആർക്കാണ് കൊടുക്കണ്ടേ, ഓണർക്ക് കൊടുക്കണ്ടേ. അപ്പോൾ ഓണർക്ക് കൊടുക്കേണ്ട എല്ലാ പൈസയും ഇവിടെ എത്തും, ക്യാപിറ്റലിലേക്ക് എത്താം. അപ്പം സാലറി എന്ന് പറഞ്ഞ സാധനം എന്ത് തന്നെയാണ്, എക്സ്പെൻസ് തന്നെയാണ്. പക്ഷേ അത് എങ്ങനെ ലയബിലിറ്റി ആയി മാറുന്നത്, അത് ഇപ്പം എന്ത് ചെയ്യില്ല, ഓണർക്ക് കൊടുക്കില്ല, പിന്നീടാണ് കൊടുക്കുക. അപ്പോൾ പിന്നീട് കൊടുക്കേണ്ട സാധനം, ഓണർക്ക് കൊടുക്കേണ്ട എല്ലാ പൈസയും എവിടെ കാണിക്കാം, ക്യാപിറ്റലിലേക്ക് കാണിക്കാം. അതാണ് വരുന്നത്. അപ്പം ഈ ഒരു സംഭവം നടക്കുന്നത്, ഞാൻ പറഞ്ഞു ഏത് സാധനം രണ്ടെണ്ണം ഉണ്ട്. ഇവിടെ നടക്കുന്ന രണ്ട് കാര്യം എന്താ, സാലറി എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെൻസ് അവിടെ ക്രിയേറ്റ് ആവുന്നു. ആ എക്സ്പെൻസ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നില്ല, മീറ്റ് ചെയ്യുന്നില്ല. ആ എക്സ്പെൻസ് പിന്നീട് കൊടുക്കുന്ന രീതിയിൽ അത് എന്താക്കി മാറ്റുന്നു, ലയബിലിറ്റി ആക്കി മാറ്റുന്നു. അപ്പോൾ ആ ലയബിലിറ്റി അക്കൗണ്ടിൻ്റെ പേരാണ് എന്ത്,
ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചൊക്കെ സാലറി എന്ന് പറഞ്ഞ എക്സ്പെൻസ് കൂടുന്നു. അപ്പോൾ എക്സ്പെൻസ് കൂടുമ്പോൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അപ്പോൾ സാലറി അക്കൗണ്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? സാലറീനെ ഡെബിറ്റ് ചെയ്യും. അതേ സമയത്ത് ആ എക്സ്പെൻസ് ഇപ്പം നമ്മൾ ആർക്ക് കൊടുക്കുന്നില്ല? ഓണർക്ക് കൊടുക്കുന്നില്ല. അത് പിന്നീടാണ് ഓണർക്ക് കൊടുക്കുക. അപ്പോൾ പിന്നീട് ഓണർക്ക് കൊടുക്കുന്നതായത് കൊണ്ട് അവിടെ എന്ത് സംഭവിക്കുന്നത്? അവിടെ അതേ സമയത്ത് എന്തും കൂടി ഒരു ലയബിലിറ്റിയും കൂടി എന്തായി കൂടി. അപ്പോൾ ലയബിലിറ്റി കൂടുന്ന സമയത്ത് അതിന് എന്ത് ചെയ്യണം? ഇങ്ങനെയാണ് അതിൻ്റെ ഡെബിറ്റും ക്രെഡിറ്റ് എഫക്റ്റും വന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ ഇത് തന്നെയാണ് അതിന് ബാക്കിയുള്ള കേസിലൊക്കെ. അപ്പോൾ ഈ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ, ഈ ലിസ്റ്റിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കേസിൽ നോക്കുകയാണെങ്കിൽ സാലറി പോലെ തന്നെ നിങ്ങൾക്ക് എന്തും കാണാൻ പറ്റും. കമ്മീഷൻ അത് വേറൊരു രീതി തന്നെയാണ്. അതായത് ഇതുപോലെ തന്നെ വരുന്നത് സാലറി എന്ന് പറഞ്ഞാൽ എന്താ? മാസത്തിൽ ഫിക്സ്ഡ് ആയിട്ട് ഒരു പൈസ ഇത്ര. പിന്നെ എന്ത് ചെയ്യാം? ഇപ്പം നിങ്ങൾ കഷ്ടം. അപ്പോൾ ഞാൻ അവിടെ നൈസായിട്ട് എന്ത് ഐഡിയ ഉപയോഗിക്കുന്നു? അപ്പോൾ ഞാൻ പറയുന്നു സാലറി ആയിക്കാൻ നിങ്ങൾക്ക് മാസം സ്ഥിരമായിട്ട് സാലറി ഉണ്ട് വരും. അപ്പോൾ ഞാൻ അവിടെ നൈസായിട്ട് എന്ത് ഉപയോഗിക്കുന്നു? നീ ബിസിനസ് നോക്കി നടത്ത്, എന്നിട്ട് എനിക്ക് എന്ത് തരാം? സെയിൽസ് കൂട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ മേലെ എന്ത് തരാം? 5% കമ്മീഷൻ തരാം. അപ്പോൾ അവിടെ എന്തും കൂടി സംഭവിക്കും? സെയിൽ കൂടാനുള്ള സാധ്യതയും കൂടും. കാരണം നിങ്ങൾക്ക് സെയിൽ കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് കൂടും? കമ്മീഷൻ കൂടും. മറ്റേത് നിങ്ങൾക്ക് ഫിക്സ്ഡ് ആണ്. നിങ്ങൾക്ക് സെയിൽ ഉണ്ടായാലില്ലെങ്കിൽ നിങ്ങൾക്ക് സാലറി ഫിക്സ് ആയിട്ട് തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, കമ്മീഷൻ ആവുന്ന സമയത്ത് അനക്കും കൂടി അത് ബെനിഫിറ്റ്. കാരണം എന്താ? പ്രോഫിറ്റ് കൂടാൻ തുടങ്ങും. കാരണം നീ കമ്മീഷൻ കൂടുന്നത് കൊണ്ട് നീ എന്ത് കൂട്ടാൻ ശ്രമിക്കും? സെയിൽസ് കൂട്ടാൻ വേണ്ടി ശ്രമിക്കും. അപ്പം സാലറിക്ക് പകരം നിനക്ക് എന്തും കൂടി തരാം? കമ്മീഷൻ എന്നുള്ള രീതി. സാലറി വേണ്ട, അതിന് പകരം എന്ത് തരാം? കമ്മീഷൻ തരാം. ഓക്കെ, പക്ഷെ അത് എന്തോ ആയിക്കോട്ടെ. അപ്പോൾ എല്ലാം എന്താണ്? ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുന്ന സമയത്ത് കമ്മീഷൻ എന്താ? എക്സ്പെൻസ് ആണ്. ആ എക്സ്പെൻസ് ഇപ്പം ആര് കൊണ്ടുപോകില്ല? നീ കൊണ്ടുപോകില്ല. നീ എന്ത് ചെയ്യും? പിന്നീട് എടുക്കാവുന്ന രീതിയിൽ ആ പൈസ ഇപ്പം കൊണ്ടുപോകാതെ അവിടെ തന്നെ നോക്കും. അപ്പം ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുന്ന സമയത്ത് കമ്മീഷൻ പറഞ്ഞാൽ എക്സ്പെൻസും കൂടി. പക്ഷേ ആ എക്സ്പെൻസ് ഇപ്പം എന്തായിട്ട് തന്നിട്ടില്ല? എനിക്ക് തന്നിട്ടില്ല, പിന്നീട് തരണ്ടേ. അപ്പോൾ അവിടെ എന്തും കൂടി? ലയബിലിറ്റിയും കൂടി. ആ ലയബിലിറ്റി നീ ഒരു ഓണർ ആയതുകൊണ്ട് ആ ലയബിലിറ്റി എന്ന് പറഞ്ഞ പേരെന്താ? ക്യാപിറ്റൽ എന്നുള്ള പേരാണ്. അപ്പോൾ അതാണ് സംഭവിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നീ എന്ത് ചെയ്യുന്നു? ഒരു ലോൺ തരണം. അപ്പോൾ നീ എന്ത് ചെയ്യുന്നു? ഓക്കെ, ക്യാപിറ്റലിനൊക്കെ പുറമെ, അതായത് തൽക്കാലം നീ എന്ത് ചെയ്യുന്നു? ക്യാപിറ്റലായിട്ട് പൈസ കൊണ്ടുവരാൻ എനിക്ക് താല്പര്യമില്ല. തൽക്കാലം ആ കടം പോലെ എന്ത് ചെയ്യില്ല? ബിസിനസ്സിനോട് പൈസ തരാം. ബിസിനസ്സിൽ പെട്ടെന്ന് ഒരു ഫണ്ട് ആവശ്യം വന്നാൽ കടം പോലെ തരാൻ തീരുമാനിക്കുന്നു. അപ്പോൾ അവിടെയും സംഭവിക്കുന്ന കാര്യം എന്താ? നിനക്ക് എന്ത് തരേണ്ടി വരും? ബിസിനസ് ഒരു ഇൻട്രസ്റ്റ് എക്സ്പെൻസ് തരേണ്ടി വരും. അതായത് അതിൻ്റെ മേലെ എന്ത് ചെയ്യേണ്ടി വരും? ലോണാണ്. ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കുന്ന പോലെ തന്നെ ആരുടെ ലോൺ എടുക്കുന്നു? നിൻ്റെ ഒരു പാർട്ട്ണർ അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? നിൻ്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ലോൺ എടുക്കുന്നു. അപ്പം നിനക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ ബിസിനസ് എന്ത് തരേണ്ടി വരും? എക്സ്പെൻസ് തരേണ്ടി വരും. അപ്പോൾ ആ എക്സ്പെൻസ് ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ അതെന്താ? ഒരു എക്സ്പെൻസ് ആണ്. പക്ഷേ അത് നീ ഇപ്പം എന്തെങ്കിലും ഇപ്പം വാങ്ങൂല. അപ്പോൾ നീ എന്താണ്? നമ്മൾ ഓണറാണല്ലോ. അപ്പോൾ ഓണർക്ക് കൊടുക്കേണ്ട പൈസ ആയതുകൊണ്ട് അത് എവിടത്തേക്ക് മാറും? പിന്നീട് തരേണ്ട ഒരു ലയബിലിറ്റി അത് എവിടത്തേക്ക് എത്തും? ക്യാപിറ്റലിലേക്ക് എത്തും. അപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഒന്നിക്കൽ ബിസിനസ്സിന് എക്സ്പെൻസ് ആണ്, അല്ലെങ്കിൽ ബിസിനസ്സിന് ഇൻകം ആണ്. അതിൽ ഏത് മാത്രമേ ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സിന് ഇൻകം ആയിട്ട് മാറുന്നുള്ളൂ? ഈ ഒരു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് മാത്രം. അത് മാത്രമേ ബിസിനസ്സിന് ഇങ്ങോട്ടേക്ക് കിട്ടുന്നുള്ളൂ. ബാക്കിയുള്ള ബിസിനസ് എന്ത് ചെയ്യേണ്ട? അങ്ങോട്ടേക്ക് കൊടുക്കേണ്ട സാധനം. അപ്പം ഈ പറയുന്ന 4 ഐറ്റംസും എന്താ? ഇൻകം. ആ 4ൽ ഈ 3 ഏതൊക്കെ? ഇതും ഈ 3 എന്താണ്? എക്സ്പെൻസ് ആണ്. ഇത് മാത്രം എന്താണ്? ഒരു ഇൻകമാണ്. ഓക്കെ, അപ്പം ഈ സാധനങ്ങളൊക്കെ എവിടെ എത്തുന്നുണ്ട്? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എത്തുന്നുണ്ട്. കാരണം എന്താ? ഈ സാധനങ്ങളൊന്നും ഇപ്പം ആര് കൊണ്ടുപോകുന്നില്ല? ഓണർ ബിസിനസ്സിന് പൈസ ആയിട്ട് എടുത്ത് കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ഒരു എക്സ്പെൻസ് ഇപ്പം കൊടുക്കുന്നില്ല, പിന്നീട് കൊടുക്കണമെങ്കിൽ അത് എന്തായി മാറും? ലയബിലിറ്റി ആയി മാറും. അതുകൊണ്ട് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ലയബിലിറ്റിയിലേക്ക് അത് എത്തും. പിന്നെ ഒരു ഇൻകം ഇപ്പം നമുക്ക് തരുന്നില്ല ഓണർ, പിന്നീട് എല്ലാം സെറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് അതായത് ഓണർ ഇങ്ങോട്ടേക്ക് തരേണ്ട പൈസ നമ്മൾ ഓണർക്ക് അങ്ങോട്ടേക്ക് കൊടുക്കേണ്ട പൈസ ആയിട്ട് ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി കൊടുക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ അതും എന്താ? ഇപ്പം നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ്? ഒരു ഇൻകം നമുക്ക് ഇപ്പം കിട്ടുന്നില്ല. അപ്പോൾ ഇപ്പം കിട്ടുന്നില്ല, പിന്നീടാണ് കിട്ടുക. അപ്പോൾ അതിനകത്ത് എന്താ? ഇപ്പം നമ്മൾ സെയിൽ നടന്നു, അടുത്തൊരു ഡെപ്റ്റർ വന്ന് കടത്തിന് സാധനം വിറ്റു. അപ്പോൾ പൈസ പിന്നീട് കിട്ടുന്ന സമയത്ത് അതെന്താണ്? ഒരു അസറ്റാണല്ലോ. ഓക്കെ, അപ്പോൾ പൈസ നമുക്ക് ഇങ്ങോട്ടേക്ക് തരാനുണ്ട്, പൈസ ഇങ്ങോട്ടേക്ക് കിട്ടാനുണ്ട് എന്നാകുന്ന സമയത്ത് അതെന്തായി മാറും? അസറ്റായിട്ട് മാറും. ഓക്കെ, പക്ഷേ ഈ പൈസ തരേണ്ടത് ആരാ? ഓണറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അസറ്റ് എന്ന് പറഞ്ഞ സാധനം എന്ത് ചെയ്യും? ഓണർക്ക് കൊടുക്കേണ്ട ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യും? കുറക്കും. ഓക്കെ, അതാണ് സംഭവിക്കുന്നത്. അപ്പം ആ നാച്ചർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഓക്കെ, ഈ സാധനത്തിൻ്റെയൊക്കെ നാച്ചർ എന്താ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നിടത്ത് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് സെറ്റാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ മനസ്സിലായില്ലേ? ഇനിയിപ്പം അവസാനത്തെ ഈ ബോക്സിൽ തന്നെ അവസാനം കാണുന്ന സാധനമാണ് എന്ത്? ഈ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ ഒന്ന് വായിക്കല്ലേ. പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ ആലോചിക്കുക. ഈ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം, അതായത് ഈ ബിസിനസ്സിന് അവസാനം കിട്ടുന്ന ലാഭം എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യും? വീതിച്ചെടുക്കും.
ഓക്കെ, അപ്പോൾ ഈ ആലോചിച്ച് നോക്കാം, ഈ മേലെ പറഞ്ഞ സാധനങ്ങളൊക്കെ, ഈ മേലെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് കുറച്ച് സാധനമല്ലേ, മേലെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ബിസിനസ്സിൻ്റെ എന്താ? ഓക്കെ, ബിസിനസ്സിനെ സംബന്ധിച്ച് ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുന്ന സമയത്ത് ഇതൊക്കെ എക്സ്പെൻസാണ്. ഏത്? ഈ 3 എക്സ്പെൻസാണ്, ഈ ഒറ്റൊന്നെന്താ? ഇൻകം. ഓക്കെ, ഈ എക്സ്പെൻസ് ഇൻകം ഒക്കെ കൂട്ടിയും കുറയ്ക്കൊക്കെ ചെയ്തിട്ടല്ലേ ബിസിനസ്സിൻ്റെ അവസാനത്തെ ഏതിലേക്ക് എത്താം? പ്രോഫിറ്റിലേക്ക് എത്താം. ഓക്കെ, അപ്പോൾ ഈ അവസാനത്തെ പ്രോഫിറ്റിലേക്ക് എത്തും വേണം. എന്നിട്ട് ആ പ്രോഫിറ്റ് എന്ത് ചെയ്യണം? നമ്മളൊന്ന് വീതിച്ചെടുക്കും വേണം. കാരണം നമുക്ക് വീതിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഈ ബിസിനസ്സൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അക്കൗണ്ടൻസിയിൽ ഇതൊക്കെ എന്താ പറയുക, ബിസിനസ് വേറെ ആണെങ്കിലും ഈ ബിസിനസ്സിന് കിട്ടുന്ന ആ ഇൻകം, അവസാനം കിട്ടുന്ന പ്രോഫിറ്റ് ഈ ബിസിനസ് ആർക്ക് കൊടുക്കണം എന്നാണ് അക്കൗണ്ടൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ? ഓണർക്ക് കൊടുക്കണം തന്നെയാണ്. ശരിക്കും റിയാലിറ്റിയിൽ അങ്ങനെ തന്നെയാണ്. പ്രോഫിറ്റ് കിട്ടുന്ന ആർക്ക് വേണ്ടിയിട്ട് തന്നെയാണ്? നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണല്ലോ. ഓക്കെ, അപ്പോൾ ഈ ആലോചിക്കാം, ഈ പ്രോഫിറ്റ് എത്തണമെങ്കിൽ നമുക്ക് എന്തിനു ഈ മേലെ പറഞ്ഞ എന്നാ ഒരു എക്സ്പെൻസ് ഇൻകം ഒക്കെ കൂട്ടും കുറക്കെല്ലാം ചെയ്യണ്ടേ, എന്നിട്ടല്ലേ ഈ പ്രോഫിറ്റ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതല്ലാണ്ട് കുറേ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇതല്ലാണ്ട് എന്താ, നമ്മൾ ഇപ്പോൾ സാധാരണ സാലറി സാധാരണ പർച്ചേസ് ചെയ്ത് അങ്ങനത്തെ നിങ്ങളിപ്പോൾ +1 പഠിച്ച കുറേ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അതൊക്കെ നമ്മൾ എവിടെ കാണിക്കും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഏത് അക്കൗണ്ട് വരയ്ക്കുന്നുണ്ട്? P&L അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് വരയ്ക്കുന്നുണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഈ ബിസിനസ്സിന് സാധാരണ രീതിയിൽ ഉണ്ടാവുന്ന എക്സ്പെൻസ് ഇൻകം ഒക്കെ കൂട്ടും കുറക്കലും ചെയ്തിട്ട് ഇതും നമുക്ക് എന്ത് കണ്ടുപിടിക്കും? നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? ഇനി ഈ നെറ്റ് പ്രോഫിറ്റിന് എന്തൊക്കെ കുറയാൻ ബാക്കിയുണ്ട്? അതായത് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു 4 എന്ത് ചെയ്യണം? കാര്യങ്ങൾ കുറയാണ്ട്. അതിൽ 1 ഇൻകമാണ്, ബാക്കി 3 എന്താണ്? എക്സ്പെൻസ് ആണ്. ഓക്കെ, അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെറ്റ് പ്രോഫിറ്റ് എന്ന് എന്ത് ചെയ്യണം? നമ്മൾ നോർമലി പറയുകയാണെങ്കിൽ ഈ നെറ്റ് പ്രോഫിറ്റ് ഇനി എന്തൊക്കെ ഇതിലാകെ കൂടുന്നുണ്ടെങ്കിൽ ഇത് മാത്രമേ ഇനി കൂടുള്ളൂ? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് മാത്രം, അതല്ലേ ഇൻകം ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് കൂടണമെങ്കിൽ എന്ത് മാത്രമേ ഇനി കൂടുള്ളൂ? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് മാത്രം ഇനി എന്ത് ചെയ്യണം? കൂട്ടണം. ബാക്കി 3 എന്ത് ചെയ്യണം? ഇതൊന്ന് കുറക്കണം അല്ലേ? ബാക്കി 3 എന്ന് പറഞ്ഞാൽ ഏതൊക്കെ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് കുറക്കണം. ഇനി സാലറി അല്ലെങ്കിൽ കമ്മീഷൻ ഏതെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് കുറക്കണം. പിന്നെ എന്തും കൂടി കുറക്കണം? ഇനിയിപ്പോൾ ലോണായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ലോണിൻ്റെ മേലെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസ് അല്ലേ? ഇൻട്രസ്റ്റ് ഓൺ ലോൺ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? കുറക്കണം. ഇതും കൂടി കുറച്ച് കഴിഞ്ഞാൽ ശരിക്കും എന്തുള്ള കിട്ടുള്ളൂ? ശരിക്കുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ആക്ച്വലി എന്ത് കിട്ടുള്ളൂ? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഈ സാധനത്തിനെ വേണം എന്ത് ചെയ്യാൻ? നമ്മൾ തമ്മിൽ വീതിച്ചെടുക്കാൻ. ഓക്കെ, അത് എങ്ങനെയാണ് വീതിച്ചെടുക്കേണ്ടതെന്നാൽ നമ്മൾ തീരുമാനിക്കുക. ഇപ്പം എന്ത് ചെയ്യുക? നമുക്ക് ഈക്വലി വീതിച്ചെടുക്കാം. അതായത് എത്രയാണ് കിട്ടുന്നത്? ഇപ്പോൾ നേരത്തെ ഫസ്റ്റ് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു 20,000 രൂപ എന്നൊക്കെ പറഞ്ഞില്ലേ? ആ 20,000 10,000 എനിക്കും 10,000 എനിക്കും. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നിനക്ക് കൂടുതൽ, കാരണം നീ കുറേ എഫേർട്ട് എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യമേ എന്ത് തീരുമാനിക്കാം? എന്നാൽ അതിൽ കൂടുതൽ എനിക്ക് കിട്ടണമെന്ന രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? തീരുമാനിക്കാം. അതൊക്കെ നമുക്ക് തീരുമാനിക്കാം. അത് നമുക്ക് എന്ത് കിട്ടണം? പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് അറിയണം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യാനുണ്ട്? തീരുമാനിക്കേണ്ട. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണം? കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യണം. ഓക്കെ, അപ്പം ആലോചിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? കാരണം നമ്മളിപ്പം ഈ ബാക്കിയുള്ള ഇൻകം എക്സ്പെൻസ് എല്ലാം കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് വരച്ചു? P&L വരച്ചു. ഓക്കെ, ഇനി എന്താ? പാർട്ട്നേഴ്സ്, അതായത് നമ്മൾ തമ്മിലുള്ള കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? വരയ്ക്കണം. കാരണം ഇതിപ്പോൾ ഞാൻ +ഉം മൈനസും എന്ന ഒരു വൃത്തിയിൽ ഇങ്ങനെ എഴുതിയിട്ടല്ലേ, അത് കാണിക്കാൻ സ്റ്റാൻഡേർഡായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു അക്കൗണ്ടാണ് എന്ത്? P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്രോപ്രിയേഷൻ ആ പേര് പോലെ തന്നെ, അതായത് നമുക്ക് കിട്ടുന്ന P&L കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റിനെ ഇനി എങ്ങനെയൊക്കെ നമ്മൾ വീതിക്കുന്നു. ഓക്കെ, അതെങ്ങനെയൊക്കെ വീതിക്കുന്നു എന്ന് കാണിക്കുന്ന അക്കൗണ്ടാണ് ഇത് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതെങ്ങനെയൊക്കെ വീതിക്കാനുണ്ട്? ആ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കിട്ടാനുണ്ട്. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാനുണ്ട്, സാലറി കൊടുക്കാനുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ കൊടുക്കാനുണ്ട്. ഇതൊക്കെ എങ്ങനെയാണോ തീരുമാനിച്ചത് ആ രീതിയിൽ എന്ത് ചെയ്യണം? കൊടുക്കണം. എന്നിട്ട് അവസാനം കിട്ടുന്ന പ്രോഫിറ്റ് അതെങ്ങനെയാണോ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ തീരുമാനിച്ചത് ആ രീതിയിൽ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് വയ്ക്കുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ കുറച്ചും കൂടി കൺസെപ്റ്റ് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ, അതായത് ഞാൻ എന്തുകൊണ്ട് ഈ കൺസെപ്റ്റ്, കാരണം ഇതൊക്കെ ബിൽഡായി കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് സെറ്റാണ്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഇത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക? ഞാൻ അത്യാവശ്യം കുറച്ച് നല്ല സ്പീഡിൽ തന്നെയാണ് പറയാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ്, അതായത് ഇതൊക്കെ കുറക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഒരു 50,000 രൂപ എന്ത് കിട്ടിയിട്ടുണ്ട്? നെറ്റ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിച്ചോ. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? നിനക്കൊരു സാലറി ഞാൻ തീരുമാനിച്ചിട്ടില്ലേ? ഓക്കെ, നിനക്കൊരു സാലറി, അതായത് നിനക്ക് 10,000 രൂപ എന്തിനാൻ തീരുമാനിച്ചിട്ടുണ്ട്? സാലറി ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ഈ 10,000 രൂപ ആർക്ക് കിട്ടും? നിനക്ക് കിട്ടും. ഓക്കെ,
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 10,000 കൂടി, അതായത് 50,000 നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്, അതിൽ 10,000 ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ 10,000 എന്താ എക്സ്പെൻസ് ആണ്. എന്നിട്ട് അവസാനം എത്ര പ്രോഫിറ്റ് ഉള്ളൂ? 40,000 പ്രോഫിറ്റ് ഉള്ളൂ. ഓക്കെ, ആ 40,000 പ്രോഫിറ്റ് എന്ത് ചെയ്യണം? നമ്മൾ രണ്ടാളും എന്ത് ചെയ്യണം? ഇനി വീതിച്ചെടുക്കണം. ഓക്കെ, അങ്ങനെയല്ലേ? ഓക്കെ, നമ്മൾ രണ്ടാളും കൂടി എന്ത് ചെയ്യണം? വീതിച്ചെടുക്കണം എന്നാണ്. ഓക്കെ, അപ്പം ഈ 10,000 എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ 10,000 എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ്, അതായത് ഈ 50,000 10,000 ഇത് 40,000 വീതിച്ച് കിട്ടേണ്ടത് തന്നെയാണ്. ആർക്ക് തന്നെയാണ്? നമുക്ക് തന്നെയാണ്. ഈ 10,000 കിട്ടേണ്ടത് ആർക്ക് തന്നെയാണ്? നമ്മൾ ഒരാൾക്ക് തന്നെയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ എന്താ ഇപ്പം ചിലപ്പോൾ ചില ആൾക്കാർ ചിലപ്പോൾ അധികം ഒന്നും ആലോചിക്കാൻ ചില ആൾക്കാർ പോലെ പിന്നെ എന്തിനാ വീട് തന്നെ വിധിച്ചാൽ പോരെ? കാരണം ഇതും ആർക്ക് തന്നെ കൊടുക്കണ്ടേ? ഒരു പാർട്ട്ണർക്ക് കൊടുക്കേണ്ടത് തന്നെയാണ്. ഇതും ആർക്ക് തന്നെ കൊടുക്കണ്ടേ? ഈ 40,000 പാർട്ട്ണർക്ക് തന്നെ കൊടുക്കണ്ടേ, 10,000 പാർട്ട്ണർക്ക് തന്നെ കൊടുക്കണ്ടേ, പിന്നെ 50,000 അവിടെ തന്നെ വിധിച്ചാൽ പോരെ. പക്ഷെ അങ്ങനെയല്ല. അവിടെയുള്ള അതായത് ചില ആൾക്കാർ അതായത് വെച്ചാൽ പെട്ടെന്ന് രീതിയിൽ എന്നാൽ അധികം ഒന്നും ആലോചിക്കാണ്ട് പറയുമ്പോൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് ചില ആൾക്കാർ ചിന്തിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 50,000 ഇവിടുന്ന് ഇപ്പോൾ രണ്ടാൾ ഈക്വലായിട്ടാണ് വീതിച്ചതെന്ന് വിചാരിച്ചോ. ഈക്വലായിട്ട് വീതിക്കുകയാണെങ്കിൽ എനിക്ക് എത്ര കിട്ടും? അതായത് ഇവിടെ തന്നെ ഈക്വൽ, അതായത് നമ്മൾ രണ്ടാളും ഈക്വൽ എത്ര ലാഭം കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ രണ്ടാളും എന്ത് ചെയ്യും? ഈക്വലായിട്ട് എടുക്കും. അതാണ് നമ്മൾ തീരുമാനം. അങ്ങനെയാണ് 50,000 ഇവിടുന്ന് ഡിവൈഡ് ചെയ്യാൻ എത്ര കിട്ടുക? 20,000 25,000 വെച്ചിട്ട് ഇട്ടാൽ എങ്ങനെയാണ് നമ്മൾ ഈക്വലായിട്ട് 1:1 നമ്മൾ എന്ത് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്? എന്ത് ലാഭം കിട്ടിയാലും ഡിവൈഡ് ആക്കും, ഒരേപോലെ ഡിവൈഡ് ആക്കും. ഓക്കെ, അപ്പോൾ 25,000 കിട്ടും. ഓക്കെ, പക്ഷേങ്കിൽ ഇവിടുന്നേ ചെയ്യുന്നില്ല, പകരം എന്ത് ചെയ്യുന്നു? ഈ 10,000 ഇങ്ങൾക്ക് മാത്രം. ഓക്കെ, ഇങ്ങൾക്ക് മാത്രം. ഓക്കെ, എന്ത് കിട്ടുന്നു? 10,000 ഇങ്ങൾക്ക് മാത്രമാണ്. 40,000 എന്നിട്ട് എന്ത് ചെയ്യും? അതാണല്ലോ അവസാനത്തെ ലാഭം. അത് നമ്മൾ എന്ത് ചെയ്യും? രണ്ടാളും ഒരേപോലെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ അവിടെ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അതായത് നസീബ് എന്ന് പറഞ്ഞാൽ അനക്ക് എത്ര കിട്ടുന്നുള്ളൂ? ഇവിടെ 20,000 കിട്ടുന്നുള്ളൂ. പക്ഷെ ഇങ്ങൾക്ക് എത്ര കിട്ടുന്നുണ്ട്? ഈ 20,000 പ്ലസ് ഈ 10,000 ഇങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങൾക്കാണ് കിട്ടുക, ഇങ്ങൾക്ക് മാത്രമേ കിട്ടുക. അപ്പോൾ ഇങ്ങൾക്ക് എത്ര കിട്ടും? 30,000 കിട്ടും. എനിക്ക് എത്ര കിട്ടുന്നുള്ളൂ? 20,000. അപ്പോൾ അതാണ് അവിടെ ഡിഫറൻസ്. അതായത് ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഈ പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ പാർട്ട്നേഴ്സിനാണ് കിട്ടണ്ടെങ്കിലും ഓക്കെ, അവിടെ എന്താണ്? ഇതൊന്നും കിട്ടാൻ ഒരു അർഹതയില്ലാത്ത ഞാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കൊടുക്കുന്നതിന് മുമ്പേ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് കിട്ടും? അതിനൊരു അവകാശം എനിക്കും കിട്ടും. അപ്പോൾ അതെനിക്ക് കിട്ടാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് കിട്ടുണ്ടാക്ക മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, എന്നിട്ട് അവസാനത്തെ സാധനം എനിക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഡിവൈഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇവിടെ നിന്ന് തന്നെ ഡിവൈഡ് ചെയ്താൽ എനിക്ക് എത്ര കിട്ടും? 5,000 അധികം കിട്ടും. പക്ഷെ കറക്റ്റായിട്ട് എനിക്ക് എത്ര കിട്ടാൻ പാടുള്ളൂ? 20,000 കിട്ടാൻ പാടുള്ളൂ. അപ്പോൾ അതാണ് ഡിഫറൻസ്. ഓക്കെ, അപ്പം ഇങ്ങനെ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്ത്. അപ്പം അതായത് നമ്മൾ കൂടുതലായിട്ട് ആലോചിക്കുമ്പോൾ അങ്ങനെ പ്രശ്നം വരും. ഞാൻ അധികം അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ആ കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെ കാണിക്കാൻ വേണ്ടി അതായത് എന്ത് ചെയ്യണം? ഈ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റിനെ ഡിവൈഡ് ചെയ്തിട്ട് അവസാനം ഇവിടുന്ന് എന്ത് കിട്ടും? ഇവിടുന്ന് ഒരു പ്രോഫിറ്റ് കിട്ടും. ആ കിട്ടുന്ന പ്രോഫിറ്റ് ഞാൻ എന്ത് ചെയ്യുക? നമ്മൾ എങ്ങനെയാണോ ഡിവൈഡ് ചെയ്യാൻ തീരുമാനിച്ചത്, ഇവിടെ ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ എന്താ ഈക്വലി ഡിവൈഡ് ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ട് നമ്മൾ 10,000 കുറച്ചിട്ട് ബാക്കി കിട്ടിയ 40,000. അത് ഈ P&L അപ്രോപ്രിയേഷനിൽ കാണിക്കുക എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ, ഓവറോൾ ഐഡിയക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ പറഞ്ഞതെന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കാര്യത്തിനെ കുറിച്ചെല്ലാം പഠിച്ചല്ലോ. ഓക്കെ, അപ്പോൾ എന്താണ്? അപ്പോൾ ഇങ്ങനെയൊക്കെ സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കാൻ പറ്റും. അതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഓക്കെ, ഇത് നമുക്ക് തോന്നിയോളം എടുക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അതായത് സാലറീൻ്റെ കാര്യം പറഞ്ഞു. സാലറീൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഞാൻ 10,000 രൂപ സാലറി നമ്മൾ തീരുമാനിച്ചു 10,000 രൂപ സാലറി കൊടുക്കാവുന്ന രീതിയിൽ. പക്ഷെ പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അതായത് നമ്മളിങ്ങനെ കുറച്ച് കാലം അങ്ങോട്ട് കഴിയുന്ന സമയത്ത് ഞാൻ അതിന് എന്ത് ചെയ്യും? എതിർത്തെന്ന് വിചാരിച്ചു. അതായത് ഞാൻ എന്ത് ചെയ്യാൻ റെഡിയല്ല, 10,000 രൂപ തരാൻ റെഡിയല്ല. അപ്പം പ്രശ്നമായി, നമ്മൾ ഫുൾ അടിയായി, ഫുൾ സീനായി. ഓക്കെ, അങ്ങനെ സീനായൊക്കെ സമയത്ത് അപ്പോൾ നീ എന്ത് ചെയ്തു? കേസ് കൊടുത്തു. ഓക്കെ, കോടതിയിൽ പോയി. എന്നാലും ഞാൻ കോടതിയിൽ പോക്കാണ് അങ്ങനെയാണെങ്കിൽ പക്ഷേ ഫുൾ എന്ത് ചെയ്തു? നിങ്ങൾ കേസ് കൊടുത്തു. അപ്പോൾ കേസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ജയിക്കുമല്ലോ എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. ഓക്കെ, അതായത് നിങ്ങൾ അങ്ങനെ കേസ് കൊടുത്ത് നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? പാർട്ട്ണർഷിപ്പ് ഡീഡ് വേണം. ഓക്കെ, അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ നിങ്ങൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 10,000 രൂപ നിങ്ങൾക്ക് തരാം. ഈ പാർട്ട്ണർഷിപ്പിൽ 10,000 രൂപ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് എവിടെ പറയണം? പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടാവണം. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് നമുക്ക് കൊടുക്കാം. അതായത് നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങളെ കേസ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? കേസ് തോക്കും, മക്കളെ ആരേ ജയിക്കുള്ളൂ? ഞാനേ ജയിക്കുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെയാണ്. അപ്പോൾ അത് വേണമെങ്കിൽ അവിടെ പറയണം. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾ പാർട്ട്ണർഷിപ്പിൽ തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നാണെങ്കിൽ എന്തുണ്ടാക്കാൻ മറക്കണ്ട. കാരണം എത്ര ചങ്കാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പൈസൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ സീനാണ്. അങ്ങനെ പല ബന്ധങ്ങളും പൈസയിൽ പോകാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്? അപ്പോൾ പാർട്ട്ണർഷിപ്പ്, അതായത് ഇവിടെ ഞാൻ ഹെഡിങ് കൊടുത്ത്, അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ ഇവിടെയൊക്കെ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതാണ്.
ഓക്കെ. അപ്പം ഇൻട്രസ്റ്റിൻ്റെ കേസിനാണെങ്കിൽ പാർട്ട്ണർഷിപ്പിൻ്റെ ഡീലിൽ ഒന്നും പറഞ്ഞിട്ടാണെങ്കിൽ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഇൻട്രസ്റ്റും കൊടുക്കാൻ പറ്റില്ല. ഓക്കെ. പാർട്ട്ണർഷിപ്പ് ഡീലിൽ എന്ത് ചെയ്യണം, പറഞ്ഞിട്ടുണ്ടാവണം. പാർട്ട്ണർഷിപ്പ് ഡീലിൽ പറഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ എന്താവില്ല, ഒരു ഇൻട്രസ്റ്റും കൊടുക്കാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് ഡ്രോയിങ്സിൻ്റെ കേസിൽ. ഇപ്പം പാർട്ട്ണർഷിപ്പ്, ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറ്റേ 5000 10,000 എടുത്ത് പോകുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പറയുന്നു, ഇൻട്രസ്റ്റും ഡ്രോയിങ്സ് തരാൻ വേണ്ടി പറയുന്നു. അപ്പോൾ ഞാൻ പറയും ഞാൻ തരാമെന്ന് കയ്യിലാന്നൊക്കെ പറയണം. അപ്പോൾ നിങ്ങൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആര് തോക്കൂ, നിങ്ങൾ തോക്കൂ. കാരണം ഞാൻ അവിടെ ജയിക്കും. കാരണം അത് എവിടെ പറയണം, ഡി പറയണം. അപ്പോൾ ഡീഡിൽ നമ്മൾ എന്ത് ചെയ്യണം, തീരുമാനിക്കണം. അതായത് ഡീഡിൽ കൃത്യമായിട്ട് എഗ്രിമെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത്ര ശതമാനം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അതായത് ഡ്രോയിങ്സ് കൊണ്ടുപോയി കഴിഞ്ഞാൽ, അതായത് ബിസിനസ്സിന് പൈസ എടുത്ത് പോയി കഴിഞ്ഞാൽ ഇത്ര ശതമാനം ഡ്രോയിങ്സ് തരൂ എന്നുള്ളത് എവിടെ പറയണം, ഡി പറയണം. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ അത് എത്രയാണ്, ഒന്നുമില്ല, 0% ആണ്. സാലറി എന്താണ്, കിട്ടൂല മോനെ. 10,000 രൂപ കിട്ടൂല നിങ്ങൾക്ക്. അതായത് എവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ, ഡി പറഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ. ഓക്കെ. ഇനി എന്താ ലോണിൻ്റെ കേസിൽ. ഇപ്പം ലോണിൻ്റെ കേസിൽ ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു, ലോൺ തരുന്നു, കൊണ്ടുവരുന്നു. എന്നിട്ട് എന്താണ്, ആദ്യം കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് ഞാൻ ഒരു 5% ലോൺ പൈസ ഇൻട്രസ്റ്റ് ഒക്കെ നീ എടുത്തോ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടാണ് നീ കൊണ്ടുവരുന്നത്. പക്ഷെ ഞാൻ ഐസായിട്ട് കുറച്ച് ചെയ്യുന്നത് എന്തായി, കാല് മാറി. അപ്പോൾ എന്താ, നിങ്ങൾക്ക് കേസ് കൊടുക്കും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യും, ജയിക്കും. പക്ഷേങ്കിൽ നമ്മളിപ്പോൾ ഈ 10% ഇൻട്രസ്റ്റ് വേണമെന്നാ പറഞ്ഞെങ്കിൽ അത് 10 കിട്ടൂല. അവിടെ എത്ര കിട്ടും, എത്ര തരാൻ പറയും, 6% തരാൻ പറയും. ഓക്കെ അല്ലേ. അപ്പോൾ എന്താണ് 6%, അവിടെ ഇൻട്രസ്റ്റ് ഓൺ ലോണിൻ്റെ കേസിൽ എന്ത് കിട്ടും, 6% കിട്ടും. ബാക്കി 3 എന്താവില്ല, ഒന്നും ഉണ്ടാവില്ല, ഫുൾ പൂജയായിരിക്കും. ഓക്കെ. പിന്നെ ഈ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ നമ്മളിപ്പോൾ അവൾ ഈക്വലി എന്നൊക്കെ പറയും. ഇപ്പോൾ ഇതാണ് പറഞ്ഞു, നിനക്ക് നീ കൂടുതൽ പണിയെടുക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് തീരുമാനിച്ചിട്ടുണ്ട്, 2:1. അതായത് മൊത്തം കിട്ടുന്ന ലാഭത്തിന് 3 ഭാഗമാക്കി, 2 ഭാഗം ആർക്ക് തരാം, എനിക്ക് തരാം. ബാക്കി ഒരു ഭാഗം എന്താ ഞാൻ എടുക്കാവുന്ന രീതിയിൽ നമ്മൾ തീരുമാനിച്ചുള്ളൂ എന്ന് വിചാരിച്ചോ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നൈസായിട്ട് വീണ്ടും ഞാൻ അവിടെ കാലം മാറി. അപ്പോൾ കാലം മാറുന്ന സമയത്ത് എന്ത് കിട്ടൂല, നീ കേസ് കൊടുത്തതിനാൽ നീ ജയിക്കൂല. അവിടെ കോടതി പറയും എന്ത് ചെയ്യണം, ഈക്വൽ, അതായത് 1:1 ആക്കണം എന്നുള്ള രീതിയിൽ പറയും. അതായത് ഈക്വലായിട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ആര് പറയും, കോടതി പറയും. കാരണം ഇതൊക്കെ ചെയ്യണമെങ്കിൽ, അതായത് ഇപ്പോൾ 2:1 കിട്ടണമെന്നെങ്കിൽ കിട്ടും. എപ്പോൾ ഇതെവിടെ പറയണം, ഡീഡിൽ നമ്മൾ എന്ത് ചെയ്യണം, പറയണം. അപ്പോൾ ഡീഡ് പറഞ്ഞിട്ടില്ല എന്നാണ് ഇതൊക്കെയാണ് എന്ത് ചെയ്യുക, സംഭവിക്കുക. ക്വസ്റ്റ്യൻസ് വരാനുണ്ട്, നോക്കാം. ഓക്കെ. ബാക്കി ഫസ്റ്റത്തെ 3 0 ആണ്. എവിടെയേ കിട്ടുള്ളൂ, ഇൻട്രസ്റ്റ് ഓൺ ലോണിൻ്റെ കേസിൽ കിട്ടും. അത് അത്രേ കിട്ടുള്ളൂ. 10-15 എന്ന് പറഞ്ഞാൽ കിട്ടില്ല. എത്ര കിട്ടും, ഫിക്സഡ് 6%. എവിടെ ഡി പറഞ്ഞിട്ടില്ലെങ്കിൽ, ഡീഡിലുണ്ടോ ഒരു പ്രശ്നമില്ല. ഡീഡിൽ ഇല്ലെങ്കിലാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ വരിക. ഓക്കെ. ഡീഡിൽ ഇല്ല എന്നാണെങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്ര ആവും, ഈക്വൽ ആവും. 1:1 ഈക്വലായിട്ട് തുല്യമായിട്ട് എന്ത് ചെയ്യണം, വീതിച്ചെടുക്കണം. ഓക്കെ അല്ലേ. അപ്പം ഈ കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഓക്കെ. ഇനി ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ പ്രശ്നം. ഓക്കെ. അതായത് ഇപ്പം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈ പറയുന്ന കാര്യം ഇതിൻ്റെയൊക്കെ നാച്ചുറൽ നമ്മൾ പറയണല്ലോ. അപ്പോൾ നാച്ചുറൽ നമുക്ക് ജസ്റ്റ് റെഫിൽ ചെയ്യാം. എന്ത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ നാച്ചുറൽ എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നാച്ചുറൽ എന്താ, എക്സ്പെൻസ് ആണ്. ഓക്കെ. ഇതെന്താ, നമുക്ക് ഇൻകാണ്. ഓക്കെ. ഇത് നമുക്ക് എന്താ, എക്സ്പെൻസ് ആണ്. ഇത് നമുക്ക് എന്താ, എക്സ്പെൻസ് ആണ്. ഓക്കെ. ബിസിനസ് പ്രോഫിറ്റ് ഷെയർ റേഷ്യോ എന്താ, എക്സ്പെൻസ് അല്ല, അത് ശരിക്കും ആർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ. അതായത് പാർട്ട്നേഴ്സിന് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും, ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ. അവസാനം ഈ എക്സ്പെൻസ് ഇൻകം ഒക്കെ കുറച്ചിട്ട് കിട്ടുന്ന അവസാനത്തെ സാധനം നമ്മൾ എന്ത് ചെയ്യും, പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ. ഇനി നമ്മളെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലൊക്കെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ജസ്റ്റ് ഞാൻ എന്താ നിങ്ങൾ ഓൾറെഡി ഇതൊക്കെ അറിയാമെന്ന് പറഞ്ഞതുകൊണ്ട് ഡീപ്പായിട്ട് ഞാനത് മൈന്യൂട്ടായിട്ട് പറയുന്നില്ല. ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് മാത്രം ജസ്റ്റ് അത് പറയാം. ഓക്കെ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിപ്പോൾ ലോണിൻ്റെ കേസിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ കടം വാങ്ങുന്നു, ആ കട എത്ര കാലം ഉപയോഗിച്ചോ അതിന് നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. ഓക്കെ. അപ്പോൾ ഇപ്പോൾ 1 ലക്ഷം വാങ്ങിയെന്ന് വിചാരിച്ചോ, 1 ലക്ഷം നമ്മൾ ലോൺ എടുത്തിട്ടെന്ന് വിചാരിച്ചോ. 1 ലക്ഷം ലോൺ എടുത്തു. ആ ലോൺ എന്ത് ചെയ്യും, 3 മാസം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, 3 മാസം കഴിഞ്ഞ് നമ്മൾ തിരിച്ചടച്ചു. അപ്പോൾ ഒരു 3 മാസത്തെ എന്ത് കൊടുത്താൽ മതി, ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി. അപ്പം എല്ലാവരും ഇൻട്രസ്റ്റ് റേറ്റ് പറയുക പെർ ആനാണ്. അതായത് ഒരു കൊല്ലത്താണ് ഇൻട്രസ്റ്റ് റേറ്റ് പറയുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 8% എന്ന് വിചാരിച്ചോ. ഓക്കെ. അപ്പോൾ 1 ലാഖിൻ്റെ 8% എന്ന് പറയുന്ന സമയത്ത് ആ 1 ലാഖിൻ്റെ 8% കിട്ടും. ഓക്കെ. ആ 1 ലാഖ് ഇൻറ്റു, അതായത് 1 ലാഖ് ഇൻറ്റു 8% എന്ന് പറയുന്നത് എത്ര കൊല്ലത്തെ, ഇത് മൊത്തം ചെയ്താൽ കിട്ടുന്ന ഉത്തരം എന്താ, 1 ഇയറിൻ്റെതാണ്. 1 ഇയറിൻ്റെ ഉത്തരമാണ് ഈ കിട്ടുക. അതായത് എത്ര മാസത്തെ, 12 മാസത്തെ. പക്ഷെ നമുക്ക് എത്രയും കൊടുക്കണ്ടോ, 3 മാസത്തെ കൊടുക്കണ്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, ഇത് മൊത്തം ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 12 മാസത്തെ കിട്ടും. അപ്പോൾ നമുക്ക് എന്താ 3 മാസത്തിനാക്കാൻ വേണ്ടിയിട്ട് ഇതിന് ആദ്യം എന്ത് ചെയ്യണം, /12 അടിക്കാം. /12 ഏതൊരു സാധനത്തിനും ഏതെങ്കിലും ഒരു സമ്പത്തിനും ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അതെന്താവും, അതിൻ്റെ 1 മാറും. അപ്പോൾ 12 ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 1 മാസത്തെ കിട്ടും. അപ്പോൾ 1 മാസത്തെ ഉത്തരത്തിനെ വീണ്ടും എന്ത് ചെയ്യുക, × 3 ചെയ്താൽ എത്ര മാസത്തിലേക്ക് എത്തും,
3 മാസത്തിലേക്ക് എത്തും. അപ്പം അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഇപ്പം ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്തുണ്ട്, ഇപ്പം ആദ്യം റിഷാൻ്റെ കേസ് മാത്രം നോക്കുക. ഇപ്പോൾ റിഷാൻ്റെ കേസിന് മാത്രം നോക്കുകയാണെങ്കിൽ റിഷാൻ ആദ്യം, അതായത് ഈ വർഷം തുടങ്ങുന്നത് 2023 ഓക്കെ, അതായത് 2020 ഫിനാൻഷ്യൽ ഇയർ ഒക്കെ അറിയാമായിരിക്കും. ഫിനാൻഷ്യൽ ഇയർ നോർമലി നമ്മൾ ഇവിടെ ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഏപ്രിൽ ടു മാർച്ച് തന്നെ. അപ്പോൾ ഒരു കൊല്ലം ഏപ്രിൽ തുടങ്ങും, എന്നിട്ട് അടുത്ത കൊല്ലം എന്താവും മാർച്ച്. അതായത് ഇപ്പം നമ്മൾ ബഡ്ജറ്റൊക്കെ വന്നിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ എന്താണ് ഇപ്പം, അതായത് ഇപ്പം ഈ കൊല്ലം അവസാനിക്കും, ഏത് അടുത്ത മാസം മാർച്ചിൽ എന്ത് ചെയ്യും അവസാനിക്കും. അതായത് നിങ്ങൾ സ്കൂൾ കൂട്ടുന്ന പോലെ. ഓക്കെ, മാർച്ച് 31 എന്ത് അവസാനിക്കും, ഈ ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കും. എന്നിട്ട് ഏപ്രിൽ 1 എന്ത് ചെയ്യും, അടുത്ത പുതിയ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ടാകും. അങ്ങനെയാണ് പൊതുവേ. പക്ഷേ നിങ്ങളുടെ ക്വസ്റ്റൻസിൽ എന്ത് വരാറുണ്ട്, ജനുവരി മുതൽ ഡിസംബർ വരെ എന്ത് വരാറുണ്ട്, ഫിനാൻഷ്യൽ ഇയർ വരാറുണ്ട്. അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ 1/1/2023, അതായത് 1/1/2020, അതായത് ഫിനാൻഷ്യൽ ഇയർ എങ്ങനെ വരിക, ഓക്കെ, ഇയർ എൻഡിങ് 31 ഡിസംബർ എന്നാണ് പറഞ്ഞത്. അതിനർത്ഥം കൊല്ലം അവസാനിക്കും, ജനുവരി ടു ഡിസംബർ ആണ് എന്ത് വരിക, ഫിനാൻഷ്യൽ ഇയർ വരാമെന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പം അക്കൗണ്ട് അതായത് ഈ വർഷം, കഴിഞ്ഞ വർഷം, അതായത് 2023 തുടങ്ങുന്ന സമയത്ത് റിഷാൻ എത്ര ഉണ്ടായിരുന്നു, 60,000 ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷേങ്കിൽ അത് 1/5, അതായത് 4 മാസം കഴിഞ്ഞപ്പോൾ റിഷാൻ വീണ്ടും എത്ര കൊണ്ടുവന്നു, അഡീഷണലി കൊണ്ടുവന്നു. എത്ര, 30,000 കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ റിഷാന്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ അക്കൗണ്ടിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് എത്ര ഉണ്ടായിരുന്നു, 60,000 ഉണ്ടായിരുന്നു. ഓക്കെ, അതിലൊരു 5 മാസം കഴിഞ്ഞ സമയത്ത്, അല്ല 5 മാസം, 4 മാസം കഴിഞ്ഞ് 5-ാമത്തെ മാസത്തിന്റെ തുടക്കത്തിനാണ്. അപ്പം 5-ാമത്തെ മാസത്തെ തുടക്കത്തിൽ പോകുന്ന സമയത്ത് 30,000 രൂപ, ഓക്കെ, 30,000 അയാൾ എന്ത് ചെയ്തു, വീണ്ടും കൂടുതൽ കൊണ്ടുവന്നു. അപ്പോൾ കൂടുതൽ കൊണ്ടുവന്ന സമയത്ത് മൊത്തം എത്രയായി, 90,000 ആയി മാറി. ഓക്കെ, അപ്പം മൊത്തം ടോട്ടൽ ക്യാപിറ്റൽ എത്ര ആയിട്ടുണ്ട്, 90,000 ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് അവിടെ അല്ലെങ്കിൽ നമ്മൾ ഫണ്ട് ഉപയോഗിച്ചതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഫണ്ട് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് കൊടുക്കണ്ടേ, ഇൻട്രസ്റ്റ് കൊടുക്കണ്ടേ. ഓക്കെ, പക്ഷെ ഇവിടെ എന്താ, നമ്മൾ 60,000 യൂസ് ചെയ്ത് എത്ര കാലം മാത്രം, 4 മാസം യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ എങ്ങനെ പിന്നെ 5-ാമത്തെ മാസം മുതൽ നമ്മൾ എത്ര ഉപയോഗിക്കുന്നുണ്ട്, 90,000. അപ്പോൾ 5-ാമത്തെ മാസം മുതൽ എത്ര മേലെ ഇൻട്രസ്റ്റ് കൊടുക്കണം, 90,000 മേലെ കൊടുക്കണം. പിന്നെ അവസാനം നോക്കുകയാണെങ്കിൽ 1/10 10-ാമത്തെ മാസമായ സമയത്ത് എത്ര വിഡ്രോ ചെയ്യുന്ന പറഞ്ഞാൽ എടുത്തുകൊണ്ട് പോയി. ഓക്കെ, അതായത് അയാളെ ക്യാപിറ്റൽ അയാൾ എന്തുകൊണ്ട് പോകുന്നുണ്ട്, 10,000 രൂപ തിരിച്ചെടുക്കുന്നുണ്ട്. അപ്പം പിന്നെ 10,000 തിരിച്ചു, പിന്നെ ബിസിനസ്സിന് എത്രയേ ഉള്ളൂ, 80,000 ഉള്ളൂ അല്ലേ. പിന്നെ 10-ാമത്തെ മാസം മുതൽ എത്ര ഉപയോഗിക്കുന്നുള്ളൂ, 80,000 ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന എന്താണെന്ന് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമ്മൾ എത്ര പൈസ, അതായത് ഒരു പാർട്ട്ണറെ എത്ര പൈസ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ ആ പാർട്ട്ണർ തന്ന എത്ര പൈസ നമ്മൾ ബിസിനസ്സിൽ വെച്ചിട്ടുണ്ടോ അതിൻ്റെ മേലെ മാത്രമേ നമ്മൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഇവിടെ എന്താ, ഫണ്ട് ഓരോ സമയം അനുസരിച്ച് എന്താവുന്നുണ്ട്, ഫണ്ട് മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 60,000 മേലെ, ഇപ്പോൾ ഉദാഹരണം പറയാൻ എത്ര പെർസെൻറ്റേജാണ്, മറ്റേ 6% പറഞ്ഞിട്ടുള്ളത്. അപ്പം 60,000 മേലെ നമ്മൾ എന്ത് ചെയ്യണം, 6% കൊടുക്കണം. പക്ഷേ അത് എത്ര മാസം ഉപയോഗിക്കുന്നുള്ളൂ, നമ്മൾ 60,000 ഫണ്ട് ഉപയോഗിക്കുന്നത് 1, 2, 3, 4 മാസം ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, 4/2 എന്ത് ചെയ്താൽ മതി, അതിൻ്റെ മേലെ 4/2 കൊടുത്താൽ മതി. ഓക്കെ, 5-ാമത്തെ മാസം മുതൽ പിന്നെ നമ്മൾ മൊത്തം എത്ര ഉപയോഗിക്കുന്നുണ്ട്, 90,000 ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ 90,000 ഇൻറ്റു 6%, ആ 90,000 പിന്നെ എത്ര മാസം ഉപയോഗിക്കുന്നത്, 10-ാമത്തെ മാസം, അത് 5-ാമത്തെ മാസം ഉപയോഗിക്കാൻ തുടങ്ങി. 5, 6, 7, 8, 9 അങ്ങനെ 5 മാസം ഉപയോഗിക്കുന്നുണ്ട്. അത് 10-ാമത്തെ മാസം തുടക്കത്തിലാണ്. അപ്പം 5 മാസം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, അതിൻ്റെ മേലെ 5/12 ചെയ്യണം. ഓക്കെ, അങ്ങനെ 10-ാമത്തെ മാസം 10-ാമത്തെ മാസം മുതൽ പിന്നെ നമ്മൾ എത്ര ഉപയോഗിക്കുന്നുള്ളൂ, 80,000 മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ 80,000 യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക്, അതായത് 10-ാമത്തെ മാസം 10, 11, 12 3 മാസം അല്ലേ, 10, 11, 12 3 മാസം ഡിസംബറിൽ അവസാനിക്കുമല്ലോ. അപ്പോൾ പിന്നത്തെ 3 മാസം നമ്മൾ എത്ര ഉപയോഗിക്കുന്നുള്ളൂ, 80,000 ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ മേലെ 6% വെച്ചിട്ട് എത്ര ചെയ്യണം, 3/12 ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരാം. ഓക്കെ, അതായത് നമ്മൾ എത്ര ഫണ്ടാണോ യൂസ് ചെയ്യേണ്ടത് അതിന് മേലെ മാത്രം എന്ത് കൊടുത്താൽ മതി, ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 60,000 മേലെ, ഓക്കെ, 60,000 മേലെ എന്ത് ചെയ്യണം, ഇതിൻ്റെ മേലെ 6% കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, 3,600 കിട്ടും. അതെന്തോ ഒരു കൊല്ലത്തെയാണ്. പക്ഷേ ഇത് എത്ര മാസം യൂസ് ചെയ്തിട്ടുള്ളൂ, 4 മാസം. അപ്പോൾ /12 അടിച്ചു കഴിഞ്ഞാൽ ഒരു മാസം എത്ര കിട്ടും, 300 വെച്ചിട്ട്. അങ്ങനെ എത്ര മാസം ഉണ്ട്, 4 മാസം. ഓക്കെ, അപ്പോൾ എന്ത് വരും, 1,200 വരും. ഓക്കെ, പിന്നെ 5-ാമത്തെ മാസം മുതൽ അല്ലേ, 5-ാമത്തെ മാസം മുതൽ 10-ാമത്തെ മാസം വരെ. അപ്പോൾ 5 മാസം, 5, 6, 7, 8, 9 മാസം, 9 വരെ, അതായത് 5 മാസം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ 90,000 നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ മേലെ 6% അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു കൊല്ലത്തെ കിട്ടാം. പക്ഷെ നമുക്ക് എത്ര മാസം അത് യൂസ് ചെയ്യുന്നുള്ളൂ, 5 മാസം. അപ്പോൾ ഡിവൈഡ് എന്ത് ചെയ്യും, 5/12 അടിക്കുമ്പോൾ അവിടെ എന്ത് വരും, 2,250 വരും.
ഓക്കെ. പിന്നെ നമ്മൾ അവസാനത്തെ 3 മാസം, അതായത് 10, 11, 12, ഈ 3 മാസം നമ്മളെ കയ്യിൽ എത്ര ഫണ്ടുള്ള റിഷാൻ്റെ 80,000 രൂപയുള്ള. അപ്പോൾ 80,000 6% അടിക്കുക, അത് ഡിവൈഡ് ബൈ എന്ത് ചെയ്യുക 12 അടിച്ച് നമുക്ക് എന്ത് കിട്ടും? 4,800 ഒരു കൊല്ലത്തെ കിട്ടുക. ഡിവൈഡ് ബൈ 12 അടിക്കുമ്പോൾ ഒരു മാസം എത്ര കിട്ടും? 400 കിട്ടും. അങ്ങനെ എത്ര മാസം ഉണ്ട്? 3 മാസം. അങ്ങനെ എത്ര വരും? 1,200 വരും. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് 3 കൂട്ടണം, കാരണം ഇത് 3 നമ്മൾ കൊടുക്കേണ്ടതാണ്. ഓക്കെ. അപ്പോൾ 1,200 പ്ലസ് 2,250 പിന്നെ പ്ലസ് എന്ത് വരും? 1,200 വരും. അങ്ങനെ മൊത്തം എത്ര കൊടുക്കണം? 4,650 നമ്മൾ കൊടുക്കണം അല്ലേ? 4,000. അപ്പം ഇതിങ്ങനെ അതായത് നമ്മൾ എത്ര മാസം ഓണർ ഫണ്ട് നമ്മളെ ബിസിനസ്സിന് വേണ്ടി ബിസിനസ്സിൽ ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് നമ്മൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ? നമ്മൾ അതിൻ്റെ മേലെ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ. അതേപോലെ തന്നെ ഷാമിലിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആലോചിച്ച് നോക്കുക. ഷാമിൽ ആദ്യം എന്ത് ചെയ്യുന്നു? 50,000 രൂപ എന്തുണ്ട്? തുടക്കത്തിലുണ്ട് അല്ലേ? അപ്പോൾ ഷാമിലിൻ്റെ നോക്കുകയാണെങ്കിൽ ഓക്കെ. അപ്പോൾ ഷാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഷാമിൻ്റെ കേസിൽ ഷാമിൻ്റെ ക്യാപിറ്റൽ നോക്കുകയാണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്താ? ഷാമിൻ്റെ ഈ വർഷം തുടങ്ങുന്ന സമയത്ത് ക്യാപിറ്റൽ എത്ര ഉണ്ടായിരുന്നു? 50,000 ഉണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ അതായത് 5-ാമത്തെ മാസമാകുന്ന സമയത്ത് ഷാമിൽ വീണ്ടും എക്സ്ട്രാ എത്ര കൊണ്ടുവരുന്നുണ്ട്? 20,000 കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഈ വർഷം അവസാനിക്കുന്ന സമയത്ത് ഷാമിലിന് ഇനി എത്ര പൈസ അങ്ങോട്ടേക്ക് കൊടുക്കാനുണ്ട്? ക്യാപിറ്റലിൽ നോക്കുകയാണെങ്കിൽ ഇനി 70,000 രൂപ എന്ത് ചെയ്യാണ്? ഷാമിലിന് കൊടുക്കാനുണ്ട്. ഓക്കെ. അപ്പോൾ ഷാമിലിന് കൊടുക്കാനുള്ളതിൻ്റെ മേലേക്ക് നമ്മൾ എന്ത് കൊടുക്കണം? ഷാമിലിൻ്റെ ഇത്രയും പൈസ നമ്മളെ ബിസിനസ്സിനുണ്ട്, അതിൻ്റെ മേലേക്ക് നമ്മൾ എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റും ക്യാപിറ്റലും കൊടുക്കണം. ഓക്കെ. പക്ഷെ എല്ലാത്തിനും 70,000 മേലെ ഒരു കൊല്ലത്തേക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ? അതിൽ 50,000 രൂപ. ഓക്കെ. 50,000 രൂപ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആദ്യത്തെ 4 മാസം, അതായത് നേരത്തെ ചെയ്ത പോലെ തന്നെ 1, 2, 3, 4 ആദ്യത്തെ 4 മാസം നമ്മൾ ഷാമിൽ എത്ര പൈസ നമ്മളെ ബിസിനസ്സിലുള്ളൂ? 50,000 രൂപയുള്ളൂ. അപ്പം ആ 50,000 മേലെ നമ്മൾ എന്ത് ചെയ്താൽ മതി? 50,000 6% കൊടുക്കണം. ഓക്കെ. പക്ഷെ എത്ര കൊടുക്കണ്ട? ഒരു കൊല്ലത്തേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. എത്ര മാസത്തേക്ക് കൊടുത്താൽ മതി? 5 മാസമല്ല, ആദ്യത്തെ 4 മാസം കൊടുത്താൽ മതി അല്ലേ? ആദ്യത്തെ 4 മാസം എന്ത് ചെയ്യണം? അതിൻ്റെ മേലെ നമ്മൾ കൊടുക്കണം. ഓക്കെ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ. പിന്നത്തെ 5-ാമത്തെ മാസം മുതൽ പിന്നെ ഷാമിലിൻ്റെ ക്യാപിറ്റൽ ഒരു മാറ്റമില്ല. 5-ാമത്തെ മാസം മുതൽ ആ കൊല്ലം മൊത്തം ഷാമിലിൻ്റെ ക്യാപിറ്റൽ ഇനി എത്ര ഉണ്ട്? 70,000 ഉണ്ട് അല്ലേ? മൊത്തം 70,000 ഉണ്ട് മൊത്തം. ഓക്കെ. അപ്പോൾ പിന്നീട് അങ്ങോട്ട് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? 70,000 ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ 70,000 മേലെ 6% ചെയ്യുന്ന ഒരു കൊല്ലത്തേക്ക് കിട്ടും. പക്ഷെ പിന്നെ ഇനി ഒരു കൊല്ലം ഉണ്ടോ? പിന്നെ എത്രയുള്ളൂ? 5-ാമത്തെ മാസം മുതൽ 12-ാമത്തെ മാസം വരെ എത്ര ഉണ്ട്? 8 മാസം ഉണ്ട്. ഓക്കെ. ഇനി എന്ത് ചെയ്താൽ മതി? 8 മാസം കൊടുത്താൽ മതി. ഓക്കെ. അപ്പോൾ ആദ്യത്തെ 4 മാസം 50,000 മേലെ 6% കാൽക്കുലേറ്റ് ചെയ്ത് അതിന് എന്ത് ചെയ്യുക? മൊത്തം 3,000 കിട്ടും. അതിന് ഡിവൈഡ് ബൈ 12 അടിച്ച് ഒരു മാസത്തെ എത്ര കിട്ടും? 250 കിട്ടും. അങ്ങനെ 4 മാസം എത്ര വരും? 1,000 രൂപ വരും. ഓക്കെ. അതല്ല പിന്നീട് 5-ാമത്തെ മാസം മുതൽ 12-ാമത്തെ മാസം വരെ എത്ര ഉപയോഗിക്കുന്നുണ്ട്? 70,000 രൂപ ഉപയോഗിക്കുന്നുണ്ട്. 70,000 റുപ്പീസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിന് മേലെ 6% വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ 8 മന്തിലേക്ക് എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. ഓക്കെ. അങ്ങനെ നോക്കുകയാണെങ്കിൽ എത്ര വരും? 2,800. അങ്ങനെ ടോട്ടൽ എത്ര ഇൻട്രസ്റ്റ് കൊടുക്കണം? 3,800 നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് കൊടുക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? നമ്മൾ ഇൻട്രസ്റ്റ് എത്ര ഫണ്ട് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്, എത്ര മാസത്തേക്ക് എത്ര ഫണ്ട് യൂസ് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് നമ്മൾ എന്ത് കൊടുത്താൽ മതി? ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി. ഇതേ സാധനം വേറെ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ പഠിച്ച വേറെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ ആവണമെന്നില്ല. അതായത് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും? 50,000. അപ്പോൾ എന്താ പറയുക, റിഷാൻ്റെ കേസിൽ തന്നെ നോക്കുകയാണെങ്കിൽ റിഷാൻ്റെ കേസിൽ ആദ്യം എന്തുണ്ട്? 60,000 ഉണ്ട് അല്ലേ? അതായത് 60,000 എന്തുണ്ട്? ഫണ്ട് ഉണ്ട്. അപ്പോൾ 60,000 തുടക്കത്തിലേ ഉണ്ട്. അപ്പോൾ തുടക്കത്തിലേ ഉള്ളത് കൊണ്ട് ഇതിൻ്റെ മേലെ എന്ത് ചെയ്യും? 6% 12, അതായത് ഒരു കൊല്ലത്തേക്ക് മൊത്തം കൊടുക്കും. ഓക്കെ. ഈ 12/12 ചെയ്യണമെന്നില്ല എന്ത് ചെയ്യും? ഒരു കൊല്ലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? 1 ഇയറേക്ക് ഫുള്ള് ഇത് എന്ത് ചെയ്യും? കൊടുക്കും. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യും? പിന്നെ 30,000. ഓക്കെ. ഈ 30,000 മേലെ എന്ത് ചെയ്യും? 6% ചെയ്യും. ഈ 30,000 എപ്പം മുതലാണ് വരുന്നത്? 5th മന്ത് മുതൽ വരുന്നത്. അപ്പോൾ 5-ാമത്തെ മാസം മുതൽ 12-ാമത്തെ മാസം വരെ നോക്കും. ഓക്കെ. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവിടെ എത്ര ഉണ്ട്? 6 മന്ത് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ മേലെ എന്ത് ചെയ്യും? 6/12 ചെയ്യും. ഓക്കെ. പിന്നെ എന്ത് ചെയ്യും? 10,000 രൂപ എന്ത് ചെയ്യുന്നുണ്ട്? വിഡ്രോ ആണ് ചെയ്യുന്നത്. ഓക്കെ. ഈ 10,000 രൂപ വിഡ്രോ ചെയ്യുന്നത് എത്ര മാസത്തേക്കാണ് വിഡ്രോ ചെയ്യുന്നത്? അതായത് 10-ാമത്തെ മാസത്തിലാണ് വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ എത്ര വരും? 10, 11, 12 അങ്ങനെ 3 മാസത്തേക്ക് എന്ത് ചെയ്യും? ഇത് വരും. ഓക്കെ. അപ്പോൾ 3/12 വരും. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യും? 6,000 എന്ന് പറഞ്ഞ ഫണ്ട് നമ്മൾ ബിസിനസ്സിൽ ഒരു കൊല്ലം ഉപയോഗിക്കുന്ന കൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? 60,000 ഇൻറ്റു 6% അടിച്ചിട്ട് എന്ത് ചെയ്യും? 3,600 വരും. പിന്നെ 30,000 ഇൻറ്റു എന്ത് വരും? 6% ഇൻറ്റു എന്ത് ചെയ്യും? 6/12 വെക്കുന്ന സമയത്ത് 900 വരും. ഓക്കെ. പിന്നെ ഇതെന്താണ്? ഇത് ഡ്രോയിങ്സ് ആണ്, അതായത് കൊണ്ടുപോകുന്നതാണ്. ഓക്കെ. അപ്പം 10,000 എന്ന് പറഞ്ഞ ഫണ്ട് ബിസിനസ്സിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? കൊണ്ടുപോകുന്നുണ്ട്. എത്ര മാസത്തേക്ക് കൊണ്ടുപോകുന്നത്?
3 മാസത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, അപ്പം അതിൽ 150 എന്താ ഡ്രോയിങ്സ് ആണ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ആ പൈസ എന്താ ബിസിനസ്സിൽ നിന്ന് കൊണ്ടുപോയി 3 മാസത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 3600 പ്ലസ് 900 മൈനസ് എന്ത് ചെയ്യും? 150 ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് എന്ത് വരും? 4350 എന്ന് വരും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താ ഇവിടെ എന്താ പറയുക ചെറിയ, അതായത് 6 മന്ത് അല്ല വന്നിട്ടുള്ളത്, 8 മന്ത് ഉണ്ടാവുമല്ലേ. അതായത് 5th മന്ത് മുതൽ 12th മന്ത് വരെ യൂസ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ട്? 8 മന്ത് ഉണ്ട്. അപ്പോൾ ഇതിലെന്താണ് ഒരു ചേഞ്ച് ഉണ്ടാവും അല്ലേ? 900 വരില്ല. അതായത് 30,000 ഇൻറ്റു 6% ഇൻറ്റു എന്ത് ചെയ്യണം? 8/12 ചെയ്യണം. അപ്പോൾ എത്ര വരും? 1200 വരും. അങ്ങനെ നോക്കുകയാണെങ്കിൽ 3600 പ്ലസ് 1200 അതിന് എന്ത് ചെയ്യണം? 150 കുറക്കണം. അങ്ങനെയാണ് എന്ത് വരും? 4650 വരും അല്ലേ? 4650 ആണ് എന്ത് വരിക? മൊത്തം നമുക്ക് എന്ത് വരിക? ഇൻട്രസ്റ്റ് വരിക. അപ്പോൾ നോക്കുകയാണെങ്കിൽ എന്താ, നിങ്ങൾ നേരത്തെ രീതി ചെയ്യുന്ന സമയത്തും എത്ര തന്നെ കിട്ടിയത്? 4650 തന്നെ. ഈ രീതി ചെയ്യുന്ന സമയത്ത് എന്താണ്? 4650 തന്നെ കിട്ടാം. ഓക്കെ, രണ്ട് രീതി ചെയ്താലും കിട്ടുന്ന ഉത്തരം തന്നെയാണ് സെയിം ആണ്. ഇവിടെ എന്താ സെയിം ഉത്തരം കിട്ടിയിട്ടുള്ളത്? ഇവിടെ എന്താ നേരത്തെ എന്താ കിട്ടിയിട്ടില്ല? സെയിം ഉത്തരം. നേരത്തെ എന്താ ശരിയായ കൺസെപ്റ്റ് നമ്മൾ ആലോചിച്ചത്, അതായത് ഒരു പൈസ എത്ര മാസം യൂസ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൽ കൺവേർട്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? എല്ലാത്തിനും എന്നാൽ അത് എപ്പം കൊണ്ടുവന്നു അത് മുതൽ എന്ത് ചെയ്യും? ഇനിയുള്ള 12 അങ്ങോട്ടേക്ക് എത്ര മാസമുണ്ട് അത് ഫുൾ നമ്മൾ എന്ത് ചെയ്യും? കാൽക്കുലേറ്റ് ചെയ്യും. അതിൽ എന്തെങ്കിലും വിഡ്രോവൽസ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? ആ വിഡ്രോവൽസിൻ്റെ എത്ര മാസത്തേക്ക് വിഡ്രോ ചെയ്തിട്ടുണ്ടോ അത്രയും മാസത്തെ എന്ത് ചെയ്യും? കണ്ടുപിടിച്ച് അത് എന്ത് ചെയ്യും? ഇതൊന്ന് ലെസ് ചെയ്യും. ആ രീതിയിലും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ എന്താ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നോക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ എന്താ? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ വരുന്ന മറ്റൊരു കേസാണ് എന്ത്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ ഏകദേശം മനസ്സിലായിരിക്കുമല്ലോ. അപ്പം ഇതേ ഒരു പാറ്റേൺ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഇതേ പാറ്റേണിൽ വരാം. ഓക്കെ, ഇതിൽ കൂടുതൽ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനെന്ന് പറയുമ്പോൾ ഓൾറെഡി ഈ ചാപ്റ്റേഴ്സ് അത്യാവശ്യം ഐഡിയ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒരു ബേസിക് കൺസെപ്റ്റ് മാത്രമേ വേണ്ടൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നത്? ഞാൻ ജസ്റ്റ് പറഞ്ഞ് മാത്രം പോകുന്നത്. ഓക്കെ, പിന്നെ അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരു മിനിറ്റ്. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ കേസിലാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ കേസ് ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞു. അതിൻ്റെ നാച്ചുറൽ എന്താ? ഇൻകമാണ്. പക്ഷെ അത് എന്താ പറയുക, നമ്മൾ ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഒരു ഇൻകം വരുന്ന സാധനമാണ് അത്. പക്ഷെ ഓണറായിട്ട് കണക്ട് ചെയ്യുന്നതുകൊണ്ട് അത് എന്ത് ചെയ്യും? ഓണർക്ക് കൊടുക്കേണ്ട പൈസ നമ്മൾ എന്ത് ചെയ്യും? അത് കുറച്ച് കാണിക്കുക. അപ്പോൾ ബിസിനസ്സിന് ഒരേ സമയത്ത് ഇൻകം ഉണ്ടാവുന്നുണ്ട്, അതേ സമയത്ത് തന്നെ ഇപ്പോഴത്തെ സൈഡിൽ എന്ത് കുറയുന്നുണ്ട്? ക്യാപിറ്റൽ എന്ന ലയബിലിറ്റി. അതാണ് രണ്ട് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ സാധനം ഇപ്പോഴത്തെ എന്താണ്? ഇൻകത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഇൻകം കൂടുന്നുണ്ട്, അതേ സൈഡിൽ ആ പൈസ എന്താണ്? ഓണർ എന്ത് ചെയ്യുക? ഓണർക്ക് കൊടുക്കാനുള്ള പൈസ സെറ്റ് ഓഫ് ചെയ്യുന്നതുകൊണ്ട് എന്തും കുറയും? ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ലയബിലിറ്റി കുറയുകയും ചെയ്യുന്നുണ്ട്. അതാണ് രണ്ട് എഫക്റ്റ്. ഓക്കെ അല്ലേ? അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇൻട്രസ്റ്റ് ഓൺ കേസിന് കുറേ അതിൻ്റെ ക്വസ്റ്റ്യൻസ് പല രീതിയിൽ വരാം. അതായത് എന്താ പറയുക, ഡയറക്റ്റ് ഇപ്പം കുറേ എന്താ പറയുക, ജസ്റ്റ് എന്താ പറയുക, ഒരു എമൗണ്ട് ഒരു കൊല്ലത്തിൽ ഇത്ര എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഡ്രോയിങ്സ് ആയിട്ട്, അതായത് ഡ്രോയിങ്സ് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്, അതിന് മേലെ ഇത്ര പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക. അത് ഡേറ്റ് കാര്യങ്ങൾ കൃത്യമായിട്ട് തരും. ചില ക്വസ്റ്റൻ എന്താണ്, അതായത് ഇപ്പോൾ ഈ ക്വസ്റ്റൻ ഇപ്പം നോക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റൻ നോക്കുകയാണെങ്കിൽ എന്താണ്? ഒരു പാർട്ട്ണർ എന്ന് പറഞ്ഞൊരു പാർട്ട്ണർ എന്ത് ചെയ്യുക? 6000 എന്ത് ചെയ്യുന്നുണ്ട്? കൊണ്ടുപോകുന്നുണ്ട്, വിഡ്രോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ഇയറിൽ കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ മേലെ നമ്മൾ തീരുമാനിച്ചത് 12%. ഡ്രോയിങ്സിൻ്റെ മേലെ എത്ര ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യണമെന്നാണ്? 12% ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ, 12% ചാർജ് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ക്വസ്റ്റിന് പ്രത്യേകത ഇവിടെ എന്താണ്? എപ്പോഴാണ് എന്താ പറയുക, ഇത് എപ്പോഴാണ് ഇൻട്രസ്റ്റ്, എപ്പോഴാണ് ഡ്രോയിങ്സ് കൊണ്ടുപോയെന്ന് എന്ത് ചെയ്യുന്നില്ല, കൃത്യമായിട്ട് പറയുന്നില്ല. ഓക്കെ, ഏത് ഡേറ്റിലാണ് കൊണ്ടുപോയെന്ന് എന്ത് ചെയ്യുന്നില്ല, ഇവിടെ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഡേറ്റ് കൃത്യമായിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നില്ല, മെൻഷൻ ചെയ്യുന്നത്. അതായത് 12% ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. 6000 എന്ത് ചെയ്യുന്നുണ്ട്? ആ ഇയറിൽ കൊണ്ടുപോകും. അപ്പോൾ ചില ക്വസ്റ്റൻ അങ്ങനെയാണ്, അതായത് എപ്പോഴാണ് ഡേറ്റ് പറയില്ല, അതായത് എപ്പോഴാണ്, കാരണം നമുക്ക് എപ്പോഴാണ് കൊണ്ടുപോയത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതേ ക്വസ്റ്റൻ തന്നെ എന്താണ്, ഇപ്പോൾ ഈ ക്വസ്റ്റിൽ തന്നെ പറയുകയാണ് എന്താണ്, അപ്പോൾ ഈ ക്വസ്റ്റിനെ തന്നെ കൃത്യമായിട്ട് പറയുകയാണ്, അതായത് ഇന്ന ഡേറ്റിൽ, അതായത് ഇപ്പം 1/5 എന്ത് ചെയ്യുന്നുണ്ട്? കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ 1/5 ഡ്രോയിങ്സ് കൊണ്ടുപോയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കൃത്യമായിട്ട് 5-ാം മാസം മുതൽ 12-ാമത്തെ മാസം മുതൽ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 5 മുതൽ എത്ര മാസമുണ്ട്? 8 മാസമുണ്ട്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 6000 ഇൻറ്റു എത്ര പെർസെൻറ്റേജ്? 12% അല്ല, 12% ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് എത്ര മാസത്തേക്ക് ചെയ്താൽ മതി? 8/12 ചെയ്താൽ മതി. അതാണ് ഇൻട്രസ്റ്റ് ഓൺ എന്ത് വരാം? ഡ്രോയിങ്സ് വരാം. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റൻ അങ്ങനെയാണ്, കൃത്യമായിട്ട് എന്താ എമൗണ്ട്, പെർസെൻറ്റേജ്, ഡേറ്റും തരും. ഇന്ന ഡേറ്റിൽ ഡ്രോയിങ്സ് കൊണ്ടുപോയി. അപ്പോൾ എന്ത് ചെയ്യുന്നത്? ആ ഡേറ്റ് മുതൽ ഈ കൊല്ലം അവസാനം വരെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ ഇങ്ങനത്തെ ക്വസ്റ്റൻ, ഇപ്പോൾ ഈ ക്വസ്റ്റൻ ഞാനിപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്ത് എന്താക്കിയതാണ്, പറഞ്ഞതാണ്. എപ്പോൾ കൊണ്ടുപോയി? 1/5 കൊണ്ടുപോയി ഞാനൊരു ആഡ് ചെയ്തതാണ്. ഓക്കെ, ഈ ക്വസ്റ്റൻ എങ്ങനെയുള്ളത്? ഈ ക്വസ്റ്റൻ ജസ്റ്റ് എന്തേ പറയുന്നുള്ളൂ,
അതായത് ഈ ക്വസ്റ്റൻ എന്ത് മാത്രമേ ജസ്റ്റ് പറയുന്നുള്ളൂ, അതായത് 12%, അതായത് അത് ഇവിടെ ഒരു മിസ്റ്റേക്ക് ഒന്നാണ്. 12% ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം, ഡ്രോയിങ്സിൻ്റെ മേലെ നമ്മൾ ചാർജ് ചെയ്യണം. 6,000 എന്ത് ചെയ്തിട്ടുണ്ട്, മൊത്തം ഡ്രോയിങ്സ് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഡേറ്റ് പീരീഡ് കൃത്യമായിട്ട് പറയുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക, എന്ത് അസ്യൂം ചെയ്യുക, 6 months ആയിരിക്കും. അതായത് ഏകദേശം ഒരു 6 മാസത്തേക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക, ഇൻട്രസ്റ്റും ഡ്രോയിങ്സ്. അതാണ് പൊതുവെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ, അങ്ങനെയാണ് പാറ്റേൺ വരാറ്. അതായത് ഡേറ്റ് ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല, അതായത് എപ്പോഴാണ് കൊണ്ടുപോയത് എന്നൊന്ന് കൃത്യമായിട്ട് പറയുന്നില്ല എന്നാണെങ്കിൽ എന്ത് ചെയ്യുക, 6 months മേലെ കാൽക്കുലേറ്റ്. അപ്പോൾ എന്ത് വരും, 6,000 ഇൻറ്റു 12% ഇൻറ്റു എന്ത് ചെയ്യണം, 6/12. 6 മാസത്തേക്ക് എന്ത് ചെയ്താൽ മതി, കണ്ടുപിടിച്ചാൽ മതി. അതാണ് വേറൊരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ മറ്റൊരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ എന്ത് ചെയ്യും, മെൻഷൻ ചെയ്യും. അതായത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എമൗണ്ട്, അതായത് ഏതെങ്കിലും ഒരു എമൗണ്ട് എന്താണ് തോന്നിയ സമയത്ത് കൊണ്ടുപോകുന്നു. ഓക്കെ, അങ്ങനെ വരാം. പിന്നെ കൃത്യമായിട്ട് വരാം, കൃത്യമായിട്ട് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാം. അതായത് ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ മാറ്റുക. അതായത് 6,000 എന്ന് പറഞ്ഞ എമൗണ്ട് എന്ത് ചെയ്യുന്നു, എല്ലാ മാസത്തിനും തുടക്കത്തിൽ, അതായത് എല്ലാ മാസം, ഇത് ഒരു കൊല്ലത്തേക്കാണ് ഇവിടെ പറഞ്ഞത്, മൊത്തം എത്ര 6,000 കൊണ്ടുപോയിട്ടുണ്ട്. ചില ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, 6,000 എല്ലാ മാസത്തിൻ്റെയും ബിഗിനിങ്ങിൽ, അതായത് എല്ലാ മാസത്തിൻ്റെ ബിഗിനിങ്ങിൽ എന്ത് ചെയ്യാം. ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, അതായത് ഞാൻ ഇതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി അതായത് ഈ ഏരിയാസൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായി. ഓക്കെ, അപ്പോൾ എന്താണ് 6,000. ഓക്കെ, ആ എമൗണ്ട് എന്ത് ചെയ്യുന്നു, എല്ലാ മാസത്തിനും തുടക്കത്തിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ മാസത്തിനും അതായത് ആദ്യത്തെ 6,000 എന്ത് ചെയ്യേണ്ടി വരും, ആദ്യത്തെ രീതിയിൽ പറയുകയാണെങ്കിൽ 6,000 ഇൻറ്റു എന്ത്, ആദ്യത്തെ ഒന്നാമത്തെ മാസം തുടക്കം മുതൽ കൊണ്ടുപോയിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ മാസത്തിൻ്റെ ഒന്നാമത്തെ തീയതി തന്നെ കൊണ്ടുപോയതുകൊണ്ട് 12 മാസം എന്ത് ചെയ്തിട്ടുണ്ട്, അയാൾ ആ ഫണ്ട് നമ്മളടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അയാൾ എന്ത് ചെയ്യണം, 12 മാസം അയാൾ നമ്മളടുത്ത് ഫണ്ട് യൂസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയതുകൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യണം, ഒരു കൊല്ലത്തെ മൊത്തം വാങ്ങണം. അപ്പോൾ 6,000 ഇൻറ്റു എന്ത് ചെയ്യണം, 6% ഒരു കൊല്ലത്തേക്ക് തന്നെ വാങ്ങണം. പിന്നെ രണ്ടാമത്തെ മാസത്തിന് തുടക്കത്തിൽ അയാൾ വീണ്ടും എന്ത് കൊണ്ടുപോകും, 6,000 കൊണ്ടുപോകും. ഓക്കെ, അതിൻ്റെ മേലെ എന്ത് ചെയ്യണം, 6%. അപ്പോൾ രണ്ടാമത്തെ മാസത്തിൽ കൊണ്ടുപോയതിൻ്റെ മേലെ വീണ്ടും ഫുൾ ഇയറിൻ്റെ കാണണോ, വേണ്ട, എത്ര മാത്രം കണ്ടാൽ മതി, 11 മാസത്തെ കണ്ടാൽ മതി. ഓക്കെ, മൂന്നാമത്തെ മാസത്തെ തുടക്കത്തിൽ അയാൾ വീണ്ടും എന്ത് കൊണ്ടുപോകും, 6,000 കൊണ്ടുപോകും. പക്ഷേ അയാൾ പിന്നെ എത്ര മാസത്തെ വാങ്ങിയാൽ മതി, 10 മാസത്തെ വാങ്ങിയാൽ മതി. ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം ആവറേജ് ആയിട്ട് ഇതിങ്ങനെ എന്താവും, ഇത് 10/12, ഇതെന്തായി മാറും 9/12, ഇതിങ്ങനെ 8/12, ഇതിങ്ങനെ കുറഞ്ഞു പോവുക ചെയ്യുക. ഇതിൻ്റെയൊക്കെ ഒരു ആവറേജ് ആയിട്ട് എന്ത് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്, 6.5 വർഷത്തിന് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അതായത് ഫെർദറായിട്ട് ഇത് അറിയണമുണ്ട്, കൂടുതലായിട്ട് ഇത് അറിയണം. ഈ ഏരിയാസൊക്കെ ഞാൻ ജസ്റ്റ് ബേസ് ചാപ്റ്ററിൻ്റെ കൺസെപ്റ്റൊക്കെ ജസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഓടിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതൊക്കെ കൂടുതലായിട്ട് പക്ക ഫുൾ സ്ട്രക്ചേർഡ് ആയിട്ട് ഞാൻ 22 മുതൽ ക്ലാസ് തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിലൊക്കെ സ്ട്രക്ചേർഡ് ആയിട്ട് ഓരോ ഈച്ച് ആൻഡ് എവരി ഇങ്ങനെ ഓർഡർ എടുത്തെടുത്ത് പോകും എല്ലാ ചാപ്റ്റേഴ്സും. ഓക്കെ, ഇത് നിങ്ങളെ മറ്റേ എക്സാമിന് വേണ്ടിയിട്ട് മറ്റന്നാളൊക്കെ തുടങ്ങാൻ പോകുന്ന മോഡൽ എക്സാമിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒരു ഓവർവ്യൂ. ഓക്കെ, അപ്പോൾ എന്താണ്, ബിഗിനിങ് മന്ത്ലി ആണെങ്കിൽ ഇത് എന്ത് ചെയ്താൽ മതി, 6.5 മാസത്തേക്ക് വേണ്ടി കണ്ടുപിടിച്ചാൽ മതി. അതായത് ഇതിങ്ങനെ ഓരോന്ന് കണ്ടുപിടിക്കേണ്ട, പകരം എന്ത് ചെയ്യുക, 6,000 എത്ര തവണ കൊണ്ടുപോയിട്ടുണ്ട്, 12 തവണ കൊണ്ടുപോയിട്ടുണ്ട് അല്ലേ. അങ്ങനെ മൊത്തം അയാൾ എത്ര ഡ്രോയിങ്സ് കൊണ്ടുപോയിട്ടുണ്ട്, 6,000 ഇൻറ്റു 12 മാസം കൊണ്ടുപോയിട്ടുണ്ട്. എല്ലാ മാസത്തിൻ്റെ തുടക്കത്തിൽ അങ്ങനെ 12 മാസം കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ മൊത്തം അയാൾ എത്ര കൊണ്ടുപോയിട്ടുണ്ടാവും, 72,000 രൂപ എന്ത് കൊണ്ടുപോയിട്ടുണ്ട്, ഡ്രോയിങ്സ് ആയിട്ട് നമ്മളടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ ഇതിങ്ങനെ ഓരോ 6,000 മേലെ കണ്ടുപിടിക്കാണ്ട് ഈ 72,000 മേലെ എന്ത് ചെയ്യാം, 6% കണ്ടുപിടിക്കുക. എത്ര മാസത്തേക്ക്, 6.5 മന്തിലേക്ക് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ പറയുകയാണെങ്കിൽ മിഡിലാണെങ്കിൽ അത് എത്ര തന്നെ കണ്ടുപിടിച്ചാൽ മതി, 6 തന്നെ ചെയ്താൽ മതി. ഇനി എൻഡിലാണെങ്കിൽ അത് എന്ത് ചെയ്യുക, 5.5 ചെയ്യാം. ഇനി ഓക്കെ, ക്വാർട്ടർ നമ്മൾ ഫുള്ളിൻ്റെ പോയിന്റ് എന്നൊക്കെ പറയുന്ന പോലെ, അതായത് മൊത്തത്തിൻ്റെ 4/1 ഭാഗം, അതായത് ക്വാർട്ടറിലാണ് കൊണ്ടുപോകുക. അതായത് എന്താ, 3 മാസം കൂടുമ്പോൾ എന്ത് ചെയ്യുന്നത്, അയാൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ഈ 6,000 തന്നെ എടുത്തു. 6,000 തന്നെ എല്ലാ 3 മാസം കൂടുമ്പോൾ 3 മാസത്തിൻ്റെ തുടക്കത്തിൽ കൊണ്ടുപോകാം. ഓക്കെ, എല്ലാ 3 മാസത്തിന് അവസാനം, അതായത് ഒന്നിക്കുന്ന ജനുവരി സ്റ്റാർട്ടിങ് കൊണ്ടുപോകാം. എന്നിട്ട് എന്താ 3 മാസം കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരി മാർച്ച് കഴിഞ്ഞിട്ട് ഏപ്രിലിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുപോകാം. ഓക്കെ, അല്ലെങ്കിൽ ഏപ്രിൽ മെയ് ജൂൺ കഴിഞ്ഞിട്ട് ജൂലൈൻ്റെ സ്റ്റാർട്ടിങ് കൊണ്ടുപോകാം. അങ്ങനെ എന്ത് ചെയ്യാം, കൊണ്ടുപോകാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, എൻഡിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഈ ക്വാർട്ടറിൻ്റെ മിഡിൽ കൊണ്ടുപോകാം. അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്ന രീതിയിലാണെങ്കിൽ, ഇപ്പോൾ ക്വാർട്ടറിലെ ആണെങ്കിൽ, ഇപ്പോൾ 6,000 വെച്ചിട്ടാണെങ്കിൽ ക്വാർട്ടറിലെ ആണെങ്കിൽ എന്ത് ചെയ്യും, അയാൾ 4 തവണ കൊണ്ടുപോകും. ഓക്കെ അല്ലേ, 4 ക്വാർട്ടറിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ 6,000 ഇൻറ്റു 4 വെച്ചിട്ട് എന്താ, മൊത്തം അയാൾ എത്ര കൊണ്ടുപോകും, 24,000 കൊണ്ടുപോകും. അപ്പോൾ ഈ 24,000 മേലെ 6% കണ്ടുപിടിച്ചിട്ട് അത് ഈ 6,000 ഓരോ തവണ 4 തവണ സെപ്പറേറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ 24,000 മേലെ ഒപ്പരം കണ്ടുപിടിക്കുക. എന്നിട്ട് അത് എത്ര മാസത്തേക്ക് കൺവേർട്ട് ചെയ്താൽ മതി, ബിഗിനിങ്ങിലാണെങ്കിൽ അത് 7.5 ചെയ്താൽ മതി. ഓക്കെ, അതായത് 7.5/12 ചെയ്താൽ മതി.
ഓക്കെ. ഇനി മിഡിലാണെങ്കിൽ ഇവിടെ എത്ര തന്നെ 6 തന്നെ. ഇനി എൻഡിനാണ് എത്ര ചെയ്താൽ മതി 4.5 ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയാണ്. ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ജസ്റ്റ് ഞാൻ ഓവർവ്യൂ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓക്കെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഓക്കെ അതിൻ്റെ കാൽക്കുലേഷൻ കൂടുതലൊക്കെ ഫെർദറായിട്ട് ഇപ്പോൾ അറിയണമെന്നുണ്ടാണെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് മെസ്സേജ് അയക്കുക, ജസ്റ്റ് ചോദിക്കുക. എന്നിട്ട് നമുക്ക് ഫെർദറായിട്ട് ഈ ക്ലാസ്സിലൊക്കെ ഞാൻ പക്ക എന്നാലും വെൽ ഓരോ സ്പീഡിൽ എന്നാലും മൊത്തത്തിൽ ഓടിച്ചൊന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതിനെ കൂടുതലായിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ട് എന്നാണെങ്കിൽ എന്ത് ചെയ്യുക, മെസ്സേജ് അയക്കുക, പറയുക. ഓക്കെ, അതേപോലെ തന്നെ ഈ സാധനമൊക്കെ പക്ക എന്നാൽ സ്ട്രക്ചേർഡ് ആയിട്ട് എന്ത് ചെയ്യും, നമ്മൾ February 22 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആ നൈറ്റിലുള്ള ലൈവ് സെഷനിൽ നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് ഓരോന്ന് ഓർഡറിൽ തന്നെ എല്ലാ ചാപ്റ്റേഴ്സും പറഞ്ഞിട്ടു. ഓക്കെ, ഇനി അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിലിപ്പോൾ കാൽക്കുലേഷൻ ആയിട്ട് ക്വസ്റ്റ്യൻ വരെ 2 ഏരിയാസാണ്. ഏത്, ഒന്ന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ കേസിലും ഒന്ന് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ കേസിലുമാണ്. ഓക്കെ, പിന്നെ ഈ ഏരിയാസിന് അധികം ക്വസ്റ്റ്യൻ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ട് വരക്കാനാണ്. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട് വരക്കുക എന്നുള്ളതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട് വരക്കുക. ഓക്കെ, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വരക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് സിമ്പിളായിട്ട് വരക്കാൻ പറ്റും. ഓക്കെ, ഇത് നിങ്ങൾ അധികം ഒരു ഇത് പഠിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഈ ഡെബിറ്റ് സൈഡിൽ ഇന്നതൊക്കെ എഴുതണം, ക്രെഡിറ്റ് സൈഡിൽ ഇന്നതൊക്കെ എഴുതണം. അതിങ്ങനെ ഫിക്സ് ചെയ്ത ആളെ പഠിച്ചു വെക്കലാണ്. അതിന് പകരം എന്ത് ചെയ്യുക, ഞാൻ നേരത്തെ ഫസ്റ്റ് തുടക്കത്തിൽ ഞാൻ ഇട്ടാന്ന ഒരു ബേസ് ഉണ്ട്. ഓക്കെ, ആ ബേസ് വെച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഓക്കെ, അങ്ങനെ ആലോചിച്ചാണ് ക്യാപിറ്റലിൻ്റെ നാച്ചർ എന്താ, ലയബിലിറ്റി നാച്ചറാണ്. ഓക്കെ, അപ്പോൾ ലയബിലിറ്റി നാച്ചർ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഒരു സാധനം, ആ സാധനം നമ്മൾ ഓണർക്ക് അങ്ങോട്ടേക്ക് കൊടുക്കാനുള്ളതാണ്. ഇനി അതായത് ഓണർക്ക് ഇനി അങ്ങോട്ടേക്ക് കൊടുക്കാനുള്ളതാണെങ്കിൽ അതെന്ത് കൂട്ടും, ലയബിലിറ്റിനെ കൂട്ടും. ഓക്കെ, ഒരു സാധനം ഓണർക്ക് അങ്ങോട്ടേക്ക് കൊടുക്കേണ്ടതാണ്, അതെന്ത് കൂട്ടും, ലയബിലിറ്റി കൂട്ടും. ഇനി ഒരു സാധനം ഓണർ ഇങ്ങോട്ടേക്ക് തരേണ്ടതാണ്, അതെന്ത് കുറക്കും, ലയബിലിറ്റി കുറക്കും. നിങ്ങൾ ആലോചിച്ച് വയ്ക്കുക. അതായത് ഓണർക്ക് നമ്മൾ കൊടുക്കേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രമേ ഈ ചാപ്റ്റേഴ്സിലുള്ളൂ. ഒന്ന്, ഓണർ ഓൾറെഡി ഇത്ര കാലമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഓണർ എന്ത്, ക്യാപിറ്റലിൽ ആദ്യമേ ഉള്ള ബാലൻസ്. ഓക്കെ, ക്യാപിറ്റലിൻ്റെ ബാലൻസ്, അതായത് ഓപ്പണിംഗ് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് ഒക്കെ എന്താണ്, അതായത് ലെഡ്ജറൊക്കെ എങ്ങനെയാണ് ബാലൻസ് ചെയ്യാന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഞാൻ +1 ഓൾറെഡി പഠിച്ചിട്ടുണ്ടാകും, ഓർമ്മ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. ഞാൻ അതിലൊരു ഡൗട്ട് ഉണ്ടെന്നാണെങ്കിൽ ചോദിച്ചോ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ലയബിലിറ്റി അപ്പോൾ ഓണറിൻ്റെ ആദ്യം എന്താണ്, ഓണറിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവും. അതായത് ഈ വർഷം തുടങ്ങുന്ന സമയത്ത് ഓണർക്ക് കൊടുക്കേണ്ട ബേസ്. ഇപ്പോൾ നേരത്തെ എക്സാമ്പിളിൽ എന്താ പറയുക, എനിക്ക് 1 ലക്ഷം തരാനുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ, അതായത് അത് ഈ വർഷം തുടങ്ങുന്ന സമയത്ത് ഉണ്ടായ ബാലൻസാണ്. അതിനെ വിളിക്കുന്ന പേരാണെന്ത്, ഓപ്പണിംഗ് ബാലൻസ്. ഇനി ഇതിൽ എന്നാൽ ഈ വർഷം ഇനി എനിക്ക് തരാനുള്ളതും എൻ്റെ അടുത്ത് നിന്ന് കുറക്കാനുള്ളതെല്ലാം കൂട്ടും കുറക്കൊക്കെ ചെയ്തിട്ട് അവസാനം കിട്ടുന്ന സാധനമാണ് എന്ത്, ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ കൂട്ടണ്ടിയും കുറക്കണ്ടിയൊക്കെ ചെയ്തിട്ടുള്ള സാധനമാണ് എന്ത്, ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ലയബിലിറ്റി കൂടുന്ന കാര്യമൊക്കെ ലയബിലിറ്റി, അതായത് ഓണർക്ക് കൊടുക്കേണ്ടൊക്കെ ലയബിലിറ്റി കൂട്ടും, ഓണർ ഇങ്ങോട്ട് തരേണ്ടതിൽ എന്ത് കുറക്കും, ലയബിലിറ്റി കുറക്കും. അപ്പോൾ ഓണർക്ക് അങ്ങോട്ടേക്ക് കൊടുക്കേണ്ട ഒരു സാധനം ഒന്ന് ഓപ്പണിംഗ് ക്യാപിറ്റലാണ്. അതായത് ഈ വർഷം തുടങ്ങുന്ന സമയത്ത് എത്രയാണോ ബാലൻസ് അത് എന്ത് ചെയ്യണം, ഓണർക്ക് അങ്ങോട്ടേക്ക് കൊടുക്കേണ്ട. പിന്നെ ഓണർക്ക് കൊടുക്കേണ്ട സാധനം എന്തായിരിക്കും, ഒന്ന്, ഓണർ തുടക്കത്തിലല്ലാതെ പിന്നീട് എപ്പോഴെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അഡീഷണൽ ക്യാപിറ്റലായിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, ഓണറിൻ്റെ ലയബിലിറ്റി കൂട്ടും. ഓക്കെ, പിന്നെ ഓണർക്ക് കൊടുക്കേണ്ട കാര്യം എന്താ, പിന്നെ ഓണർക്ക് കൊടുക്കേണ്ട നമ്മൾ ഈ ചാപ്റ്ററിൽ, അതായത് തുടക്കത്തിൽ ആ ബോക്സിൽ വെച്ചിട്ടുണ്ടായ കുറച്ച് സാധനങ്ങളാണ് എന്ത്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. അതിൽ ഏതൊക്കെയാണ് ഓണർക്ക് കൊടുക്കേണ്ടത് നോക്കി. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓണർക്ക് കൊടുക്കേണ്ടതാണോ, അതെ അല്ലേ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓണർക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ത് കൂട്ടുന്ന കാര്യമാണ്, ഓണർക്ക് കൊടുക്കേണ്ട പൈസ കൂട്ടുന്ന കാര്യമാണ്. അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇൻകം ആണെങ്കിൽ പോലും അത് ആർക്ക് കൊടുക്കണം, ഓണർക്ക് കൊടുക്കണം. അത് പിന്നീട് കൊടുക്കേണ്ടതുകൊണ്ട് എന്ത് ചെയ്യും, ഓണറിൻ്റെ ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യും, കൂട്ടി കാണിക്കും. അപ്പോൾ 1 ലക്ഷം, നേരത്തെ 1,10,000 ആയത് എങ്ങനെയാണ്, 10,000 എന്ത് ചെയ്യാനുണ്ട്, ബിസിനസ് അനക്ക് എന്ത് തരാനുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ തരാനുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ 10,000 തരാനുള്ളതുകൊണ്ട് എന്ത് ചെയ്യും, എൻ്റെ ക്യാപിറ്റൽ 10,000 കൂടി കൂട്ടി കാണിക്കും. അത് ഇപ്പം തന്നെ ഞാൻ കൊണ്ടുപോയില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇപ്പം കൊണ്ടുപോകുന്നില്ല, പകരം ആ 10,000 പിന്നീട് എടുക്കാന്നുള്ള രീതിയിൽ അവിടെ വെക്കുന്നു. അപ്പോൾ ബിസിനസ്സിന് എന്തുണ്ടായി, ലയബിലിറ്റി ഉണ്ടായി, 10,000 കൂടി എനിക്ക് കൊടുക്കണമല്ലോ. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇൻകം ആണെങ്കിൽ അത് ആർക്ക് കൊടുക്കേണ്ട ഇൻകം, ഓണർ കൊടുക്കേണ്ട. ആ ഇൻകം ഇപ്പം കൊടുക്കുന്നില്ല, അതുകൊണ്ട് അത് എന്ത് കൂട്ടണം, ലയബിലിറ്റി കൂട്ടും. അതുപോലെ പിന്നെന്താ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അങ്ങോട്ട് കൊടുക്കേണ്ടതാണോ, അല്ല, അത് ഇങ്ങോട്ടേക്ക് ഓണർ തരണ്ടേ, അപ്പോൾ എന്ത് കൂട്ടൂല, ക്യാപിറ്റൽ കൂട്ടൂല. സാലറി, കമ്മീഷൻ, അത് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്ത് ആർക്ക് കൊടുക്കേണ്ടതാ, ഓണർക്ക് അങ്ങോട്ടേക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അതെന്താണ്, ഓണർക്ക് അങ്ങോട്ടേക്ക് ഇനി പൈസ കൊടുക്കണം സാലറി ആയിട്ട്. അപ്പോൾ എന്ത് കൂട്ടും, ലയബിലിറ്റി കൂട്ടും. അപ്പോൾ സാലറി വന്നു കഴിഞ്ഞാൽ എന്ത് കൂടും, ലയബിലിറ്റി കൂടും. അതേപോലെ തന്നെ എന്തും കൂടും, കമ്മീഷനും കൂടേണ്ട കാര്യമാണ്. പിന്നെന്താ അവിടെ ഉണ്ടായേ, ഇൻട്രസ്റ്റ് ഓൺ ലോണ്, അതും ആർക്ക് കൊടുക്കേണ്ടതാ, ഓണർക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് എവിടെ കൂട്ടണം, ഇൻട്രസ്റ്റ് ഓൺ ലോണ് കൂടും.
അല്ലേ? ഇൻട്രസ്റ്റ് ലോൺ കൂട്ടേണ്ടതാണ്, കാരണം അത് ആർക്ക് കൊടുക്കണം? ഓണർക്ക് കൊടുക്കണം, പിന്നീട് കൊടുക്കേണ്ട ഒരു സാധനമാണ്. ഓക്കെ, പിന്നെ ഇതൊക്കെയാണ് പൊതുവേ കൊടുക്കുക. ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അവസാനം കിട്ടുന്നൊരു സാധനമുണ്ട്, എന്ത്? പ്രോഫിറ്റ്. ആ പ്രോഫിറ്റിൻ്റെ ഷെയർ അല്ലേ? ഈ പ്രോഫിറ്റ് 20,000 ആണ്, നമ്മൾ ഈക്വൽ ആണ് 10,000. ആ 10,000 ആർക്ക് പിന്നെ ഇപ്പം കൊണ്ടുപോകുമോ? ഇല്ല. ഇതൊന്നും കൊണ്ടുപോകാത്ത ആൾ പിന്നെ പ്രോഫിറ്റ് മാത്രം കൊണ്ടുപോകാൻ നിൽക്കുമോ? ഇല്ല. ആ പ്രോഫിറ്റിന് പിന്നീട് ആ പ്രോഫിറ്റ് അവിടെ തന്നെ വെക്കും, പിന്നീട് എടുക്കാവുന്ന രീതിയിൽ. അപ്പോൾ പ്രോഫിറ്റ് പിന്നെ ആർക്ക് കൊടുക്കണം? പാർട്ട്ണർക്ക് കൊടുക്കണം. അപ്പോൾ അതെന്ത് കൂട്ടും? ആ പ്രോഫിറ്റിൻ്റെ ഷെയറും എന്ത് ചെയ്യും? ലയബിലിറ്റി കൂട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത്? ഒരു ഓണറെ ലയബിലിറ്റി, അതായത് ഓണർക്ക് കൊടുക്കേണ്ട പൈസ കൂട്ടുന്ന കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ. ഇതിന്ന് കുറക്കുന്ന കാര്യം എന്താ? ഇനി ഇതിന്ന് കുറക്കുന്ന കാര്യം എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ അതിൽ നമ്മൾ ഒഴിവാക്കി വെച്ച ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അതെന്താണ്? ഓണർ ഇങ്ങോട്ടേക്ക് തരണതാണ്. അത് നമ്മൾ എന്ത് ചെയ്യും? ഓണർക്ക് കൊടുക്കാനുള്ള പൈസയിൽ നിന്ന് എന്ത് ചെയ്യും? കുറക്കും, അല്ലേ? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അല്ല, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ നാച്ചുറൽ എന്താ? ഇൻകാണ്. ആ ഇൻകം നമുക്ക് ആരെ തരണ്ടേ? ഓണറാണ് തന്നെ. ഓണർ ഇപ്പം തരുമോ? ഇല്ല. നമ്മളിപ്പോൾ എന്താ കൊടുക്കാൻ? കാരണം ഓൾറെഡി കുറേ ആവുന്ന ബിസിനസ് അങ്ങോട്ടേക്ക് കൊടുക്കാണ്ട്, പിന്നെ വെറുതെ ആൾ ഇങ്ങോട്ടേക്ക് തരുമോ? ഇല്ല. അപ്പോൾ അതെന്ത് ചെയ്യും? നമ്മൾ കൊടുക്കാനുള്ള പൈസ അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുക. അപ്പോൾ എന്ത് ചെയ്യും? ലയബിലിറ്റി കുറക്കും, അല്ലേ? പിന്നെന്താ? പിന്നെ കുറക്കുന്ന കാര്യം എന്താ? പിന്നെ ഈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എല്ലാം എന്താ കുറക്കുന്ന പോലെ തന്നെ എന്തെങ്കിലും പൈസ ഇവിടെ ഇപ്പോൾ അഡീഷണലി പൈസ കൊണ്ടുവന്ന പോലെ അഡീഷണലി പൈസ കൊണ്ടുവന്നാലും ചിലപ്പോൾ എന്ത് ചെയ്യാം? ഇങ്ങോട്ടേക്ക് വിഡ്രോ ചെയ്ത് പോകാമല്ലോ. അപ്പോൾ ഡ്രോയിങ്സ് മാറിയെന്ന് കുറക്കേണ്ട പൈസയാണ്, ഓണറേത്തുനിന്ന് കുറക്കേണ്ട പൈസയാണ് എന്ത്? അപ്പോൾ ഡ്രോയിങ്സും എന്ത് കുറയും? ലയബിലിറ്റി കുറയും. ഓക്കെ, പിന്നെന്താണ്? പിന്നെ ഇവിടെ പറഞ്ഞത് ഇപ്പോൾ പ്രോഫിറ്റ് എപ്പോഴും പ്രോഫിറ്റ് തന്നെ ആവണമെന്നില്ല. എന്ത് വരാം? ലോസും വരാം, അല്ലേ? ലോസ് വന്നു കഴിഞ്ഞാലും ആ പൈസ എന്താണ്? ലോസ് ആവുക പ്രോഫിറ്റ് എന്തും ആയിക്കോട്ടെ, അതൊന്നും ആര് സഹിക്കേണ്ട? ബിസിനസ് സഹിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ആർക്ക് കൊടുക്കേണ്ടതാണ്? ഓണർക്ക് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ലോസ് വന്നു കഴിഞ്ഞാലും അത് ആരെന്ന് കൊടുക്കും? ലോസിൻ്റെ ഷെയർ എത്രയാണോ മൊത്തം ലോസും ഒരു പാർട്ട്ണർക്കല്ലല്ലോ കൊടുക്കുക, അതിൻ്റെ ഷെയർ എന്ത് ചെയ്യണം? അതായത് ആ പാർട്ട്ണറുടെ ക്യാപിറ്റൽ നോക്കും. ഇതാണ് എന്ത്? ഓണർ, അതായത് ഒരു പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ കുറക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ്, അതായത് ഏതൊക്കെ സാധനങ്ങളാണ് നമ്മളെ ലയബിലിറ്റി കൂട്ടുന്ന ഏതൊക്കെയാണ്? അതായത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ അങ്ങോട്ടേക്ക് കൊടുക്കണോ ലയബിലിറ്റി കൂടും, ഇങ്ങോട്ടേക്ക് കിട്ടേണ്ടതാണോ ലയബിലിറ്റി കുറയും, അല്ലേ? അത്ര ആലോചിക്കണ്ടോ? അപ്പോൾ അത്രയും ആലോചിച്ചാൽ നമുക്ക് എന്ത് വരക്കാം? കൂളായിട്ട് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വരക്കാം. ഓക്കെ, അപ്പോൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് കൂളായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ആലോചിച്ചോ. ഇപ്പോൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അതിൻ്റെ ഫോർമാറ്റിംഗ് ഓൾറെഡി അറിയായിരിക്കും. അപ്പോൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നിൽ കൂടുതൽ പാർട്ട്നേഴ്സ്, ഇപ്പോൾ നമ്മൾ കൂടിയിട്ടാണ് ഉണ്ടാക്കി. അപ്പോൾ ഇവിടെ 2 പാർട്ട്ണർ ഉണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ തൽക്കാലം എയും ബിയും ഉപയോഗിക്കാം. അപ്പോൾ എന്ത് ചെയ്യാം? ഒരു എക്കും ബിക്കും എന്ത് ചെയ്യാം? അതായത് നമുക്ക് ലെഡ്ജറിൻ്റെ ഫോർമാറ്റ് എന്താ? പെർട്ടിക്കുലേഴ്സ്, ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. ഇവിടെ എന്താണ്? കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? എമൗണ്ട് 2 കൊടുക്കുക. എൻ്റെ എമൗണ്ട് എക്ക് എന്തൊക്കെ എമൗണ്ട് കൊടുക്കാനുണ്ട്, അല്ലെ എൻ്റെ അടുത്ത് എമൗണ്ട് എന്തൊക്കെ കിട്ടാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? എക്കും ബിക്കും എൻ്റെയും ബീനും എന്ത് ചെയ്യുക? സെപ്പറേറ്റ് എമൗണ്ട് കോളം മാത്രം എന്ത് ചെയ്താൽ മതി? 2 ആക്കിയാൽ മതി. എത്ര പാർട്ട്നേഴ്സ് ഉണ്ടോ അതിനനുസരിച്ച് എന്ത് ചെയ്യുക? എമൗണ്ട് കോളത്തിന് 2 മാത്രം കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ എന്താണ്? ഇങ്ങനെ എന്ത് ചെയ്യുക? പറഞ്ഞത് അപ്പോൾ ഫോർമാറ്റ് എനിക്ക് അറിയാമായിരിക്കും, അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് എനിക്കറിയാം. ഓക്കെ, ശരി, ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്താൽ മതി? അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ നാച്ചുറൽ എന്താ? ലയബിലിറ്റി നാച്ചുറലാണ്. അപ്പോൾ ലയബിലിറ്റി അങ്ങോട്ടേക്ക് കൊടുക്കേണ്ടതൊക്കെ ലയബിലിറ്റി കൂട്ടും. അപ്പോൾ ലയബിലിറ്റി കൂട്ടുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റാണ് ചെയ്യേണ്ടത്, അല്ല? ലയബിലിറ്റി കൂടുമ്പോൾ എന്തെങ്കിലും ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എന്താ? കൂട്ടുന്ന കാര്യങ്ങളൊക്കെ എവിടെ വരണം? ക്രെഡിറ്റ് സൈഡിൽ വരണം. ലയബിലിറ്റി കുറയുന്ന കാര്യങ്ങളൊക്കെ എവിടെ വരണം? അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ എഴുതിയ കാര്യങ്ങൾ നിന്നൊക്കെ എന്ത് ചെയ്താൽ മതി? ഇതിൽ കൂട്ടുന്ന കാര്യമൊക്കെ എസ് ഈ കൂട്ടുന്ന കാര്യം എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ എവിടെ വരും? ക്രെഡിറ്റ് സൈഡിൽ വരും. കുറയുന്ന കാര്യം എന്ത് സംഭവിച്ചാലും എവിടെ വരും? ഡെബിറ്റ് സൈഡിൽ വരും. അത്ര ആലോചിക്കേണ്ട ആവശ്യം, അത്ര സിമ്പിളായിട്ട് കഴിക്കാൻ പറ്റും. ഇതേപോലെ തന്നെ ഇപ്പം റീവാലുവേഷൻ, റിയലൈസ് അങ്ങനെ പലതും ചോദിച്ചവരുണ്ട്. ഓക്കെ, ഇതേപോലെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കഴിക്കാൻ പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ എന്താണെന്നുള്ള കൺസെപ്റ്റ് കിട്ടിയാൽ നമുക്ക് വേണ്ടു. പിന്നെ അക്കൗണ്ടൻസി പിന്നെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിങ്ങൾ കൂളായിട്ട് വരക്കൂലേ? എന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പാർട്ട്നേഴ്സിന് ക്വസ്റ്റൻസിൽ വരാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കൂട്ടൻ്റെയും കുറയ്ക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ സാലറി എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം തരും. ഓക്കെ, ഇപ്പോൾ സാലറി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? 1000 പെർ മന്ത് തരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു മാസത്തേക്കാണ് എത്ര? 1000. അപ്പോൾ 1000 ഇൻറ്റു എന്ത് ചെയ്യേണ്ടി വരും? 12 ചെയ്യേണ്ടി വരും. അപ്പോൾ എന്ത് വരും? 12,000 ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ സാലറി എന്ന് പറഞ്ഞ സാധനം 1000 ഇൻറ്റു പെർ മന്താണ്. 12 അടിച്ചിട്ട് എത്ര? മൊത്തം സാലറി എത്ര? 12,000 വരും. എന്നിട്ട് ആ സാലറി ഇപ്പോൾ ഏക്കാണ് സാലറി കൊടുക്കണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? സാലറി എന്നിട്ട് എന്ത് എൻ്റെ ഇതിൽ എന്ത് കാണിച്ചാൽ മതി? 12,000 കാണിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയാണ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വർക്ക്. ഇത് അറിയാവുന്ന അപ്പോൾ ഞാനിത് ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ചെയ്യണമെന്നുണ്ട്. കാരണം പിന്നെ ഒന്നാമത് നിങ്ങൾക്ക് സമയമില്ല, എന്നാൽ ജസ്റ്റ് ഒരു ഓവർവ്യൂ പറയണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാത്തത്. ഇനിയിപ്പോൾ ഇത് കാണുന്ന സമയത്ത് ഓക്കെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ട്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ വെച്ചിട്ട് കിട്ടീനെ കുറച്ചും കൂടി നല്ലതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ പോളിന് എന്ത് ചെയ്യുക?
മെസ്സേജ് ചെയ്യുക. ഓക്കെ, ആ പോയിന്റിൽ മെസ്സേജ് സ്റ്റിൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉള്ളവരാണെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുക. എൻ്റെ പേഴ്സണൽ നമ്പർ ഉള്ളവരുണ്ട്. ഇനി എല്ലാവരും പുറമെ ഈ വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക ഇതിൽ തന്നെ എന്തുണ്ട് കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അത് വെച്ചിട്ടുള്ള സാധനം പിന്നെ അത് വെച്ചിട്ടുള്ള പക്ക ഇതൊക്കെ ഇതേ രീതിയിൽ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് ചെയ്ത് ഓരോ ചാപ്റ്റർ വെച്ച് നമ്മൾ എന്താ പറയുക നല്ല രീതിയിൽ ഫൈനൽ എക്സാം സെറ്റ് ആക്കുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് എപ്പോൾ ഉണ്ട് February 22 മുതൽ സ്റ്റാർട്ട് ആകുന്നത്. ഡെയിലി ഒരു 2 മണിക്കൂർ അക്കൗണ്ടൻസിന് വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, അപ്പം അത് ഇരുന്നാൽ തന്നെ അക്കൗണ്ടൻസി സെറ്റ് ആവുന്നത് എനിക്ക് എന്തായാലും ഉറപ്പാണ്. കാരണം അത് ഇരിക്കുന്നുണ്ട്, ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കേട്ട് മനസ്സിലാകുന്നുണ്ട്. അതായത് അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ട് അത് കൃത്യമായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ച് അത് സെറ്റാക്കുന്നുണ്ടോ. അക്കൗണ്ടൻസി ഞാൻ എന്തായാലും ഉറപ്പ് അക്കൗണ്ടൻസിൽ നല്ല സ്കോർ ചെയ്യാം. A+ എന്ന രീതിയിൽ ഞാൻ വേണേൽ പറയാം. ഓക്കെ, അത് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് എന്തായാലും ഷുവറുണ്ട്. കാരണം അതായത് അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് അക്കൗണ്ടൻസിയിൽ പഠിക്കാനും. പിന്നെ അത് നല്ല രീതിയിൽ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും, ഒരു സീനും ഇല്ലാണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെന്നാണെങ്കിൽ അപ്പോൾ ആ സ്പോട്ടിൽ ചോദിച്ചാൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വീഡിയോ വേണമെങ്കിൽ അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ ഇനി ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന മറ്റൊരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഞാൻ ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ പറഞ്ഞ സാധനമാണ് P&L അപ്രോപ്രിയേഷൻ. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ചിട്ട് അതിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റ് ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാണ്ട് ഓണർക്ക്, അതായത് പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ട കുറച്ച് എക്സ്പെൻസും പാർട്ട്നേഴ്സിന് നിന്ന് കിട്ടുന്ന കുറച്ച് ഇൻകംസും കാണിക്കാനുണ്ട്. ആ ഇൻകംസൊക്കെ കാണിച്ചിട്ട് അവിടെ നിന്ന് വേണം നമുക്ക് എന്ത് കിട്ടാൻ, ഒരു പുതിയൊരു പ്രോഫിറ്റ് കിട്ടാൻ. ആ പ്രോഫിറ്റ് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, എല്ലാ പാർട്ട്നേഴ്സിനും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ത് ചെയ്യാൻ, വീതിച്ചെടുക്കാൻ. ഓക്കെ, അത് വീതിച്ചെടുക്കണം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് ഇത് ചെയ്തിട്ട് അവസാനം കിട്ടുന്ന പ്രോഫിറ്റ് വീതിക്കുന്നതിന് ആ ഡിഫറൻസ്. നേരത്തെ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ കാണിച്ചു തന്നു. അതായത് ആദ്യമേ വീതിച്ച് കഴിഞ്ഞാൽ എനിക്ക് എക്സ്ട്രാ ഒരു 5,000 നേരത്തെ കിട്ടിയിട്ടുണ്ട്, അത് കിട്ടാൻ പാടില്ല, കിട്ടും ബാക്കിയുള്ളവർക്കെല്ലാം കൊടുക്കേണ്ട ആ രീതി കൊടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അവസാനം കിട്ടുന്ന പ്രോഫിറ്റിനെ ശരിക്കും പ്രോഫിറ്റ് ഷെയർ റേഷ്യോ തന്നെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കേണ്ട കാര്യം P&L അപ്രോപ്രിയേഷനിൽ നോക്കേണ്ട കാര്യം ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P&L പോലെ തന്നെ ഒരു അക്കൗണ്ടാണ്. ഓക്കെ, ഇവിടെ നമ്മൾ P&L നമ്മൾ എന്താ ചെയ്യാറ്, ക്രെഡിറ്റ് സൈഡിൽ എല്ലാ ഇൻകംസും കാണിക്കും, ഡെബിറ്റ് സൈഡ് എല്ലാ എക്സ്പെൻസും കാണിക്കും. എന്നിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്യാറ്. അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം. പക്ഷേ ഈ ഇൻകംസൊക്കെ ഇനി ആര്യത്തിൽ നിന്ന് കിട്ടേണ്ട ഇൻകം, പാർട്ട്ണറിൽ നിന്ന് കിട്ടേണ്ട ഇൻകമും പാർട്ട്ണർക്ക് കൊടുക്കേണ്ട എക്സ്പെൻസാണ് ഇവിടെ എന്ത് വരുള്ളൂ, P&L അപ്രോപ്രിയേഷനിൽ വരുള്ളൂ. അത് നമ്മൾ ആലോചിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പം ഇതിൻ്റെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ക്വസ്റ്റ്യൻസിൽ എന്താ പറയുക, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു 600 ഉണ്ടാവും. അത് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ട് എന്നാൽ ഒരു 70,000 ഉണ്ട് എന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യും, ഡ്രോയിങ്സ് P&L അപ്രോപ്രിയേഷനിൽ എടുക്കണമെന്നൊരു ഡൗട്ട് വരാം. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്താ പറയുക 600 P&L അപ്രോപ്രിയേഷനിൽ എടുക്കണോ, അത് ഡ്രോയിങ്സും അതിൻ്റെ ഒപ്പം എടുക്കണോ എന്നുള്ള ഡൗട്ടാണ് ചിലർക്ക് വരാറ്. അതെന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആ പ്രശ്നമാണ്. എന്താണ് ഈ ഐറ്റത്തിൻ്റെ നാച്ചുറൽ എന്താണെന്ന് അറിയില്ല. ഇപ്പം നിങ്ങൾക്ക് പറയാൻ പറ്റും ഡ്രോയിങ്സ് P&L അപ്രോപ്രിയേഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. ഇപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ് കൃത്യമായിട്ട് കേട്ട് മനസ്സിലാക്കി ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടും. ഡ്രോയിങ്സ് P&L അപ്രോപ്രിയേഷൻ എടുക്കേണ്ട കാര്യമുണ്ടോ, ഇല്ല. കാരണം എന്താ, ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ലയബിലിറ്റി കുറക്കുന്ന അക്കൗണ്ട്. അതായത് നമ്മളടുത്ത് നിന്ന് പൈസ എടുത്ത് പോകുന്നതാണ്. അതെന്ന് പറഞ്ഞാൽ എന്താ, ഓണർ പൈസ എടുത്ത് പോകുന്നതാണ്. അപ്പോൾ ഓണർ പൈസ എടുത്ത് പോകുന്ന സമയത്ത് ഓണർക്ക് കൊടുക്കേണ്ട പൈസ, ഓണർക്ക് നമ്മൾ കുറേ ലയബിലിറ്റി കൊടുക്കുകയാണ്. ആ ലയബിലിറ്റി കുറയുമെന്ന് മാത്രം എന്ത് സംഭവിക്കുന്നുള്ളൂ, ഡ്രോയിങ്സ് കണ്ടുപിടിക്കുന്നത്. അത് നമുക്കൊരു ഇൻകമോ എക്സ്പെൻസോ അല്ല. പക്ഷെങ്കിൽ ആ ഓണർ കൊണ്ടുപോകുന്ന പൈസയ്ക്ക് നമ്മൾ അവരുടെ അടുത്ത് നിന്ന് വാങ്ങുന്ന എക്സ്ട്രാ വാങ്ങുന്ന ഒരു ചാർജാണ് എന്ത്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അത് ബിസിനസ്സിന് എന്താ, എക്സ്ട്രാ കിട്ടുന്ന ഒരു ബെനിഫിറ്റാണ്. അത് ബിസിനസ്സിന് എന്താ, ഒരു ഇൻകമാണ്. അല്ലാണ്ട് ഓണർ പൈസ കൊണ്ടുപോയി ഓണർ അങ്ങോട്ടേക്ക് പൈസ കൊണ്ടുപോകുന്നത് നമുക്കൊരു എക്സ്പെൻസ് അല്ല, നഷ്ടവും കാര്യങ്ങളൊന്നുമല്ല. അത് ഓണർക്ക് കുറേ പൈസ നമ്മൾ കൊടുക്കാണ്ട് ആ കൊടുക്കാനുള്ള പൈസ കുറച്ച് പൈസ ഓണർ എടുത്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ ഓണർ കൊടുക്കേണ്ട പൈസ എന്താവുന്നു, കുറയുന്നു. അത്ര മാത്രമേ അവിടെ സംഭവിക്കുന്നുള്ളൂ. അല്ലാണ്ട് ഓണർ പൈസ കൊണ്ടുപോയി എന്ന് വെച്ചാൽ നമുക്കത് അവിടെ ചിലവ് വരുന്നുണ്ടോ, ചിലവെന്ന് വരുന്നു പൈസ. അത് ഈ ചിലവ് എന്ന് പറയുന്നതും പൈസ എന്ന് പറയുന്നതും രണ്ടാണ്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാൻ പറ്റുന്നൊരു കാര്യമാണ്, ഇപ്പോൾ ഒരു സാലറി കൊടുക്കുന്നതെന്ന് വിചാരിച്ചോ. ഓക്കെ, സാലറി കൊടുക്കുന്ന സമയത്ത് സാലറി നമുക്ക് 2 രീതിയിൽ കൊടുക്കാം. ഇപ്പോൾ ഉദാഹരണം പറയാൻ നമ്മളെ ഈ ബിസിനസ് ഇപ്പോൾ എന്താ പറയുക, ഒരു കൈക്കൽ ഉണ്ടാക്കുന്ന ബിസിനസ്സാണെന്ന് വിചാരിച്ചോ. കൈക്കൽ ഉണ്ടാക്കുന്ന ബിസിനസ്സിൽ എന്താ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ബിസിനസ്സാണ്, ഞാൻ കൈക്ക് ഉണ്ടാക്കുന്ന ബിസിനസ്സാണ്. നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ നിങ്ങൾ നല്ല രീതിയിൽ കൈക്ക് ഉണ്ടാക്കും. ഓക്കെ, കൈക്ക് ഉണ്ടാക്കുന്ന ഒരാൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ ബിസിനസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഡെയിലി ഞാൻ 1000 രൂപ തരും. നമുക്ക് ഡെയിലി നിങ്ങളുടെ ശമ്പളം 1000 രൂപയാണ്. അപ്പോൾ ഡെയിലി ഞാൻ 1000 രൂപ എന്ന് പറഞ്ഞാൽ സാലറി നിങ്ങൾക്ക് തരുന്നു. ആ 1000 രൂപ എനിക്ക് എന്താ,
എക്സ്പെൻസ് ആണ്. പക്ഷെ ആ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്ന സാധനം മാത്രമാണ് എന്ത് ക്യാഷ്. അപ്പോൾ അത് എങ്ങനെ ഡിഫറൻസ് മനസ്സിലാക്കി വെച്ചാൽ ഇപ്പോൾ ഒരു ദിവസം എന്താ പറയുക, നിങ്ങൾ പറയുകയാണ് നിങ്ങളിപ്പോൾ വീട്ടിൽ ആരെങ്കിലും ഒരാൾ ബർത്ത്ഡേ ആണ്, അപ്പോൾ നിങ്ങൾ 1000 രൂപയാണ് ഞാൻ സാലറി ആയിട്ട് തരാറ്. അപ്പോൾ നിങ്ങൾ പറയുകയാണ് ഇന്ന് 1000 രൂപ എനിക്ക് വേണ്ട, എനിക്ക് അതിന് പകരം എന്താന്ന് കേക്ക് തന്നെ. കാരണം ആ കേക്കിന് ഏകദേശം 1000-1500 റുപ്യൻ്റെ വലിയ കേക്ക് 1000-1500 റുപ്യ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, അപ്പോൾ 1000 രൂപ സാലറി ക്യാഷ് ആയിട്ട് വേണ്ട, അതിന് പകരം എന്ത് തന്നെയെന്ന് പറയുന്നു, കേക്ക് തന്നെയെന്ന് പറയുന്നു. അതിനർത്ഥം നിങ്ങൾക്ക് ഞാൻ ശമ്പളം തന്നിട്ടില്ല എന്നാണോ? ശമ്പളം എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് ഞാൻ തരുന്നുണ്ട്, സാലറി എന്ന് പറഞ്ഞ ശമ്പളം തരുന്നുണ്ട്. പക്ഷെ ആ ശമ്പളം തന്ന രീതി എന്തായി, ആ ശമ്പളത്തിന് പകരം തന്ന സാധനം എന്തായി? സാധാരണ ക്യാഷാണ് ഞാൻ ആ ശമ്പളം മീറ്റ് ചെയ്യാൻ, ശമ്പളം എന്ന് പറഞ്ഞ എക്സ്പെൻസ്, സാലറി എന്ന് പറഞ്ഞ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി സാധാരണ ഞാൻ ഉപയോഗിക്കൽ എന്താ, ക്യാഷ് എന്ന് പറഞ്ഞൊരു ഐറ്റമാണ്, ഒരു അസറ്റാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഇവിടെ അതിന് പകരം ഞാൻ യൂസ് ചെയ്ത ഐറ്റം എന്താ, ഇന്ന് ഞാൻ ക്യാഷ് അല്ല തന്നത്, പകരം അതിന് പകരം തന്ന സാധനം എന്താ, കേക്ക് എന്ന് പറഞ്ഞൊരു അസറ്റാണ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്, കേക്ക് എന്ന് പറഞ്ഞൊരു ഐറ്റമാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ, എൻ്റെ ബിസിനസ്സിൽ സാലറി എന്ന എക്സ്പെൻസ് ഉണ്ടാകുന്നുണ്ട്, പക്ഷെ ആ എക്സ്പെൻസിന് ആ മീറ്റ് ചെയ്യാൻ വേണ്ടി പകരം ഉപയോഗിച്ച സാധനം എന്താ, ഇന്ന് കഴിക്കാണെന്നേ ഉള്ളൂ. അപ്പം എക്സ്പെൻസ്, ചിലവ് എന്ന് പറഞ്ഞ സാധനം വേറെ, ക്യാഷ് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ചില ആൾക്കാരുടെ മൈൻഡിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ് എന്ത്, ഈ ക്യാഷും ചിലവ്, ക്യാഷ് പോകുന്നുണ്ടോ ചിലവാണ്. അങ്ങനെയല്ല, ചിലവ് ഉണ്ടാകുന്നുണ്ട്, ആ ചിലവ് മീറ്റ് ചെയ്യാൻ വേണ്ടി, ആ ചിലവ് നമ്മൾ മീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ മാത്രമാണ് എന്ത്, ക്യാഷ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ സാധനം, അതായത് നമ്മളെ ബിസിനസ്സിന് അയാൾ പാർട്ണർ പൈസ എടുത്തിട്ട് പോയെന്ന് വെച്ചാൽ അതെന്തല്ല, എക്സ്പെൻസ് അല്ല. ഓക്കെ, ആ പൈസ എടുത്ത് പോയത് കൊണ്ട് നമുക്കുള്ള ഉപകാരം എന്താ, ഇനി പാർട്ണർ ഓണർക്ക് എന്ത് ചെയ്താൽ മതി, ഓണർക്ക് കൊടുക്കേണ്ട പൈസയിൽ ആ കൊണ്ടുപോയ പൈസ കുറച്ചിട്ട് ബാക്കി എന്ത് ചെയ്താൽ മതി, കൊടുത്താൽ മതി. പക്ഷെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്താ, നമുക്ക് എക്സ്ട്രാ ഉണ്ടാവുന്ന ഒരു ഇൻകമാണ്, അല്ലാണ്ട് നമുക്കൊരു പൈസ കൊടുക്കാനോ കിട്ടാനോ ഉള്ളിൽ നിന്ന് കിട്ടുന്ന പൈസയോ അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്നതല്ല, നമുക്ക് എക്സ്ട്രാ പുതിയതായിട്ട് ഉണ്ടായ ഒരു സാധനമാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അത് നമുക്ക് എന്താ, ഇൻകമാണ്. അപ്പോൾ ആ ഇൻകം മാത്രം എവിടെ കാണിക്കണ്ടു, P&L അപ്രോപ്രിയേഷനിൽ കാണിക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് നെറ്റ് പ്രോഫിറ്റ്, അതായത് നമുക്കൊരു ലാഭം കിട്ടിയിട്ടുണ്ട്, ഇവിടെ നിന്ന് P&L നിന്നൊരു ലാഭം കിട്ടിയിട്ടുണ്ട് അല്ലേ, ആ നെറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്യുക, ഇവിടെ കാണിക്കുക. ആ നെറ്റ് പ്രോഫിറ്റിൻ്റെ ഒപ്പം ഇനി എന്ത് ചെയ്യണം, ഇനി കിട്ടാനുള്ള ഇൻകംസ് ഒക്കെ കൂട്ടണം, കൊടുക്കാനുള്ള എക്സ്പെൻസ് ഒക്കെ കുറക്കണം, എന്നിട്ട് അവസാനം എന്ത് കണ്ടുപിടിക്കണം, പുതിയൊരു പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് കൂട്ടാൻ ഇനി എന്ത് മാത്രമേ, ഒറ്റൊരു ഇൻകം മാത്രമേ ഇനി ഓണറിൽ നിന്ന് കിട്ടാനുള്ളൂ. ഏത് ഇൻകം, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് മാത്രം. ഇതിങ്ങനെ എന്നാൽ ഇതിങ്ങനെ ബൈഹാർട്ട് പഠിക്കാൻ പാടില്ല. ക്രെഡിറ്റ് സെയിൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരും, അത് മനസ്സിലാക്കി. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്താ, ഇൻകമാണ്. അപ്പോൾ ക്രെഡിറ്റ് സെയിൽ എന്തൊക്കെയാണ് വരും, എല്ലാ ഇൻകംസും ക്രെഡിറ്റ് സെയിൽ കാണിക്കും, എല്ലാ എക്സ്പെൻസ് എവിടെ കാണിക്കും, ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ഓക്കെ, അപ്പോൾ എന്താണ്, ആകെ ഒരു ഇൻകം മാത്രമേ ഉള്ളൂ, എന്ത്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അത് എവിടെ കാണിച്ചു, ക്രെഡിറ്റ് സെയിൽ കാണിച്ചു. ഇനി എന്തൊക്കെയുണ്ട്, സാലറി എന്ന് പറഞ്ഞ എക്സ്പെൻസ് വരാം. ഓക്കെ, അത് കമ്മീഷൻ എന്ന് പറഞ്ഞ എക്സ്പെൻസ് വരാം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ എക്സ്പെൻസ് വരാം അല്ലേ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ എക്സ്പെൻസ് വരാം. ഓക്കെ, സാലറി എന്ന് പറഞ്ഞ എക്സ്പെൻസ് വരും, എന്നാൽ കമ്മീഷൻ എന്ന് പറഞ്ഞ എക്സ്പെൻസ് വരും, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ എക്സ്പെൻസ് വരും, പിന്നെ അങ്ങനെ പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറഞ്ഞ എക്സ്പെൻസ് വരാം. അങ്ങനെ കുറച്ച് എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ വരാം. ഈ എക്സ്പെൻസ് ഒക്കെ എന്ത് ചെയ്യുക, ഈ ഇപ്പുറ സൈഡിൽ നമ്മളെല്ലാ ഇൻകംസും വന്നു, നമുക്ക് അതായത് P&L നിന്ന് കിട്ടിയ പ്രോഫിറ്റ് അതിനെപ്പിന്നെ കൂട്ടാനുള്ള എന്ത് ചെയ്തു, ഇൻകം കൂട്ടി, എന്നിട്ട് എന്ത് ചെയ്യുക, ക്യാപിറ്റൽ ഇവിടെ കൊടുക്കും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എടുക്കുന്ന സമയത്ത് നേരത്തെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എടുക്കുന്ന സമയത്ത് ഡ്രോയിങ്സ് എടുക്കണമെന്ന് ആലോചിച്ച പോലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എടുക്കുന്ന സമയത്ത് എന്തെടുക്കണമെന്ന് ആലോചിക്കാൻ പാടില്ല, ക്യാപിറ്റൽ എടുക്കണമെന്ന് ആലോചിക്കാം. ക്യാപിറ്റൽ എടുക്കേണ്ട ആവശ്യമുണ്ടോ, അതിൻ്റെ നിങ്ങൾക്ക് ഈ പറയാം, അവിടെ ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ത് ചെയ്യുക, കുറക്കുക. ഇതൊക്കെ കൊടുക്കേണ്ട ആക്കെല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് അവസാനം എന്തിട്ടും പുതിയൊരു നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ആ നെറ്റ് പ്രോഫിറ്റ് ആർക്ക് കൊടുക്കേണ്ടത്, പാർട്ട്നേഴ്സിനാണ് കൊടുക്കേണ്ടത്. പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ട സാധനമൊക്കെ എവിടെ കാണിക്കാം, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലിൽ കാണിക്കണം. അപ്പോൾ ഇതൊക്കെ ഇവിടെ എന്ത് വരും, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക്. ഇപ്പം നമ്മൾ 3 ആളുണ്ടെങ്കിൽ ABC എന്ന് എന്ത് ചെയ്യണം, പാർട്ട്നേഴ്സിൻ്റെ 3 ബാക്കിയുള്ള, അതായത് ഇതൊക്കെ കൂട്ടി ഇതൊക്കെ കുറച്ചിട്ടിടുന്ന ബാക്കി എന്ത് ചെയ്യാം, 3 ആൾക്ക് ഏതിൽ കൊടുക്കുക, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ കൊടുക്കുക. ഓക്കെ, എന്താണ് പ്രോഫിറ്റ് ഷെയർ റേഷ്യോ, അത് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2:2:1, ഇപ്പോൾ എന്താ പറയുക 2:2:1 വന്നത്, ഇപ്പോൾ 10,000 ആണ് കിട്ടിയത്, 2:1:1 എന്നാണെങ്കിൽ എന്ത് ചെയ്യുക, മൊത്തം എന്ത് ചെയ്യണം, അതായത് 4 ഭാഗമാക്കണം അല്ലേ. 2:1:1 എന്ന് പറയുമ്പോൾ 4 ഭാഗമാക്കണം. അതിൽ നിന്ന് 2 ഭാഗം ആർക്ക് കൊടുക്കണം, എക്ക് കൊടുക്കണം, ഒരു ഭാഗം വെച്ചിട്ട് ബിക്കും സിക്കും എന്ത് ചെയ്യണം, നമ്മൾ കൊടുക്കണം എന്നാണ് അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പോൾ എന്താണ്, ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ക്വസ്റ്റനൊക്കെ വെച്ചിട്ട് നല്ല വൃത്തിക്ക് എന്നാലും പറയണമെന്നുണ്ട്, പ്രശ്നമുണ്ട് എന്നാണെങ്കിൽ എപ്പോൾ എന്താ സ്പോട്ടിൽ മെസ്സേജ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ആ സ്പോട്ടിൽ എന്ത് ചെയ്യുക, മെസ്സേജ് അയക്കാം. പിന്നെ ഏകദേശം ബേസിന് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഫെർദർ ആയിട്ട് എന്നാലും നല്ല വൃത്തിക്ക് പാർട്ണർഷിപ്പിനെ മാത്രം പോയിട്ട് നല്ല വൃത്തിക്കൊന്ന് പറയണം. അതുപോലെ കുറച്ച് ആൾക്കാർ റിയലൈസേഷൻ ഗുഡ് വിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഈ ക്ലാസ് കണ്ടിട്ട് ഓക്കെ ആണെന്നാണ്. ഇനി ഇതേപോലെ തന്നെയാണ് ആ ക്ലാസ്സിന് ജസ്റ്റ് കൺസെപ്റ്റ് പറയാം മാത്രം മതി എന്നാണെങ്കിൽ
എന്ത് ചെയ്യുക, ആ രീതിയിൽ ഞാൻ അതെടുത്ത് തരാം. ഇനി കൺസെപ്റ്റിൻ്റെ ഒപ്പം ക്വസ്റ്റനും കൂടി ആഡ് ചെയ്തിട്ടാണ് പറയുന്നത്, അതാണ് കുറച്ചും കൂടി നല്ലത് എന്നാണെങ്കിൽ എന്ത് ചെയ്യുക, ആ രീതിയിൽ പറയാം. ഓക്കെ, പിന്നെ ഓർമ്മിക്കുക, ഇതൊക്കെ 22-ാം തീയതി മുതലുള്ള ക്ലാസ് ഇതൊക്കെ ഓരോ ചാപ്റ്റർ വൈസ് കൃത്യമായിട്ട് ഓർഡറിൽ എന്ത് ചെയ്തു ക്വസ്റ്റ്യൻ അടക്കം ചെയ്തിട്ട് അതായത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ നല്ല രീതിയിൽ എന്തുണ്ട് ക്ലാസ് നടക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കാം. പിന്നെ അതിൽ ഈ ചാപ്റ്ററിന് ഇനിയും ഉണ്ട്, അതായത് ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് ആ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വേണമെന്നാണെങ്കിൽ എന്ത് ചെയ്യുക അതും പറയാം. ഓക്കെ, പിന്നെ അതായത് ഇന്ന് സൺഡേ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒരു ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, അതായത് ഈ കാര്യം നോക്കുക, അതായത് ഈ കാര്യം നോക്കി ഇതിൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ കുറേ കാര്യങ്ങളുണ്ട്, നല്ലതാണ്, ഇതിൽ കുറേ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, അത് എന്നാൽ ഫീഡ്ബാക്ക് ആണ്, ഇതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നാണ് അത് എന്ത് ചെയ്യുക എൻ്റെ അടുത്ത് പറയുക. പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ കൃത്യമായി മെസ്സേജ് അയക്കാൻ ഒന്നും മടിക്കേണ്ട. ഓക്കെ, ഇതിൽ നമ്പർ ഉണ്ട് എന്നാലും ഇത് അതായത് ഓൾറെഡി നമ്മളെ ഗ്രൂപ്പിലുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് എൻ്റെ പേഴ്സണൽ നമ്പറും അറിയാം, പിന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്ത റാൻസിൻ്റെ നമ്പറും ഉണ്ട്. അതുപോലെ ഇനിയിപ്പോൾ പുറമേ ഉള്ള ആരെയും കാണുന്നുണ്ടെങ്കിൽ റാൻസിൻ്റെ നമ്പറുണ്ട്, അതിൽ എന്ത് ചെയ്താൽ മതി, മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി. അപ്പം സ്പോട്ട് അതായത് എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും ഡൗട്ടും കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് തരും. പിന്നെ അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഫെർദർ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ എന്താ പറയുക, നമ്മൾ റാൻസിൻ്റെ ആപ്പ് ത്രൂ ചെയ്യാനാണ് നമ്മളെ പ്ലാന്. അപ്പോൾ എന്ത് ചെയ്യുക, റാൻസിൻ്റെ ആപ്പ് അതായത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഉണ്ട്, എന്ത് ചെയ്യുക റാൻസിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് സ്റ്റോറിൽ നിന്ന് കാര്യങ്ങൾ കിട്ടും. ഓക്കെ, റാൻസിൻ്റെ ആപ്പ് ഉണ്ട്. അപ്പോൾ അത് ത്രൂ ആണ് ഇനി എന്താ ബാക്കി ക്ലാസ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാനുള്ള പ്ലാൻ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ, അപ്പം ഇതിൽ ഫെർദറായിട്ട് എന്തെങ്കിലും വേണം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക അത് നിങ്ങൾ അറിയിക്കുക. പിന്നെ അതുപോലെ നിങ്ങൾ മാക്സിമം എന്താണ് നിങ്ങളെ കുറേ ഫ്രണ്ട്സ് സർക്കിളും കുറേ സ്റ്റുഡൻസൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ് കണ്ട് അവർക്ക് ഹെൽപ്ഫുൾ ആവും നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളത് മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം സെറ്റ് ആക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ഇനി എങ്ങോട്ട് എന്തൊക്കെ സജഷൻസ് ആണ്, എന്തൊക്കെ രീതിയിലാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്, എങ്ങനെയൊക്കെയാണ് എന്നാ പറയുക ഇനിയുള്ള രീതിയിൽ അതായത് രീതിയിൽ ചെയ്തു തരേണ്ടത്, അതൊക്കെ പറയാം. പിന്നെ അതേപോലെ 22-ന് മറ്റേതുണ്ട്. അപ്പം അതിന് മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാവരോടും ഇത് ഇൻഫോം ചെയ്തിട്ട് നിങ്ങൾക്ക് എന്നാൽ ഈ കേട്ട് നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടുമല്ലോ, അത് വെച്ച് നിങ്ങൾക്ക് നല്ലതാണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതും ജസ്റ്റ് മെസ്സേജ് അയച്ച് ഒന്ന് അറിയിക്കുക. ഓക്കെ അല്ലേ, അപ്പോൾ ബൈ.